നമ്മളുടെ എല്ലാമുള്ള ദൗർബല്യത്തിന്റെയും ബുദ്ധിമുട്ടുകളുടെയും ഒരു കാലത്ത് ഒരു അതിജീവനത്തെ നയിച്ച ഒരാൾ അതിജീവനത്തിന് നയിക്കുന്ന ഒരു നാഥനുണ്ട്, ഒരു കപ്പിത്താനുണ്ട്. പിണറായിക്ക് പകരം ഒരു ആലോചനയോ അല്ലെങ്കിൽ പിണറായി അല്ലാത്തൊരു നേതാവിലേക്ക് ഒരു എന്താ പറയാ അങ്ങനെ ചിന്തിച്ചെടുക്കാൻ പറ്റാത്ത തരത്തിൽ CPM ദുർബലപ്പെട്ടു എന്നുള്ളൊരു പ്രശ്നം എവിടെയെങ്കിലും തോന്നുന്നുണ്ടോ? അത് സംഘടനാ തലത്തിൽ ചിന്തിച്ചാൽ അച്യുതാനന്ദനാണ് ഒരുപക്ഷെ ഇടതുപക്ഷത്ത് നിന്ന് സാമ്പ്രദായികമായിട്ടുള്ള ഇടതുപക്ഷ വിഭാഗത്തിന് അപ്പുറത്ത് ഒരു വലിയ പോപ്പുലർ കൾട്ടായിട്ട് മാറിയത്. BJPയുടെ ആദ്യത്തെ പ്രവേശം വാസ്തവത്തിൽ അത് വലതുപക്ഷത്തിന് അല്ലെങ്കിൽ UDFനെയാണ് അത് ഏറ്റവും കൂടുതൽ ബാധിച്ചത്. സ്വാഭാവികമായിട്ടും UDFന്റെ വോട്ടുകളിലേക്കാണ് അവർ കടന്നു കയറിയത്. ക്രിട്ടിക്കലാവാൻ പോകുന്ന ഒരു മണ്ഡലമാണ് നേമം. ഇപ്പോഴത്തെ രീതിയിൽ കോൺഗ്രസ് ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇടതുപക്ഷം ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തിയില്ലെങ്കിൽ അതിന് പ്രയോജനം ലഭിക്കാൻ പോകുന്നത് BJPക്കായിരിക്കും. അധികാരം ദൂഷിപ്പിക്കും, അമിതമായി ദൂഷിപ്പിക്കും. പുതിയ പ്രേക്ഷക സമൂഹത്തിന് ഒരു വരിയിൽ കിട്ടുന്ന വാർത്ത അറിഞ്ഞാൽ മതി. കഴിഞ്ഞ 3-4 മാസമായിട്ട് ടെലിവിഷൻ ചാനലുകൾ നിരന്തരമായിട്ട് 24 മണിക്കൂറും സ്വർണ്ണക്കൊള്ളയാണ് ചർച്ച ചെയ്യുന്നത്. പക്ഷേ ഏതെങ്കിലും ഒരു ടെലിവിഷൻ ചാനൽ സ്വയം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടെത്തിയ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട വസ്തു നമുക്ക് പറയാനുണ്ട്? ഒന്നുമില്ല. കേരളം വർഗീയമായി വിഭജിക്കപ്പെടുന്നു അല്ലെങ്കിൽ അത്തരം ആശങ്ക വരുന്നു. സ്ത്രീ പ്രവേശനം ഒരുപക്ഷെ പറഞ്ഞ പോലെ വലിയ എതിർപ്പുണ്ടാക്കി. പക്ഷേ അവിടെ തുടരുന്ന സവർണ മേധാവിത്വത്തിനെതിരെ ഇപ്പോൾ പൂജാരി ബ്രാഹ്മണ മേധാവിത്വം, ബ്രാഹ്മണർക്ക് മാത്രം സംവരണം, ഇടതുപക്ഷത്തിന് എന്തുകൊണ്ട് അതിന് വ്യത്യസ്തമായിട്ട് ആലോചിക്കാൻ പോലും കെൽപ്പില്ലാത്തത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അസമത്വം ഇപ്പോൾ ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഇതുവരെയുള്ള സൂചനകൾ തീർച്ചയായിട്ടും UDFന് ഒരു മേൽക്കൈ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ Q നടത്തുന്ന ഒരു അഭിമുഖ പരമ്പരയുടെ തുടക്കമെന്ന നിലയിൽ ശ്രീ MG രാധാകൃഷ്ണനാണ് Qനൊപ്പം ഉള്ളത്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. സാർ സ്വാഗതം. നമ്മൾ കോവിഡ് കാലത്താണ് ഇതിനു മുമ്പ് സംസാരിക്കുന്നത്. അത് CPMന്റെ ഒരു തുറന്ന ബഹിഷ്കരണം ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഒരു ന്യൂസ് അവറിന് പിന്നാലെ എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. സാർ ഇപ്പോൾ കോളങ്ങളിലൂടെയും സാമൂഹ്യ സംവാദങ്ങളിലൂടെയാണ് ഇപ്പോൾ സജീവമായിട്ടുള്ളത്. എന്നാൽ പോലും ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് എപ്പോഴും ഒരു പ്രവചനാതീതമാണ് തെരഞ്ഞെടുപ്പ്. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതലുള്ള വലിയ ഗ്രാൻഡ് ഫിനാലെ അടക്കമുള്ള പല തെരഞ്ഞെടുപ്പുകൾ പല കാലങ്ങളായി മാധ്യമപ്രവർത്തകനായും നിരീക്ഷകനായും എഡിറ്ററായും കണ്ട ഒരാൾ എന്നുള്ള രീതിയിൽ ഈ പ്രവചനാതീത സാഹചര്യത്തിൽ തന്നെ ചോദിക്കുകയാണ്. ഇപ്പം പിണറായി 3.0 എന്ന് പറയുന്ന മൂന്നാമൂഴത്തെയാണ് അവരുടെ ലക്ഷ്യമായിട്ടുള്ളത്. പ്രതാപഭരിതമായൊരു തിരിച്ചുവരവാണ് UDF ആഗ്രഹിക്കുന്നത്. 10-ൽ കുറയാത്തൊരു ആത്മവിശ്വാസം എന്ന നിലയ്ക്കാണ് രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള NDA ഇവിടെ അവരുടെ മുന്നണിയെ പ്രബലമാക്കാമെന്ന് കരുതുന്നത്. ശരിക്ക് എന്താണ് MGRന്റെ മനസ്സിൽ, അല്ലെങ്കിൽ MGRന് പ്രവചിക്കാവുന്ന എന്താണ്? നേരത്തെ മനീഷ് പറഞ്ഞ പോലെ ഈ തെരഞ്ഞെടുപ്പുകൾ നമ്മുടെ എല്ലാ പ്രവചനങ്ങളെയും നിരീക്ഷണങ്ങളെയും ഇപ്പോൾ പറ്റിക്കാറുണ്ട്. അത് ചില പ്രത്യേക ഘട്ടങ്ങളിൽ അങ്ങനെയാണ്. പക്ഷെ കേരളത്തിൻ്റെ ഒരു സവിശേഷത, ഈ 5 വർഷം കൂടുമ്പോൾ കേരളീയർ അവരുടെ ഇഷ്ടം മാറ്റി പ്രയോഗിക്കുന്നതാണ്. ഇടതുപക്ഷത്തുനിന്നും വലതുപക്ഷത്തിലേക്കും മാറുന്നതാണ്. അതിൽ വ്യത്യസ്തമായത് 2021 മാത്രമായിട്ടുള്ളൊരു സംഭവമാണ്. ആ 2021 തെരഞ്ഞെടുപ്പ് വിധി എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ് തന്നെ വളരെ അസാധാരണ സാഹചര്യത്തിലുണ്ടായതാണ്. ഒരു ട്രെൻഡല്ല, അതൊരു വൺ ഓഫ് എന്നോ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഫ്രീക്ക് എന്നൊക്കെ പറയാവുന്ന ഒരു ഇലക്ഷനാണ്. കാരണം അത് പ്രത്യേക കോവിഡിൻ്റെ സവിശേഷ സാഹചര്യത്തിലാണ്. അതൊരു പ്രവണതയല്ല, അതൊരു അവഭ്രംശമാണെന്ന് വേണമെങ്കിൽ പഴയ ഭാഷയിൽ പറയുകയാണെങ്കിൽ പറയാം. ട്രെൻഡല്ല. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കോവിഡാണ്. കോവിഡ് കാലത്ത്, അല്ലെങ്കിൽ ഇതുപോലെ മഹാമാരികളുടെയും മഹായുദ്ധങ്ങളുടെയൊക്കെ കാലത്ത് നിലവിലിരിക്കുന്ന ഭരണവ്യവസ്ഥയോട് ആഭിമുഖ്യം പുലർത്തുക എന്ന് പറയുന്നത് ലോകമാകെ കണ്ടിട്ടുള്ള ഒരു പ്രത്യേകതയാണ്. പ്രത്യേകിച്ച് ഒരു ശക്തനായ ഭരണാധികാരി എന്ന് സമൂഹം കാണുന്ന ഒരു വ്യക്തിയാകുമ്പോൾ പ്രത്യേകിച്ചും നമ്മളുടെ എല്ലാമുള്ള ദൗർബല്യത്തിന്റെയും ബുദ്ധിമുട്ടുകളുടെയും ഒരു കാലത്ത് അതിജീവനത്തിന് നയിക്കുന്ന ഒരു നാഥനുണ്ട്, ഒരു കപ്പിത്താനുണ്ട് ഈ കപ്പലിന് എന്ന് പറയുന്നത് പോലെ ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നടന്ന തെരഞ്ഞെടുപ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ആ ഒരു തുടർച്ചയുടെ പ്രധാനപ്പെട്ട കാരണം എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. പക്ഷെ കേരളത്തിൽ അത് ആണെന്ന് പറയുമ്പോൾ തന്നെ ഒരു സവിശേഷതയുണ്ട്. കേരളത്തിൽ വാസ്തവത്തിൽ ഒരു 10-20 വർഷമായിട്ട് കാണുന്ന ഒരു സവിശേഷത, ഇടതുപക്ഷത്തിൻ്റെതായ
ഒരു മേധാവിത്വമാണ്. അതായത് പാർലമെൻ്ററി രംഗത്തുള്ളൊരു മേധാവിത്വമാണ്. അതും വാസ്തവത്തിൽ പുതിയ കാര്യമാണ്. അതായത് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 2011 ലെ തെരഞ്ഞെടുപ്പ് പോലും വാസ്തവത്തിൽ അത് ഉമ്മൻചാണ്ടിയാണ് ജയിച്ചത്. പക്ഷെ നമുക്കറിയാം അതൊരു വളരെ ചെറിയ ഒരു ഭൂരിപക്ഷത്തിലാണ്. കഷ്ടിച്ച് 2 സീറ്റ് അല്ലെങ്കിൽ 4 സീറ്റ്, പിന്നെ അത് 2ആയിട്ട് മാറി. അപ്പോൾ അതൊരു വലിയ അത്ഭുതമാണ്. കാരണം 2006 മുതൽ 2011 വരെ വി.എസ്. അച്യുതാനന്ദൻ്റെ സർക്കാരാണ്, LDF ഗവൺമെൻറ്റാണ്. അപ്പോൾ സ്വാഭാവികമായും കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ പാരമ്പര്യം അനുസരിച്ച് അതൊരു ആൻറ്റി ഇൻകുംബൻസി, ഒരു ഭരണവിരുദ്ധ വികാരം അപ്പോൾ പ്രകടമാവുന്നതാണ് കേരളത്തിൻ്റെ പതിവ്. നേരത്തെ പറഞ്ഞ പോലെ കേരളീയരുടെ ഒരുപക്ഷെ ഒരു ആരോഗ്യകരമായ ഒരു ജനാധിപത്യ ബോധമായിട്ട് പോലും കാണാവുന്ന ഒരു കാര്യമാണ്. കാരണം ആരെയും ഭരണത്തിൽ അധികം നേരം ഇരുത്തുന്നില്ല. അപ്പോൾ കൂടുതൽ അക്കൗണ്ടബിൾ ആണ്, ആൻസറബിൾ ആണ്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു 2011 വിധി. അപ്പോൾ അതിൽ പല കാരണങ്ങളുണ്ട്. വി.എസ്. അച്യുതാനന്ദൻ ഒരു വലിയ ഒരു ഹീറോയിക് ആയിട്ടുള്ള ഒരു ഇമേജ് ഉണ്ടായിരുന്ന ആളാണ്. മറ്റ് രാഷ്ട്രീയക്കാരെ പോലെ അല്ല. എന്നാലും ഈ പറഞ്ഞ പോലെ ജയിച്ചു. പക്ഷെ പിന്നെ അപ്പോൾ കാണുന്നത് അത് കഴിഞ്ഞ് 16-ലും 21-ലും ഇടതുപക്ഷം ജയിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ 20 വർഷം, ഈ 20 വർഷത്തിൻ്റെ പ്രത്യേകത ഇന്ത്യയിൽ മുഴുവൻ ഇടതുപക്ഷം ഏറ്റവും ദുർബലമായ ഒരു കാലമാണ്. ബംഗാൾ നഷ്ടപ്പെടുന്നു, ത്രിപുര നഷ്ടപ്പെടുന്നു. 10-30 വർഷം ഭരിച്ചതിന് ശേഷം പാർലമെൻറ്റിലാണെങ്കിൽ ഈ പറഞ്ഞ 2006 തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ സാന്നിധ്യം 60 സീറ്റ് എന്നുള്ള സാന്നിധ്യത്തിൽ നിന്ന് നിങ്ങൾ ഭയങ്കരമായിട്ട് കൂപ്പുകുത്തുന്ന ഒരു കാലം. അപ്പോൾ ഈ 20 വർഷം ഇന്ത്യൻ ഇടതുപക്ഷത്തെ സംബന്ധിച്ചുള്ള പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ ഏറ്റവും മോശമായ കാലം. ഇതിൽ നിന്ന് നേരെ വിരുദ്ധമായ ഒരു ചിത്രമാണ് നമ്മൾ കേരളത്തിൽ കാണുന്നത്. അത് വളരെ രസകരമായിട്ടുള്ള, അതിനൊരു കാരണമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് പല കാരണങ്ങളും കാണാം. പക്ഷേ അതൊരു വളരെ ലോകം മുഴുവൻ ഇടതുപക്ഷം പിന്നോക്കം പോയതാണ്. ഇന്ത്യയിൽ ഇടതുപക്ഷം പിന്നോട്ട് പോയി. കേരളത്തിൽ എന്തുകൊണ്ടാണ്? അത് പ്രത്യേകിച്ച് അതിന് പല കാരണങ്ങളുണ്ട്. പക്ഷെ ഞാൻ കണ്ട ഒരു പ്രധാനപ്പെട്ട കാരണം അതൊരു ഇടതുപക്ഷത്തിൻ്റെ ഒരു വലിയ മുൻകൈ. അതിൽ തീർച്ചയായിട്ടും അങ്ങനെയുണ്ട്. പിണറായി വിജയനായാലും വി.എസ്. അച്യുതാനന്ദനായാലും ഒരു വലിയ ജനസാമാന്യത്തിൻ്റെ ഒരു വലിയ പിന്തുണയുണ്ടായിരുന്ന ഒരു വലിയ പ്രതിച്ഛായയൊക്കെ ഉണ്ട്, അതിൽ പ്രധാനമായിട്ടുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും പ്രധാന ഘടകം കേരള രാഷ്ട്രീയത്തിൽ സ്ട്രക്ചറലായിട്ട് ഘടനാപരമായി വന്ന ഒരു മാറ്റമാണ്. കേരളം ഇരുധ്രുവ രാഷ്ട്രീയത്തിൽ നിന്ന് ഈ 3 ധ്രുവങ്ങളിലേക്ക്, ബൈപോളാർ എന്നൊരു ട്രൈപോളാർ രാഷ്ട്രീയത്തിലേക്ക് വന്നു. BJP ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് രംഗപ്രവേശം, ഡിസൈഡിങ് ഫാക്ടറായി. അപ്പോൾ BJPയുടെ ആദ്യത്തെ പ്രവേശം വാസ്തവത്തിൽ അത് വലതുപക്ഷത്തിന് അല്ലെങ്കിൽ UDFനെയാണ് അത് ഏറ്റവും കൂടുതൽ ബാധിച്ചത്. സ്വാഭാവികമായിട്ടും UDFൻ്റെ വോട്ടുകളിലേക്കാണ് അവർ കടന്നു കയറിയത്. 5% നമ്മൾ കാണുന്നത് 20%ലേക്കാണ് ഈ 20 വർഷത്തിലുണ്ടായത്. ഇടയ്ക്ക് ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പിന്നോക്കം പോയെങ്കിലും 5-ൽ നിന്ന് 20-ലേക്കുള്ള ഒരു വളർച്ചയുണ്ടായി. അപ്പോൾ അത് ഈ ഇടതുപക്ഷ വിരുദ്ധ വോട്ടുകളുടെ ഒരു കേന്ദ്രീകരണത്തെ ആദ്യമായിട്ട് തകർത്ത് കളഞ്ഞു. ഇതാണ് വാസ്തവത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ചരിത്രത്തിൽ എപ്പോഴും ഉണ്ടായത്. ഇടതുപക്ഷ വിരുദ്ധ വോട്ടുകൾ സംഖ്യാപരമായി നോക്കുകയാണെങ്കിൽ ഇടതുപക്ഷത്തെക്കാട്ടിലും കൂടുതലാണെന്നുള്ളത് ഇടതുപക്ഷം തന്നെ EMSനെ പോലുള്ളവരൊക്കെ വളരെ കൃത്യമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇടതുപക്ഷ വിരുദ്ധ വോട്ടുകൾ ഒരിക്കലും കേന്ദ്രീകരിക്കാൻ സാഹചര്യം ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന് മുന്നോട്ട് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം. അത് 57-ൽ പോലും നമ്മൾ കാണുന്നുണ്ട്. 57-ൽ ഏറ്റവും മികച്ച സർക്കാരാണ് എന്ന് ആദ്യത്തെ EMS സർക്കാരിനെ പറയുന്നുണ്ടെങ്കിലും നമ്മൾ കണ്ടത് പിരിച്ചുവിടൽ ഉണ്ടായി, വളരെ ജനാധിപത്യ വിരുദ്ധമായി. ജവഹർലാൽ നെഹ്റു തന്നെ ചെയ്തു. 60-ലെ തെരഞ്ഞെടുപ്പിൽ അത്ഭുതകരമായി കോൺഗ്രസ് ചേരി വിജയിക്കുകയാണ് ചെയ്തത്. അപ്പോൾ 57 ഇപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ഇടതുപക്ഷക്കാരെല്ലാം മോശം, പക്ഷേ EMS ഒക്കെ വലിയ ഗംഭീരമാണ് എന്ന് പറയുന്നവർ പോലും അവർക്ക് അത്ഭുതം തോന്നുന്ന ഒരു ജനവിധിയാണത് 60-ൽ ഉണ്ടായത്. അപ്പോൾ അതാണ് EMS പിന്നെ ഈ 67-ൽ വന്ന സപ്തകക്ഷി മുന്നണി എന്നൊരു ആശയം തന്നെ കൊണ്ടുവരുന്നത്. അന്ന് അദ്ദേഹം പിന്നെ എല്ലാം തുറന്ന് പ്രഖ്യാപിക്കുന്ന ആളാണ്. കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ഞങ്ങൾ ഏത് ചെകുത്താനോടും കൂട്ടുകൂടും എന്നുള്ള പ്രഖ്യാപനത്തോടെ മുസ്ലിം ലീഗ് ആദ്യമായിട്ടൊരു മാന്യമായ ഒരു സഖ്യകക്ഷിയായി ഭരണത്തിൽ വരുന്നത് ആദ്യമായിട്ട് EMSൻ്റെ ആ സപ്തകക്ഷി മുന്നണിയുടെ കാലത്താണ്. അന്നുണ്ടായത് ഈ ഇടതുപക്ഷ വിരുദ്ധ വോട്ടുകളെ നെടുകെ പിളർന്ന ഒരു മുന്നണി രാഷ്ട്രീയം. നെടുകയല്ല, വാസ്തവത്തിൽ അതിന് വലിയ നേട്ടം. കോൺഗ്രസിന് 9 സീറ്റ് മാത്രമായി. കേരള കോൺഗ്രസ് 2ഇടത്തും ഇല്ലാതെ മാറി. ഇങ്ങനെ ഇടതുപക്ഷ കക്ഷികളും മുസ്ലിം ലീഗിനെ പോലത്തെ ഒരു കക്ഷിയൊക്കെ വന്നപ്പോഴേക്കും അപ്പോൾ അതിനെ പിളർക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് തന്നെ EMS മുന്നിൽ കണ്ടു. പിന്നെ മാത്രമല്ല, ഈ മൈനോറിറ്റീസിൻ്റെ ഇടയിൽ എല്ലാ കാലത്തും ന്യൂനപക്ഷങ്ങൾ ഏറെയും കോൺഗ്രസിനൊപ്പം നിന്നതാണ്. ആ മൈനോറിറ്റീസിൻ്റെ ഇടയിൽ ഒന്ന് കടന്നു കയറുക എന്ന് പറയുന്നത് വലിയ ശ്രമകരമായിട്ടുള്ള
പരിപാടിയാണ് ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചത്. അത് പലതവണ EMS പോലെയുള്ളവരും പിന്നീടുള്ള നേതാക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ ഈ ഒരു സ്ഥായി ആയിട്ടുള്ളൊരു ദൗർബല്യം ഇപ്പോഴും ആ മൈനോറിറ്റീസിൻ്റെ ഉള്ളിൽ കാര്യമായ സ്വാധീനം ചെലുത്താൻ പറ്റുന്നില്ല എന്നുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു 67 വലിയ നേട്ടം. ആദ്യമായിട്ട് കേരളത്തിലെ ഈ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വമുള്ളവരെയൊക്കെ ഇങ്ങോട്ട് ആകർഷിച്ചു. പറയുന്നത് ഏതാണ്ട് നമ്മൾ ഈ കാണുന്ന ഈ അങ്ങനെ അതൊരു പ്രോ ആക്റ്റീവ് ആയിട്ടുള്ളതാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ 20 വർഷം നടന്നത് ഏതാണ്ട് ഇടതുപക്ഷ വിരുദ്ധ വോട്ടുകൾ BJPയുടെ ഒരു ശക്തി പ്രാപിച്ചതോടുകൂടി അത് രണ്ടായി. അപ്പോൾ ഈ ഒരു സാമ്പ്രദായികമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം 5 വർഷം നടക്കുന്നതിനെ ആ ഒരു പ്രതിഭാസത്തെ ഇത് വളരെ വലിയ തോതിൽ ദുർബലപ്പെടുത്തി. അപ്പോൾ ഈ വരവാണ് നമ്മൾ കാണുന്നത് ഈ 20 വർഷത്തെ. ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രോ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ശ്രമത്തിനപ്പുറം ഇതൊരു ഇങ്ങനെ ഒരു സ്ട്രക്ചറൽ ഒരു ഡിഫോൾട്ട് സിറ്റുവേഷനിലേക്ക് വന്ന് മാറുകയാണ് ഈ ഉണ്ടായത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ നേട്ടത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം, മറ്റു പല കാരണങ്ങളും ഉണ്ടെങ്കിൽ പക്ഷേ സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ 21-ന് ശേഷം നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ ഈ കാണുന്നത് അതിനൊരു വ്യത്യാസം വരുന്നത് എൻ്റെ ഒരു കണക്കുകൂട്ടലുണ്ടായിരുന്നത് പ്രധാനമായിട്ട് ഈ ആദ്യത്തെ ഒരു ഘട്ടത്തിൽ ഒരു 15% വരെയെങ്കിലും അത് കോൺഗ്രസ് വോട്ടുകളെയാണ് BJP വോട്ടുകൾ കടന്നാക്രമിച്ചെങ്കിൽ 15% അതിൻ്റെ മുകളിലേക്കും പോയി തുടങ്ങുമ്പോഴേക്കും അല്ലെങ്കിൽ 15-ന് അടുത്ത് നിന്ന് 10-12 കഴിഞ്ഞ് അത് വളർന്നു തുടങ്ങുമ്പോഴേക്കും അത് കൂടുതലും കാരണം എന്താ പറയുക ആ വോട്ട് ശേഖരം കഴിഞ്ഞു, എക്സോസ്റ്റഡായി. ഇനിയുള്ളത് ഇടതുപക്ഷത്താണ്. ഇടതുപക്ഷത്ത് സാമാന്യം വലിയ ഹിന്ദു വോട്ടുകളുടെ കേന്ദ്രീകരണമുള്ള ഒരു സംഘടന. അങ്ങനെയാണ് ഈ കഴിഞ്ഞ നമ്മൾ കാണുന്നത് SNDP, ഈഴവ സമുദായം ഒക്കെ കാര്യമായി ആദ്യം നായർ സമുദായത്തിൻ്റെ ഒരു വലിയ വിഭാഗം കോൺഗ്രസിൽ നിന്ന് ഇങ്ങോട്ട് മാറിയെങ്കിൽ പിന്നെ നമ്മൾ കാണുന്നത് ഈ ഇടതുപക്ഷത്തിനൊപ്പം നിന്ന ഈ വിഭാഗങ്ങൾ കൂടെ. അപ്പോൾ അത് 15-ൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് 15 മുഴുവൻ കോൺഗ്രസിൽ നിന്ന് കിട്ടിയെങ്കിൽ പിന്നെയുള്ള വളർച്ച 15 എന്ന് ഞാൻ പറയുന്ന ഒരു സംഖ്യയാണ്. 15 അല്ല, ശരിക്കും 12-13 ആകുമ്പോഴേക്കും ഈ ഇടതുപക്ഷത്തിനാണ്. അപ്പോൾ ഈ രണ്ടാം ഘട്ടത്തിൽ ഇതിൻ്റെ ഗുണഭോക്താവ് UDF ആവുക. അതുവരെ ഗുണഭോക്താവ് LDF ആയിരുന്നെങ്കിൽ ഈ ഗുണഭോക്താവായിട്ട് ഇവർ മാറുന്നു, UDF ആവുകയും ഇതിൻ്റെ നഷ്ടം കൂടുതലും ഈ 20%-ലേക്ക് വരുമ്പോൾ പിന്നെ കാണുന്നത് അത് ഒരു കണക്ക് മാത്രമല്ല, വെറും ഒരു എന്താ പറയുക എംപിറിക്കലായിട്ട് നോക്കുവാണെങ്കിലും, കാരണം നമ്മൾക്ക് ചുറ്റിനും കാണുന്ന ഇടതുപക്ഷത്തിനോടൊക്കെ ആഭിമുഖ്യം ഉണ്ടായിരുന്ന ഒരുപാട് വിഭാഗങ്ങൾ ഇപ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ വലതുപക്ഷത്തേക്കോ ഈ ഭൂരിപക്ഷ മതത്തിൻ്റെ അനുയായികളായിട്ടൊക്കെ മാറുന്നത് നമ്മുടെ ചുറ്റിനും കാണുന്നതാണ്. അത് ഇടതുപക്ഷത്തിൻ്റെ ഒരു മാത്രമായ ശ്രമമല്ല, പൊതുവെ കാണുന്ന. അപ്പോൾ ഇതെല്ലാം വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ഈ കഴിഞ്ഞ തുടർച്ചയായിട്ടുള്ള അടുത്ത കാലത്തുണ്ടായ പരാജയങ്ങൾക്ക് അതൊരു പക്ഷേ കാരണമായേക്കാം. കാരണം ഈ ഇടതുപക്ഷത്തിൽ നിന്നുള്ള വോട്ട് അത് ഇടതുപക്ഷം തന്നെ ആ കണക്കുകൾ എടുത്തിട്ടുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ നഷ്ടം വന്നത് ഈ അതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ കാണുന്ന ചില SNDP ആയിട്ടും NSSുമായിട്ടും അയ്യപ്പ സംഗമം തുടങ്ങിയ ഒരുതരം ഹിന്ദു സമീപനം എന്ന് വിളിക്കാവുന്ന തരത്തിലുള്ള കാരണം നഷ്ടപ്പെട്ടു പോകുന്ന ഹിന്ദു വിഭാഗങ്ങളെ പിടിച്ചു നിർത്താതെ നിവൃത്തിയില്ല എന്നുള്ളത് ഇടതുപക്ഷത്തിൻ്റെ ചില നേതാക്കളുടെ പ്രസ്താവന, AK ബാലൻ്റെ പ്രസ്താവന നമ്മൾ കേട്ടു, വിജയരാഘവൻ, അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഒരു ബോധപൂർവമായിട്ടുള്ള ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണോ എന്ന് ചോദിച്ചാൽ അത് ആയിരിക്കില്ല. പക്ഷേ അറിഞ്ഞോ അറിയാതെയോ ഇടതുപക്ഷം വല്ലാതെ അങ്കലാപ്പിലായി പോയത് ഇതുകൊണ്ടാണ്. ഒരു കാഴ്ചപ്പാടിൽ കാണുകയാണെങ്കിൽ ഇവരുടെ ഒരു നിസ്സഹായാവസ്ഥയും കൂടെ കാണാം. കാരണം മൈനോറിറ്റീസിൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പ്രധാനമായിട്ട് കാണുന്ന മറ്റൊരു സംഗതി, ഇടതുപക്ഷം മൈനോറിറ്റീസിൻ്റെ ഇടയിൽ പുതിയ സ്വാധീനങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിനിടയിൽ ഈ മോദി വന്നതിന് ശേഷവും കോൺഗ്രസിൻ്റെ ഹിന്ദുത്വ സമീപനം കാരണവും CAA മുതലായ പ്രശ്നങ്ങളൊക്കെ കാരണം കൂടുതൽ ഇടതുപക്ഷം മുസ്ലിം വിഭാഗങ്ങൾക്ക് സ്വാധീനം വർദ്ധിപ്പിച്ച ഒരു കാലമാണ് കഴിഞ്ഞ ഒരു 10 വർഷം, ഒരിക്കലും ഇല്ലാത്ത പോലെ. പക്ഷേ അവിടെ നിന്ന് മാറി ഇപ്പോൾ നമ്മൾ കാണുന്നത് വീണ്ടും ഈ മൈനോറിറ്റീസിൻ്റെ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾ, കേരളത്തിൽ 45%, 50%-അടുത്ത് വരുന്ന വിഭാഗങ്ങൾ ഒരു കോൺസെൻട്രേഷൻ, ഒരു പുതിയ തരത്തിലുള്ള ഒരു മൊബിലൈസേഷൻ UDFൻ്റെ പക്ഷത്ത് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ മൈനോറിറ്റീസ് എല്ലാം UDFൽ പോവുകയും ഹിന്ദുക്കളിൽ കൂടുതൽ വിഭാഗങ്ങൾ BJPയിലേക്കും പോകുമ്പോൾ പാർലമെൻ്ററി വ്യവസ്ഥയിൽ തെരഞ്ഞെടുപ്പ് മത്സരിക്കുകയും ജയിക്കുകയും ചെയ്യുക എന്നുള്ളത് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചുള്ള എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് അവരുടെ ഒരു നിസ്സഹായാവസ്ഥയാണോ എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. പക്ഷെ അങ്ങനെ ഒരു ഇതിൻ്റെ ഇടയിൽ പെട്ടു നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇടതുപക്ഷം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ മനീഷിൻ്റെ ആദ്യത്തെ ചോദ്യമായി ഇനി എന്താണ് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നതെന്ന് നോക്കുകയാണെങ്കിൽ ഇതുവരെയുള്ള സൂചനകൾ തീർച്ചയായിട്ടും UDFനൊരു മേൽക്കൈ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഇതെങ്ങനെയാണ് ഇപ്പോൾ 20-ൽ നിന്ന് 15% ആയപ്പോഴും
ഇപ്പോൾ ഇവിടെ ഇടതുപക്ഷ നേതാവിനുമായിട്ടുള്ള ഞാൻ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ തിയറി ശരിയല്ല. കാരണം 20%-ത്തിലായിരുന്നു 15% വന്നപ്പോഴും ഇടതുപക്ഷത്തിനാണ് കൂടുതൽ നഷ്ടമുണ്ടായത്. അതുകൊണ്ട് ആ 15 എന്നുള്ളത് ഒരു എന്താ തൊടാൻ പാടില്ലാത്ത ഒരു പവിത്ര സംഖ്യയൊന്നുമല്ല. ഞാൻ പറഞ്ഞു 10-ൽ നിന്ന് വളർന്നു തുടങ്ങിയപ്പോഴേക്കാണ്. അങ്ങനെ നോക്കുമ്പോൾ നിലവിൽ ഗ്രൗണ്ടിലെ പിന്നെ ഘടകങ്ങൾ കാണുന്നത് ഒരു ഭരണവിരുദ്ധ വികാരത്തിന് സാധ്യത. അത് പരമ്പരാഗതമായ മലയാളിയുടെ തെരഞ്ഞെടുപ്പ് രീതിയായാലും ഈ പുതിയ തരത്തിലുള്ള മൈനോറിറ്റീസിൻ്റെ ഒരു പുതിയ തരത്തിലുള്ള ഒരു കേന്ദ്രീകരണം UDF-ൽ വന്നതും BJP ഹിന്ദു വിഭാഗങ്ങളെ ആകർഷിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വിജയം LDF-ന് ലഭിക്കണമെങ്കിൽ വളരെ അത്ഭുതകരമായിട്ടുള്ള ചില ഘടകങ്ങൾ അവിടെ പ്രവർത്തിക്കണം. അതുകൊണ്ട് ഒരു സാധാരണ രീതിയിൽ നോക്കുമ്പോൾ അതിനുള്ള സാധ്യത ഞാൻ വളരെ കുറച്ചാണ് കാണുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പാണ്, എന്ത് അത്ഭുതങ്ങൾ സംഭവിക്കാം. ഈ സാർ പറഞ്ഞതിൻ്റെ ഒരു തുടർച്ചയും തന്നെ എടുക്കുകയാണെങ്കിൽ ഇപ്പം ഈ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഉറപ്പായും ഈ കോവിഡാനന്തര ജനവിധി എന്നുള്ള ഫാക്ടറിനപ്പുറത്ത് ഇപ്പോൾ ന്യൂനപക്ഷ സമൂഹം നേരത്തെ UDF-നോടൊക്കെ അടിയുറച്ചു നിന്ന ഒരു വിഭാഗത്തിൻ്റെ കൂടി വലിയ പിന്തുണ ആർജിക്കാൻ പറ്റിയെന്നിടത്ത് ഇപ്പോൾ പൗരത്വ പ്രക്ഷോഭം പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ബീഫ് കൊലയടക്കമുള്ള കാര്യത്തിൽ ഒരു ന്യൂനപക്ഷം അരക്ഷിതമാവുന്ന ഘട്ടത്തിൽ ഇതൊരു ഒറ്റത്തുരുത്താണെന്നുള്ള തോന്നലുണ്ടാക്കാൻ, അങ്ങനെ സെക്യുലർ ഫാബ്രിക്കിന് കരുത്തു പകരുന്നൊരു തോന്നലുണ്ടാക്കാൻ ഒരു ഭരണാധികാരി എന്നുള്ള രീതിയിലും സർക്കാർ തലത്തിലും സാധിച്ചു എന്നുള്ളൊരു സംഗതി നമ്മൾക്ക് ഈ രണ്ടാം വരവിന് ഒരു കാരണങ്ങളിലൊന്നായിട്ട് പറയാൻ പറ്റുവാണെങ്കിൽ ഇപ്പോൾ അത് കുറെ കൂടി ഒരു മൃദു ഹിന്ദുത്വം ഇപ്പോൾ പാലക്കാട് ഇലക്ഷനിൽ അത് പരസ്യമായിട്ട് UDF ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ അയ്യപ്പ സംഗമം നടക്കുമ്പോഴും അല്ലെ വെള്ളാപ്പള്ളി തുടർച്ചയായിട്ടൊരു മലപ്പുറത്തിനെതിരെയും അല്ലെങ്കിൽ തുടർച്ചയായ ഒരു വിദ്വേഷ ധ്രുവീകരണ പ്രസ്താവനകൾ നടന്നപ്പോൾ അതിനെ ഏതെങ്കിലും തരത്തിൽ പരസ്യമായി തള്ളിപ്പറഞ്ഞില്ലെന്ന ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു ആകത്തുകയിൽ ഈ പറഞ്ഞ ഈ ഒരു മാൻഡേറ്റ് ന്യൂനപക്ഷത്തിൻ്റെ വിഭാഗങ്ങൾക്കിടയിൽ നിന്ന് നേരത്തെ തുറന്നു കിട്ടിയിരുന്ന ഒരു സംഗതി ഈ പറഞ്ഞ മൂന്നാം വരവിലേക്ക് ഏതെങ്കിലും തരത്തിലൊരു തടസ്സമായിട്ടോ പ്രതിബന്ധമായിട്ടോ ഇടതുപക്ഷത്തിന് മുന്നിൽ നിൽപ്പുണ്ടെന്ന് തോന്നുന്നുണ്ടോ? തടസ്സമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മൈനോറിറ്റീസിൻ്റെ ഒരു വിശ്വാസം ആർജിക്കാനുള്ള ഒരു കാര്യമായ ശ്രമം ഇടതുപക്ഷത്തിന് ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് അതിന് ശേഷം ഈ CA വിരുദ്ധ സമരത്തിനൊക്കെ ശേഷം അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, അഖിലേന്ത്യാ തലത്തിലുള്ള രാഷ്ട്രീയ കാര്യങ്ങൾ അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം കോൺഗ്രസ് എത്രമാത്രം ദുർബലമാണെങ്കിലും, രാഹുൽ ഗാന്ധി എത്രമാത്രം ദുർബലനാണെങ്കിലും, കോൺഗ്രസ് വടക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ചും ഒരു മൃദു ഹിന്ദു മാത്രമല്ല മൃദു ഹിന്ദുത്വ സമീപനം തന്നെയാണ് പ്രഖ്യാപിച്ചു തന്നെ തെരഞ്ഞെടുപ്പ്. ഇതൊക്കെ ആണെങ്കിലും ഈ ദേശീയ തലത്തിൽ നോക്കുമ്പോൾ BJP-യുടെ ശക്തി അതിശക്തമായി കൂടുതൽ വളരുകയും ചെയ്യുന്ന ഒരു അങ്കലാപ്പ് പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗങ്ങളിലുണ്ട് എന്നുള്ള സംശയമില്ല. അത് ഓരോ ദിവസം കഴിയുന്തോറും അത് വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം മുസ്ലിം വിഭാഗത്തിനെ ഈ ദേശീയ തലത്തിലുള്ള എല്ലാ രീതികളിൽ നിന്നും ഡിസെൻഫ്രാഞ്ചൈസ് ചെയ്യുക എന്ന് പറയുന്ന പോലെ ഒരു പൂർണ്ണമായിട്ടും അരികുവൽക്കരിക്കുന്ന കൃത്യമായ നയങ്ങൾ, അതിനെപ്പറ്റി ഒരു സംശയമില്ലാത്ത പോലെ നയങ്ങൾ, ഒരു മുസ്ലിം സാന്നിധ്യം പോലും പാർലമെൻറ്റിൽ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയം കൂടുതൽ ശക്തമാവുന്ന ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും അതിനൊരു വലിയ അതിൻ്റെ ചില പ്രയോജനമൊക്കെ ഇടതുപക്ഷത്തിന് ആ സമയത്ത് കിട്ടിയെങ്കിലും പിന്നെ ഉണ്ടാവുന്നത്, നിങ്ങൾ ദേശീയ തലത്തിൽ വീണ്ടും രാഹുൽ ഗാന്ധിയെ പോലെ ഒരു നേതാവ് കൂടുതൽ എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വർദ്ധിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ മുസ്ലിം വിഭാഗങ്ങൾക്ക് ഇതല്ലാതെ മറ്റൊരു സാധ്യതയില്ല എന്നുള്ളൊരു തോന്നലിലേക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു പ്രതിരോധവും പ്രതിപക്ഷം തീർച്ചയായിട്ടും. അപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ പിന്നെ ദേശീയ തലത്തിൽ ഇടതുപക്ഷത്തിനുണ്ടായിരിക്കുന്ന ക്ഷീണം അത് ഒരു തിരിച്ചുവരവില്ലാത്ത പോലെ ക്ഷീണിച്ചിരിക്കുന്ന ഒരു കാലമാണ്. കാരണം ഇപ്പോൾ ബംഗാളിലും മറ്റും യാതൊരു തിരിച്ചുവരവിൻ്റെ ഒരു സൂചന പോലുമില്ല. അങ്ങനെ ആവുമ്പോൾ ഈ ഇന്ത്യ എന്നുള്ള ആശയവും അതിനകത്തൊരു സെക്യുലറിസവും അതിൽ ന്യൂനപക്ഷങ്ങളുടെ ന്യായമായിട്ടുള്ള അവകാശങ്ങൾക്ക് സംരക്ഷിക്കാനുള്ള എന്തൊക്കെ കുഴപ്പങ്ങളുണ്ടെങ്കിലും ഒരു ചെറിയ തുരുത്ത് പോലെ ഒരു സാധ്യത കോൺഗ്രസിൽ അവർ കാണുന്നുണ്ട്. അത് കേരളത്തിലും കാണുന്നുണ്ട്. അപ്പോൾ പാർലമെന്റ് ഇലക്ഷനിൽ പോലും ആ ഇമ്പാക്ട് പാർലമെന്റ് ഇലക്ഷനിൽ കാണുന്നുണ്ട്. പിന്നെ എല്ലാ പാർലമെന്റ് ഇലക്ഷൻ, അപ്പോൾ പലരും പറയാറുണ്ട് എല്ലാ പാർലമെന്റ് ഇലക്ഷനിൽ, പക്ഷേ ആ പാർലമെന്റ് ഇലക്ഷൻ പോലെ അല്ല ഇത്തവണ എന്നുള്ളത്. പിന്നെ കേരളത്തിൽ അവരുടെ രാഹുൽ ഗാന്ധിയുടെയും തുടർന്ന് പ്രിയങ്ക ഗാന്ധിയുടെയും സാന്നിധ്യം ഇന്ന് മാത്രമല്ല, ഇന്ന് ദേശീയ തലത്തിൽ കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ അണിനിരക്കുന്നതിലേറെയും കേരളത്തിലുള്ള ആൾക്കാരാണ്. അതായത് KC വേണുഗോപാൽ മുതൽ ഹൈബി ഈഡൻ വരെയുള്ളവരായാലും പാർലമെന്റിലായാലും. അപ്പോൾ അത് കോൺഗ്രസിൻ്റെ ഒരു
ദൗർബല്യമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഈ കൊച്ചു കേരളത്തിൽ നിന്നുള്ള കുറച്ച് എം പിമാർ മാത്രമേ ഉള്ളൂ കോൺഗ്രസ് ഈ രാഹുൽ ഗാന്ധിക്കൊപ്പവും പ്രിയങ്ക ഗാന്ധിക്കൊപ്പവും ഉള്ളൂ. അപ്പോൾ പാർലമെന്ററിയിൽ രാഹുൽ ഗാന്ധി പറയുന്ന ഒരു ഹിന്ദുത്വ വിരുദ്ധ രാഷ്ട്രീയം പറയാൻ പറ്റുന്നത് അതാണ്. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ കേരളത്തിൻ്റെ മൈനോറിറ്റീസിനെ സംബന്ധിച്ചും പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നിവൃത്തിയില്ലാത്ത പോലെ അതിനെ ആശ്രയിച്ച് ഒരു 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 അവരുടെ ഒരു കൂടെ വന്നു നിൽക്കുന്ന ഒരു അവസ്ഥ. ഈ ഘട്ടത്തിലാണ് ഇടതുപക്ഷം ബോധപൂർവം ഒരു ഹിന്ദു സമീപനം സ്വീകരിക്കുന്നതാണോ എന്നുള്ളത് തർക്ക വിഷയമാണെങ്കിലും അറിഞ്ഞോ അറിയാതെയോ വന്ന് സംഭവിച്ചതെല്ലാം അതുമായിട്ട് ആ രീതിയിലാണ് വന്നിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ശബരിമല പോലത്തെ ഒരു കാര്യത്തിൽ പിന്നോക്കം പോയതായാലും പിന്നീട് നേരത്തെ പറഞ്ഞ പോലെ വെള്ളാപ്പള്ളി നടേശനുമായിട്ടുള്ള ഒരു കാരണവശാലും ന്യായീകരിക്കാനാവാത്ത ഈ സൗഹൃദത്തിൻ്റെ കാര്യമില്ലായാലും SNDP NSSുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്നതിലായാലും ഒക്കെ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സാധാരണ ഒരു ന്യൂനപക്ഷ സമുദായ അംഗത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സ്വാഭാവികമായിട്ടുള്ള ഞങ്ങളുടെ നാച്ചുറൽ അലയാണ്, അല്ലെങ്കിൽ ഒരു സ്വാഭാവിക സഖ്യകക്ഷിയാണ്, ഞങ്ങളുടെ സ്വാഭാവികമായിട്ടുള്ള ആശ്രയമാണ് കോൺഗ്രസ്. അവരെത്രമാത്രം അതൊരു ദുർബലമായിട്ടുള്ള ആഗ്രഹമാണെങ്കിലും, കാരണം വളരെ വലിയ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് കോൺഗ്രസ് അവിടെ ഒട്ടും പക്ഷേ ഒന്നുമില്ലാത്ത ഒരു നടുക്കടൽ പെടുന്ന ഒരാൾക്ക് എന്താ പറയുക, ഒരു വൈക്കോൽ തുരുമ്പ് പോലും അതിനൊരു പിടിച്ചു തൂങ്ങും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കേരളത്തിലെ മൈനോറിറ്റീസിൻ്റെ ഇടയിൽ. അപ്പോൾ അത് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയെ പോലെ ഒരു മൗലികവാദ വിഭാഗത്തിനെ വിമർശിക്കേണ്ടതും എതിർക്കേണ്ടതും ഒക്കെ വളരെ ശരിയാണ്. കാരണം അത് ഇസ്ലാമിക മൗലികവാദം എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷ വർഗീയത എന്ന് പറയുന്നത് ഭൂരിപക്ഷ വർഗീയതയുടെ ഒപ്പം എന്നുള്ളതല്ല, ഭൂരിപക്ഷ വർഗീയതയെ പാലൂട്ടി വളർത്തുന്ന പരസ്പരം കൊടുക്കൽ വാങ്ങൽ നടത്തുന്നതാണ്. നിങ്ങൾക്ക് ഭൂരിപക്ഷ വർഗീയതയെ വിമർശിക്കാനുള്ള നിങ്ങളുടെ എന്താ പറയുക ലോക്കൽ സ്റ്റാൻഡി എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രതിരോധത്തിന് വളരെ പ്രധാനമാണ്. നിങ്ങൾ ഈ എല്ലാ വിഭാഗങ്ങളെയും, കാരണം അല്ലെങ്കിൽ അത് ഭൂരിപക്ഷ വർഗീയത അതിന് മുതലെടുക്കും. അത് ശരിയാണ്. പക്ഷേ ഈ ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു പ്രധാന പ്രശ്നത്തിൽ ജമാഅത്ത് ഇസ്ലാമി മുതൽ മുസ്ലിം ലീഗ് വരെ ആയാലും ഈ ഒരു വശത്ത് നിരന്തരമായിട്ടുള്ള ആക്രമണം അറിഞ്ഞോ അറിയാതെയോ ഇൻഡയറക്റ്റ് ആയിട്ട് പോലും വരുമ്പോൾ അതിന് വേണ്ട പോലെ ഒരു ബുദ്ധിപൂർവമായിട്ടുള്ള വിവേകപൂർണമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുകയും അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടത് ഒക്കെ കാര്യങ്ങളുണ്ട്. അവിടെയൊക്കെ ഇടതുപക്ഷം പരാജയപ്പെട്ടു. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഒരു മുസ്ലിം വിരുദ്ധ സ്വഭാവം അർഹിക്കുന്നതാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. പക്ഷേ ഒരു മുസ്ലിം വിരുദ്ധ നിലപാടുകളാണ് കൂടുതലും മേൽക്കൈ നേടിയിരിക്കുന്നത് ഇടതുപക്ഷത്ത് എന്ന് തോന്നുന്ന ഒരു സാധാരണ ന്യൂനപക്ഷ വിഭാഗക്കാരനെ കുറ്റപ്പെടുത്താൻ കഴിയില്ലെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഈ പറയുന്നത് ഇപ്പം മൂന്നാം ഊഴം എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം പതിവിൽ നിന്ന് വിഭിന്നമായിട്ട് ഇവിടെ സച്ചിദാനന്ദൻ അടക്കമുള്ള സാറാ ജോസഫ് അടക്കമുള്ള ഇവിടുത്തെ സാഹിത്യ സാംസ്കാരിക നായകർ, നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു ഭരണ തുടർച്ച എന്ന് പറയുമ്പോൾ വികസനത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പേരിലോ അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് വൽക്കരണത്തിൻ്റെ കാര്യത്തിലോ ഉന്നയിക്കുന്നതിന് പകരം അവിടെ ഒരു ഏകാധിപത്യ പ്രവണതയുടെ തുടർച്ചയുണ്ടാവുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന ഇടതുപക്ഷ ആശയങ്ങളിൽ നിന്നുള്ള പൂർണ്ണമായുള്ളൊരു നയവ്യതിയാനം ഉണ്ടാവുന്നു എന്ന് പറയുന്നൊരു ആദിയോ ആശങ്കയോ കലർന്ന തരത്തിലുള്ളൊരു ഭരണ തുടർച്ച വേണ്ടതില്ല എന്നാണ് നമ്മുടെ സാംസ്കാരിക നായകരുടെ പക്ഷത്തു നിന്ന് ഞാൻ പറഞ്ഞൊരു എണ്ണത്തിൽ കുറവെങ്കിലും ഒരുപക്ഷം ആളുകൾ പറഞ്ഞിരുന്നത്. അതും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് പുതുമയുള്ളൊരു കാര്യമായിരുന്നു. അത് ശരിയാണ്. അത് പക്ഷേ ഇപ്പോൾ മനീഷ് പറഞ്ഞ പോലെ അത് എനിക്ക് തോന്നുന്നത് അത് കൂടുതൽ തീർച്ചയായിട്ടും അവരുടെ ചില വാദമുഖങ്ങളിൽ ന്യായമാണ്. കാരണം അധികാരം ദൂഷിപ്പിക്കും, അമിതമായി ദൂഷിപ്പിക്കും, അതൊക്കെ സത്യമാണ്. അത് ഇടതുപക്ഷത്തിൻ്റെ 10 വർഷത്തെ ഭരണത്തിൽ അത് വളരെ പ്രകടവുമാണ്. പലതരത്തിലുള്ള ജീർണതകളും പലതരത്തിലുള്ള ആദർശങ്ങളുടെ തകർച്ചയുമൊക്കെ നമ്മൾ കാണുന്നതാണ്. പക്ഷേ ഒരു പാർലമെൻ്ററി രാഷ്ട്രീയം, അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനോട് ആ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു സാംസ്കാരിക പ്രവർത്തകർക്ക് ആവശ്യമാണ്. പക്ഷേ രാഷ്ട്രീയം എന്ന് പറയുന്നത് പൊളിറ്റിക്സ് ഓഫ് ദ പോസിബിളാണ്. അവിടെ വാസ്തവത്തിൽ അത് ഒരു എന്താ പറയുന്നത്, യാതൊരു മൂല്യങ്ങളുമില്ലാത്ത ഒരു കാര്യമാണ്, അങ്ങനെയാണ് വേണ്ടത് എന്നാണ് മാക്കിവെല്ലിയൊക്കെ പറയുന്നത്. പക്ഷേ അങ്ങാറ്റം വരെ പോയില്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങളൊരു പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പ് മത്സരിക്കുകയും തെരഞ്ഞെടുപ്പിൽ അധികാരം കൈയടക്കുകയും ജയിക്കുകയും ചെയ്യുക എന്നുള്ളത് പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്നിടത്തോളം നിങ്ങളെ സംബന്ധിച്ചോളം അത് അത്യന്താപേക്ഷിതമാണ്. അല്ലാതെ മറ്റൊരു ഓപ്ഷൻ അവിടെ ഇല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സച്ചിദാനന്ദൻ ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് ഇടതുപക്ഷത്തിന് ഇനി ഞങ്ങൾ തോറ്റേക്കാം എന്ന് തീരുമാനിക്കാൻ പറ്റില്ല. പിൻവാങ്ങുക ഒന്നുകിൽ നിങ്ങൾ
വാസ്തവത്തിൽ ഇടതുപക്ഷം പാർലമെന്റ് രാഷ്ട്രീയത്തിൽ ഇടപെടുന്നുണ്ടെങ്കിൽ അവിടെ അധികാരം ജയിക്കാൻ കൊയ്യണം. അതെ. അതിന് സംശയമൊന്നുമില്ല. ആദ്യം അധികാരം കൊയ്യുക തന്നെ വേണം. അതിന്റെ മേലെ പൊന്നാരിൻ വെട്ടാൻ പറ്റുള്ളൂ എന്ന് സംശയമില്ലാത്ത കാര്യമാണ്. അതെ. പക്ഷേ സച്ചിദാനന്ദനെ പോലെയുള്ള ഒരു കവിയാണ്. അദ്ദേഹം ഒരു കാൽപ്പനിക പിന്നെ എന്താ പറയുക, സാഹിത്യകാരുടേതായ ഒരു കാൽപ്പനിക ലോകത്താണ്. പറയുന്നതെല്ലാം പൂർണ്ണമായിട്ടും ശരി തന്നെയാണ്. പക്ഷേ അതുകൊണ്ട് എന്ത് ചെയ്യും? അതുകൊണ്ട് ഇടതുപക്ഷം എന്ത് ചെയ്യണം? ഇടതുപക്ഷം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരിക്കണോ? പരാജയപ്പെടണോ? ഇതിനൊരു ഉത്തരവില്ല. അല്ലെങ്കിൽ അവർ ഇപ്പൊ ഗാന്ധിജി പറഞ്ഞ പോലെ കോൺഗ്രസിനെ പിരിച്ചുവിടണം എന്ന് പറഞ്ഞ പോലെ ഇടതുപക്ഷത്തെ പിരിച്ചുവിടണം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ പിന്നെ രാഷ്ട്രീയത്തിൽ മത്സരിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് എനിക്കൊന്ന് വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള, അതേ സമയത്ത് അതിനകത്ത് ചില അടിസ്ഥാനപരമായ കാര്യങ്ങളോട് യോജിപ്പുണ്ട്. അപ്പം ഇടതുപക്ഷത്തിനെ അതിന് പകരം ഇടതുപക്ഷത്തിന്റെ തെറ്റുകളെ നിരന്തരമായി വിമർശിക്കുക, അതിനിശ്ചിതമായി വിമർശിക്കുക. തെറ്റുകളിൽ നിന്ന് നിങ്ങൾ ചിലപ്പോൾ അത് മറ്റൊരു രീതിയിലായിരിക്കും അദ്ദേഹം പറഞ്ഞത്. ആ തെറ്റുകൾ, നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. പക്ഷെ ഈ രീതിയിൽ പറഞ്ഞാൽ ആ ഉദ്ദേശം പോലും ഫലിക്കാതെ പോകും. കാരണം നിങ്ങൾ പിന്നെന്താ ഓപ്ഷൻ? നിങ്ങൾ മത്സരിക്കാതിരിക്കണോ? അത് പറ്റില്ല. രണ്ടാമത്തെ കാര്യം, പക്ഷേ പകരം എന്താണ്? പകരം UDF ആണോ? നിങ്ങളൊരു 10 വർഷം മുമ്പത്തെ ഒരു സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ UDFന് ഇതിലും ഭേദപ്പെട്ട എന്തെങ്കിലും ഒരു അംശം നിങ്ങൾക്ക് UDFൽ കാണാൻ കഴിയുന്നുണ്ടോ? നയങ്ങൾ, രാഷ്ട്രീയ നയങ്ങളിലാകട്ടെ, സാമുദായിക, ഒരുപക്ഷെ സാമുദായിക ശക്തികളെ കൂടുതൽ പ്രീണിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയത്തിൻ്റെ ബാക്കിയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വക്താക്കളായിരുന്നു അവർ. അഴിമതിയുടെ കാര്യത്തിൽ സംശയമില്ല. വികസനത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇടതുപക്ഷം അഭിമാനിക്കുന്ന അല്ലെങ്കിൽ അവകാശപ്പെടുന്ന അത്രയൊന്നും അവർക്ക് കഴിഞ്ഞുണ്ടോ എന്നുള്ളത് അത് പിന്നെ വേറൊരു വിഷയം, അത് പോട്ടെ. പക്ഷേ നിങ്ങൾ 10 വർഷം മുമ്പ് ഈ കേരളീയ ജനത വോട്ട് ചെയ്ത് പരാജയപ്പെടുത്തിയത് വെറുതെ ആയിരുന്നില്ല. കാരണം അവർ ചെയ്ത ഒരുപാട് തെറ്റുകൾ, ആ തെറ്റുകൾ ചെയ്യുന്ന ഒരു സംഘടനയെ വീണ്ടും കൊണ്ടുവരിക എന്നുള്ളതല്ലേ അതിന് ഒരു ഫലം ഉണ്ടാവുക. അതൊരു സംശയമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു നിലവിൽ സാംസ്കാരിക നായർക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ പറയാൻ കഴിയുമെങ്കിലും രാഷ്ട്രീയത്തിൻ്റെ റിയൽ പൊളിറ്റിക് എന്ന് പറയുന്ന യഥാർത്ഥ രാഷ്ട്രീയത്തിൽ ഈ ഒരു നിലപാടിന് വാസ്തവത്തിൽ അതിനെ ഒരു ഇടതുപക്ഷത്തിനെ റിഫോം ചെയ്യുക, ഇടതുപക്ഷത്തിൻ്റെ തെറ്റുകളിൽ നിന്ന് ഇടതുപക്ഷത്തിനെ മോചിപ്പിക്കുക. ഇടതുപക്ഷക്കാരായതുകൊണ്ടാണ് പറഞ്ഞത് ഇവർ ഇടതുപക്ഷമാണ് എന്ന് പറയുന്നതുകൊണ്ട്, അല്ലാതെ ഇടതുപക്ഷത്തിൻ്റെ നയങ്ങളെല്ലാമാണ് അപകടം എന്ന് വിശ്വസിക്കുന്ന ഒരു നേതാവിന് അങ്ങനെ തീർച്ചയായിട്ടും പറയാം. പക്ഷേ ഇത് രണ്ടുമല്ലാത്ത ഇടതുപക്ഷമായിട്ട്, പ്രത്യേകിച്ച് ഇപ്പോൾ എത്രയൊക്കെ UDF കോൺഗ്രസ് ആണ് ഇടതുപക്ഷം എന്നൊക്കെ അവകാശപ്പെട്ടാലും ഈ കൃത്യമായ ചില നയങ്ങളിലും പ്രത്യയശാസ്ത്രങ്ങളിലും അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന സംഘടനകളാണ്. അപ്പോൾ രണ്ട് രീതിയിൽ, ഒന്ന് അത് അധികാര രാഷ്ട്രീയം വളരെ എത്രമാത്രം നമ്മൾ പിന്നെ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇടത്തര സ്വഭാവത്തിലോ കാൽപ്പനിക സ്വഭാവത്തിലോ അധികാരം വളരെ മോശമാണെന്ന് പറഞ്ഞാൽ അധികാര രാഷ്ട്രീയമാണ് അതിൻ്റെ കോർ. അപ്പോൾ അതില്ലാതെ മറ്റൊരു വ്യവസ്ഥയ്ക്കൽ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ അഭിപ്രായത്തിനോട്, അവരുടെ ഉദ്ദേശം ചിലപ്പോൾ നല്ലതായിരിക്കും, ഉദ്ദേശശുദ്ധിക്ക് മാപ്പ് കൊടുക്കേണ്ടതുമായിരിക്കും, അത് ശരിയായിരിക്കാം. പക്ഷേ പ്രായോഗികമായിട്ടുള്ള രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ വ്യവസ്ഥയിൽ അതിനത്രമാത്രം ഫലപ്രദമാവും എന്നുള്ളതിനെപ്പറ്റി എനിക്ക് സംശയമാണ്. പിന്നെ ഇപ്പുറത്ത് മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി, ഈ ഇടതുപക്ഷം പലപ്പോഴും പറയുന്നത് ഞങ്ങൾ വികസന കാര്യത്തിൽ മുന്നോട്ടാണ്. എനിക്ക് തോന്നുന്നു അതിനും അർത്ഥമില്ലാത്ത ഒരു അവകാശവാദമാണ്. കാരണം വികസനം മാത്രമാണ് ജനങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾ സർ CP രാമസ്വാമി അയ്യരെ ഇവിടെ നിന്ന് ഓടിക്കാൻ പാടില്ലായിരുന്നു. സർ CP രാമസ്വാമി അയ്യർ തിരുവിതാംകൂറിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ, ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു ഗവൺമെൻറ്റിനും ജനാധിപത്യ ഗവൺമെൻറ്റിനും കഴിയാത്ത പോലെ വ്യവസായങ്ങൾ കൊണ്ടുവരുന്നു, ഇത് കൊണ്ടുവരുന്നു. അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി കൃത്യമായ ട്രെയിനുകൾ ഓടി, കൃത്യമായ സ്കൂളുകൾ തുറന്നു, കൃത്യമായ ഓഫീസുകൾ പ്രവർത്തിച്ചു. ഇതെല്ലാം ശരിയാണ്. പക്ഷേ എന്തുകൊണ്ട് ജനങ്ങൾ അവരെ തിരസ്കരിച്ചു? ജനാധിപത്യ ബോധവും ജനാധിപത്യപരമായിട്ടുള്ള ഒരു പ്രവർത്തനം അവരിൽ നിന്നുണ്ടായില്ല എന്നുള്ളത് കൊണ്ടാണ് സർ CP രാമസ്വാമി അയ്യരുടെ മൂക്കുവെട്ടി ഓടിച്ചതും ഇന്ദിരാഗാന്ധിയെ അത്ഭുതകരമായ ജനവിധിയിലൂടെ നിങ്ങൾക്ക് പുറത്താക്കാനും കഴിഞ്ഞത്. അപ്പോൾ ഈ വികസനം മാത്രമാണ് നമുക്ക് വേണ്ടത്, വികസനത്തിൽ ഞങ്ങൾ മുന്നിലായിരുന്നു എന്ന് പറഞ്ഞ് അവകാശപ്പെടുന്ന പിന്നെ ഇടതുപക്ഷക്കാർ മനസ്സിലാക്കേണ്ടത് കാര്യം, പക്ഷേ നിങ്ങൾ മറ്റു കാര്യങ്ങളിൽ എങ്ങനെയാണ് ചെയ്തത്? നിങ്ങൾ ജനാധിപത്യപരമായാണോ പ്രവർത്തിച്ചത്? നിങ്ങൾ പ്രതിപക്ഷത്തോട് സ്വീകരിച്ച നിലപാടുകൾ ശരിയാണോ? നിങ്ങൾ പ്രതിരോധത്തിനോടും അല്ലെങ്കിൽ പ്രതിഷേധത്തിനോടും സ്വീകരിച്ചത് പൂച്ചട്ടി കൊണ്ട് തലയിലടിക്കാനും അല്ലെങ്കിൽ കറുത്ത വസ്ത്രം ധരിച്ചവരെയും കറുത്ത കൊടി ഉയർത്തിയവരെയൊക്കെ പിടിച്ച് അറസ്റ്റ് ചെയ്യാനും പാർട്ടിക്കുള്ളിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളെ അമർച്ച ചെയ്യാനും മറ്റാർക്കും പോലും ഒരു എന്താ പറയുക, ഒരു സുപ്രീം ലീഡർ എന്ന് പറയുന്ന പോലത്തെ ഒരു ഏകാധിപത്യ സ്വഭാവമുള്ള, എല്ലാവരും ആദരിക്കുന്ന, എല്ലാവരും സാഷ്ടാംഗം പ്രണമിക്കേണ്ട ഒരു നേതാവിൻ്റെ ഉയർച്ച, ഇതൊക്കെ വാസ്തവത്തിൽ വികസനത്തിന് അല്ലെങ്കിൽ വികസനം കൊണ്ടുണ്ടാവുന്ന നേട്ടം, വികസനത്തിൻ്റെ അവകാശവാദങ്ങളെ പലപ്പോഴും തകർത്ത് കളയാറുണ്ടെന്നുള്ളത് ജനാധിപത്യത്തിൻ്റെ സ്വഭാവമാണ്. അപ്പോൾ അതും വളരെ പ്രധാനമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരു മറ്റൊരു രീതിയിലാണ്
പിന്നെ ചിലർ പറഞ്ഞത്, കാരണം ഭക്ഷണം മാത്രം തന്നതുകൊണ്ട് ആയില്ല എന്ന് പറഞ്ഞത് മനസ്സിലാക്കേണ്ടത് ആദ്യം ഇടതുപക്ഷക്കാരാണ്. ഭക്ഷണം കൊടുക്കേണ്ടതാണ്, പക്ഷേ സ്വാതന്ത്ര്യം എന്നുള്ളത് കേരളം പോലൊരു സമൂഹത്തിൽ കൂടുതൽ പ്രധാനമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് രണ്ടും രണ്ട് രീതിയിൽ പ്രോബ്ലമാറ്റിക് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സുപ്രീം ലീഡർ എന്നുള്ള പരാമർശവുമായി ബന്ധപ്പെട്ട് വയ്ക്കുകയാണെങ്കിൽ CPM ഏറ്റവും ദീർഘകാലം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന, ഇടതുപക്ഷത്ത് നിന്ന് ഏറ്റവും ദീർഘകാലം മുഖ്യമന്ത്രിയാവുന്ന ഒരാൾ എന്നുള്ളതിലേക്കാണ് പിണറായി വിജയൻ എത്തുന്നത്. അവിടെ ഈ പറഞ്ഞ നമ്മൾ പുറത്തു നോക്കുകയാണെങ്കിൽ പിണറായി വിജയന് മുമ്പുള്ള CPM നയിച്ച നേതാക്കളെ നോക്കിക്കഴിഞ്ഞാൽ അവിടെയുള്ള ഒരു വ്യക്തി കേന്ദ്രീകൃത ആരാധന എന്നോ, ഇപ്പം നമുക്കതിനു മുമ്പുള്ള ഒരാളെ ക്യാപ്റ്റൻ എന്നോ കപ്പിത്താനെന്നോ അല്ലെങ്കിൽ ഇരട്ടച്ചങ്കൻ എന്നോ എന്നുള്ളത് ഞാൻ പറഞ്ഞപ്പോൾ ഇതൊരു സോഷ്യൽ മീഡിയ രൂപീകരിച്ചൊരു വാക്കാണെങ്കിൽ പോലും നേതാക്കളടക്കം അത് പ്രസംഗത്തിലോ പ്രയോഗത്തിലോ സോഷ്യൽ മീഡിയ പ്രയോഗത്തിലൊക്കെ ഏറ്റെടുത്തുള്ളൊരു സംഗതി ഉണ്ടായിരുന്നു. ഒരു ഒറ്റ നായകനിലേക്ക്, പിണറായി വിജയൻ എന്നുള്ള ഒരു ഒറ്റ നായകനിലേക്ക്, അല്ലെങ്കിൽ LDF സർക്കാരിന്റെ ഒന്നാം ഊഴം എന്ന് പറയുമ്പോൾ പിണറായി വിജയൻ സർക്കാരിന്റെ രണ്ടാം ഊഴം എന്നും പിണറായി കാലം എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരു ഒറ്റ നായകന്റെ ആശ്രയത്തിലേക്ക്, അങ്ങനെ ആശ്രയിക്കുന്ന രീതിയിലേക്ക്, പിണറായിക്ക് പകരം ഒരു ആലോചനയോ അല്ലെങ്കിൽ പിണറായി അല്ലാത്തൊരു നേതാവിലേക്ക് ഒരു എന്താ പറയാ, അങ്ങനെ ചിന്തിച്ചെടുക്കാൻ പറ്റാത്ത തരത്തിൽ CPM ദുർബലപ്പെട്ടു എന്നുള്ളൊരു പ്രശ്നം എവിടെയെങ്കിലും തോന്നുന്നുണ്ടോ? അത് സംഘടനാ തലത്തിൽ ചിന്തിച്ചാൽ തീർച്ചയായിട്ടും അതിനൊരു വശം, രണ്ട് വശമുണ്ട്. ഒരു വശം, അത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇടതുപക്ഷത്തിന് ഈ 20 വർഷം BJPയുടെ ഘടകമുണ്ടെങ്കിലും ഇടതുപക്ഷം മറ്റ് ഇടങ്ങളിലൊക്കെ ദുർബലമായപ്പോഴും ഇടതുപക്ഷത്തിനെ ഒന്നിപ്പിച്ച് നിർത്തുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തതിൽ ഒരു വളരെ പ്രധാനപ്പെട്ട സംഭാവന ചെയ്തവരാണ് ഇവർ രണ്ടുപേരും. VS അച്യുതാനന്ദൻ. ഇപ്പൊ പിണറായി വിജയനെ പോലെ തന്നെ ഒരു കൾട്ട് ഫിഗർ ആയിരുന്നു VS അച്യുതാനന്ദൻ. അദ്ദേഹത്തോടുള്ള ആരാധന വാസ്തവത്തിൽ പാർട്ടിക്കും ഐഡിയോളജിക്കും ഒക്കെ അപ്പുറത്ത് ഒരു വ്യക്തി, എന്താ പറയുക, നിഷ്ഠമായിട്ടുള്ള ഒരു ആരാധനയുടെ അങ്ങ് പരകോടിയിലാണ് അദ്ദേഹം. വിമത ശബ്ദങ്ങളായിരുന്നു. അതെ, വിമത ശബ്ദങ്ങളായിരുന്നു തീർച്ചയായിട്ടും. പക്ഷേ ആ ഡിസ്കോഴ്സ് ഉണ്ടല്ലോ, കാരണം ആരാധന, കൾട്ട് സ്റ്റാറ്റസ്, ആ കൾട്ട് സ്റ്റാറ്റസ് വാസ്തവത്തിൽ ഇപ്പൊ EMSനും ഒക്കെ വാസ്തവത്തിൽ ഒരു കാലത്തുണ്ടായിരുന്നു നമ്മൾ കരുതുന്നെങ്കിലും അതുമായിട്ടൊന്നും ഒരു താരതമ്യവും ഇല്ല. കാരണം EMS ഒക്കെ രാഷ്ട്രീയത്തിലായാലും ബൗദ്ധികമായിട്ടുള്ള ഇതിലായാലും ബാക്കി ആത്മാർത്ഥതയിലൊക്കെ വളരെ മുന്നിലാണെങ്കിലും നിങ്ങളൊരു അല്ലെങ്കിൽ AKG ക്രൗഡ് പുള്ളർ ആയിരുന്നില്ല. പക്ഷെ എന്നാലും വലിയ പറഞ്ഞ പോലെ പാവങ്ങളുടെ പടത്തലവനായുള്ള AKG. ഇതൊക്കെ ഉണ്ടെങ്കിലും ഇവരുടെയൊക്കെ സ്വാധീനവും ജനസമ്മതിയും ഏറെക്കുറെ രാഷ്ട്രീയമായിട്ട് തന്നെയാണ് നിലനിന്നത്. കാരണം ഇടതുപക്ഷത്തിന് അപ്പുറത്ത്, കാരണം ഇടതുപക്ഷ വിരുദ്ധരായിരുന്നവർ അതിശക്തമായി വിമർശിച്ചിട്ടുള്ളതാണ് EMSനെയും മറ്റും. പ്രത്യേകിച്ച് EMSനെ പോലെ ഏറ്റവും അധികം വിമർശിക്കപ്പെട്ട നേതാക്കന്മാർ അധികം ഉണ്ടായിട്ടില്ല. അത് വളരെ സാധാരണക്കാർ പോലും, വളരെ ബുദ്ധിജീവികളായാലും വളരെ അതേപോലെ മറുവശത്ത് അദ്ദേഹത്തിന് വലിയ ആരാധനാ പാത്രമായിരുന്നു. പക്ഷെ അദ്ദേഹത്തോടുള്ള ആരാധന ഏറെക്കുറെ ഇടതുപക്ഷ വിഭാഗങ്ങൾക്കുള്ളിലാണ് നിന്നത്. അതൊരു മതത്തിനും ജാതിക്കും വർഗത്തിനും ഒക്കെ അപ്പുറത്തേക്ക് അത് വ്യാപിച്ചു എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് സംശയമുണ്ട് എൻ്റെ ആ കാലത്തെ വെച്ച് നോക്കുമ്പോഴേക്കും. അതുപോലെ തന്നെയാണ് AKGയുടെ സ്വാധീനം ഏറെക്കുറെ പാവപ്പെട്ട വിഭാഗത്തിലും അത് ജനസഞ്ചയത്തിൻ്റെ ആയിരുന്നു. അത് ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള ജനസഞ്ചയത്തിൻ്റെ നായി. അച്യുതാനന്ദൻ അന്ന് വ്യത്യസ്തമായത് അത് ഈ പുതിയ കാലത്തിന്റെ സ്വഭാവം, മീഡിയ ഡിസ്കോഴ്സിന്റെ സ്വഭാവം, ഇലക്ട്രോണിക് മീഡിയ എവല്യൂഷൻ ഫാക്ടർ, എക്സാക്ട്ലി, വളരെ പ്രധാനപ്പെട്ട സംഗതിയുണ്ട്. അച്യുതാനന്ദനാണ് ഒരുപക്ഷെ ഇടതുപക്ഷത്ത് നിന്ന് സാമ്പ്രദായികമായിട്ടുള്ള ഇടതുപക്ഷ വിഭാഗത്തിന് അപ്പുറത്ത് ഒരു വലിയ പോപ്പുലർ കൾട്ടായിട്ട് മാറിയത്. കാരണം അവിടെ രാഷ്ട്രീയവും മതവും വർഗവും ഒന്നും ഭേദമില്ലാതെ, കാരണം അദ്ദേഹം വെറുതെ ഉണ്ടാക്കിയതല്ല, തീർച്ചയായിട്ടും അതിന് മറുവശത്തുണ്ടായിരുന്ന ചില തെറ്റുകൾക്കെതിരെ നിരന്തരമായി ശബ്ദിക്കുന്ന ഒരു മനുഷ്യനാണെന്നുള്ള ന്യായമായ ഒരു ഘടകമുണ്ട്. ഞാൻ വെറുതെ അദ്ദേഹം ഇങ്ങനെ ഒരു കടലാസ് കുമ്പള പോലെ വീർത്തു വന്നു എന്നല്ല പറയുന്നത്. പക്ഷെ തീർച്ചയായിട്ടും അതിനുവേണ്ടി ശ്രമിച്ചു. പക്ഷേ ആ ഒരു രീതി, ഒരു കൾട്ട് സ്റ്റേറ്റസ് എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന ഒരു സുപ്രീം ലീഡറിന്റെ ഒരു മട്ടിലേക്ക് വരുന്ന ഒരു സ്വഭാവം VS അച്യുതാനന്ദനാണ് ആദ്യം ഉണ്ടായിരുന്നത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് പിന്നെ പിണറായി വിജയനും ഏതാണ്ട് അതേപോലെ വന്നതെന്ന്. മാത്രമല്ല, പിണറായി വിജയന് ഈ നടപടികൾ എടുക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു രീതികളൊക്കെ വെച്ചിട്ട് വളരെ ശക്തനായ എടുക്കുന്ന ആളാണ്. പിന്നെ കോവിഡ് കാലത്ത് പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ക്രൈസിസ് മാനേജർ, അതാണ്. അപ്പോൾ അദ്ദേഹത്തിന് CM എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ക്രൈസിസ് മാനേജർ എന്നുള്ള രീതിയിലാണ് പലപ്പോഴും ദേശീയമാണ്. അപ്പോൾ അതിനൊക്കെ കഴിയുന്ന ഒരു ശക്തനായ, ഇച്ഛാശക്തി, അതെ, ഒരു 52 ഇഞ്ച് മോദിയെ പറ്റി പറയുന്ന പോലെ
അത് അങ്ങനത്തെ ഒരു സ്വഭാവ രീതികളും കൂടെ ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടായി. അത് പാർട്ടികൾക്കപ്പുറത്ത്. ഇപ്പോൾ കോവിഡ് കാലത്ത് പിണറായി വിജയൻ ഈ പറഞ്ഞ പോലെ ആദ്യമായിട്ട് ഇടതുപക്ഷമായിട്ട് യാതൊരു ആഭിമുഖ്യവും ഇല്ലാത്ത വിഭാഗങ്ങൾക്ക് പോലും അദ്ദേഹം വലിയ സമ്മതനായി. ഇന്നുമുണ്ട് അദ്ദേഹം അതെ. ഇപ്പം വളരെ വലിയ മിഡിൽ ക്ലാസിൻ്റെയും മറ്റ് അദ്ദേഹത്തിന് എത്രമാത്രം ശത്രുത അദ്ദേഹത്തിൻ്റെ ഒരു വിഭാഗത്തിലുണ്ടോ അത്രയ്ക്കുള്ള ആരാധനകൾ ഇപ്പുറത്തുമുണ്ട്. അപ്പോൾ ഈ അതിന് പക്ഷേ അതിനൊരു കാരണം ഈ പറഞ്ഞ പോലെ പുതിയ തരത്തിലുള്ള മീഡിയ ഡിസ്കോഴ്സസിൻ്റെ മാധ്യമങ്ങളുടെ ഫ്രെയിമിംഗ് എങ്ങനെയാണ്, ഹീറോസിനെ ഉണ്ടാക്കുന്ന അതെ. സോഷ്യൽ മീഡിയ സെറ്റപ്പുകൾ, പുതിയ ടെലിവിഷൻ ചാനൽ, ഇതിനെല്ലാം കാരണമുണ്ട്. പിന്നെ അന്തർദേശീയ തലത്തിൽ നിങ്ങൾ ഈ സുപ്രീം ലീഡർമാരോടുള്ള ഒരു പുതിയ ആഭിമുഖ്യം ലോകമാകെ വ്യാപിക്കുന്ന ഒരു കാലമാണ്. ഈ റൈറ്റ് വിങ് ആയിട്ടുള്ള ഡെസ്പോട്സ് ആണ്, ഡെമോക്രാറ്റിക് ഡെസ്പോട്സ് എന്നാണ് വിളിക്കുന്നത്. അതൊരു ഒരു സത്യം പറഞ്ഞാൽ ഒരു ഓക്സിമോറോണാണ്. കാരണം അത് എങ്ങനെ ഡെമോക്രാറ്റിക്കും ഒരു ഡെസ്പോട്ട് വന്നു. പക്ഷെ അതാണ് നമ്മൾ കാണുന്നത്. നരേന്ദ്രമോദി മുതൽ അതെ. ട്രംപ്, തുർക്കിയിൽ കാണുന്നു, ട്രംപിൽ എർദോഗൻ. കാണുന്നു, ഹംഗറിയിൽ കാണുന്നു. ഇത് വളരെ വ്യാപകമായിട്ട് ബ്രസീലിൽ കാണുന്നു. ഇതെല്ലാം പുതിയ. അപ്പോൾ ഈ പലപ്പോഴും നമ്മൾ ഈ ഇങ്ങനത്തെയുള്ള ചിന്താഗതികളൊക്കെ ഈ കേരളത്തിൽ മാത്രമാണ് നടക്കുന്നത്. ദേശീയ തലത്തിലുണ്ട്, അന്തർദേശീയ തലത്തിലുണ്ട്. മനുഷ്യരുടെ ചില ചിന്താ രീതികൾക്ക് ഒരു സൈക്ലിക്കൽ സ്വഭാവം ഉണ്ടെന്ന് പറയുന്ന പോലെ ചില സമാനമായിട്ടുള്ള സ്വഭാവങ്ങളുണ്ട്. അതുകൊണ്ട് ഈ സുപ്രീം ലീഡേഴ്സിന് ഒരു പുതിയ ഒരു ശക്തിയും ഒരു ആകർഷണവും കിട്ടിയ കാലമാണ്. ആ കാലത്ത് ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഈ പുതിയ മീഡിയയുടെയും ഒക്കെ അതിന് റോളുണ്ട്. അപ്പോൾ അതിൽ ആ ഒരു ചേരിയിൽ അത് ഇടതുപക്ഷക്കാരനാണ് ഇവരെന്ന് പറഞ്ഞാലും ഇവർ വലതുപക്ഷക്കാരനാണെങ്കിലും ഈ ഒരു ഇടതുപക്ഷത്തിന് പിന്നെ ഇതുള്ള ഇപ്പോൾ നമ്മുടെ വെനസ്വേലയിലെ നേതാവിനെയൊക്കെ പറ്റി പറഞ്ഞു. ഇതൊക്കെ വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു പുതിയ ചില സുപ്രീം ലീഡേഴ്സ്. അപ്പോൾ ഇവർ ബോധപൂർവം ഒരു വശത്ത് ഇങ്ങനെ പല ഘടകങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അവർ വളർന്നു വരുമ്പോഴേക്കും പിന്നെ ഇടതുപക്ഷം നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടായ ഒരു പ്രശ്നം, ഈ 20 വർഷം നേരത്തെ പറഞ്ഞ പോലെ വലിയ തോതിൽ ഇടതുപക്ഷം ദുർബലമാകുമ്പോഴും കേരളം മാത്രം നിലനിന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പിണറായി വിജയനെ പോലെ ഒരാൾക്ക് പാർട്ടിയിൽ ഒരു വലിയ ഒരു എന്താ പറയുക പ്രാമാണികത കിട്ടി. ഒരു ചോദ്യം ചെയ്യപ്പെടാനാത്ത നേതാവ് എന്നുള്ള രീതിയിലുള്ള ഒരു സാന്നിധ്യം അദ്ദേഹത്തിനുണ്ട്. കാരണം ഇടതുപക്ഷത്തിൻ്റെ അവസാനത്തെ ദൂരത്തിൻ്റെ സംരക്ഷകനാണ് അദ്ദേഹം. അതുകൊണ്ട് പാർട്ടിയിൽ ഇപ്പോൾ പോളിറ്റ് ബ്യൂറോയിൽ പണ്ടൊക്കെ അങ്ങനെയല്ല. പോളിറ്റ് ബ്യൂറോയിൽ എല്ലാ സാധാരണ നേതാക്കളെ പോലെയാണ് എല്ലാ നേതാക്കന്മാരും. അവർക്ക് നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട്. ഇതൊക്കെ പോയി. കാരണം സ്വാഭാവികമായിട്ടും അതിൻ്റെ ഈ പവർ ഡൈനാമിക്സിൻ്റെ ഒരു പ്രത്യേകത കാരണം അത് ഇടതുപക്ഷത്തായാലും വലതുപക്ഷത്തായാലും അതിന് വളരെ പ്രാധാന്യമുണ്ട്. അതോടുകൂടി അദ്ദേഹം ഒരു തെറ്റുകൾ ഇൻഫാലിബിൾ ആയിട്ടുള്ള തെറ്റുകൾ പറ്റാത്ത ഒരു നേതാവ് എന്നുള്ള രീതിയിലുള്ള അംഗീകാരം ലഭിക്കുകയും ചെയ്തു. പിന്നെ ഈ മനുഷ്യർക്കുള്ള ചില അവരുടേതായ വ്യക്തിപരമായ സവിശേഷതകളും അതിനെ സഹായിച്ചിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ തന്നെ തുടർച്ചയിൽ ഇപ്പോൾ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന സമയത്ത് ഈ ദീർഘകാലം ഞാൻ പറഞ്ഞ മാധ്യമ ഒരു ഏഷ്യാനെറ്റിൻ്റെ എഡിറ്റർഷിപ്പിലുള്ള ഒരാളെന്നുള്ള രീതിയിലും മാധ്യമ നിരീക്ഷകൻ എന്ന നിലയിലും ഈ പറഞ്ഞ മറ്റു മാധ്യമങ്ങളിലുള്ള ഒരു റിപ്പോർട്ടിംഗ് മുതൽ എഡിറ്റർഷിപ്പ് വരെയുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇടതുപക്ഷം ഈ രണ്ട് സർക്കാരിൻ്റെ കാര്യത്തിലാണെങ്കിലും അതിനു മുമ്പാണെങ്കിലും ഇടതുപക്ഷം മാധ്യമങ്ങളെ പ്രതിപക്ഷമായിട്ട് തന്നെയാണ് കാണുന്നത്. അല്ലെങ്കിൽ ഒരു മാധ്യമ നിർമ്മിത ഇപ്പം വികസന കാര്യത്തിലാണെങ്കിലും ഈ പറഞ്ഞ രണ്ട് ഭരണകാലയളവിലാണെങ്കിലും മാധ്യമ നിർമ്മിത പൊതുബോധമാണ് പ്രതിപക്ഷത്തെക്കാൾ തീവ്രമായി ഇടതുപക്ഷത്തെ ആക്രമിക്കുന്നതും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ദുർബലപ്പെടുത്തുന്നു കരുതുന്നുണ്ട് സർക്കാരിനെയും ഇടതുപക്ഷത്തെയും. അതിൻ്റെ ഒരു സാങ്കത്യം എന്താണ്? കാരണം നമ്മൾ നോക്കുവാണെങ്കിൽ മോദിക്ക് കീഴടങ്ങിയിരിക്കുന്ന ഗോഡി മീഡിയ എന്നൊക്കെ പറയുന്ന കോർപ്പറേറ്റ് വൽക്കരിക്കപ്പെട്ട ഒരു മീഡിയയാണ് നമ്മൾ ഈ പറയുന്ന ദേശീയ മാധ്യമങ്ങളൊക്കെ. ഇവിടുത്തെ ലെഗസി മാധ്യമങ്ങൾ മീഡിയ എന്ന് നമ്മൾക്ക് പറയാവുന്ന പ്രിന്റിലും ടെലിവിഷനിലുള്ള ആൾക്ക് അവരുടെ ഏതെങ്കിലും തരത്തിൽ അതിലൊരു എന്താ പറയുക പ്രബലമായൊരു ഇടത് വിരുദ്ധത അത് ഓരോ ഘട്ടത്തിൽ അത് കൂടുന്ന ഒരു സാഹചര്യം, അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നിലനിൽക്കുന്നത്. ഇടതുപക്ഷത്തിൻ്റെ ഇടതുപക്ഷത്തിന് എല്ലാ കാലത്തും ഈ മുഖ്യധാര മാധ്യമങ്ങൾ വിമർശിച്ചിട്ടേ ഉള്ളൂ. കൂടുതലും അവരെയാണ് ഏറ്റവും കൂടുതൽ വിമർശിച്ചിരിക്കുന്നത്. 57-ലെ വിമോചന സമരം വളരെ കൃത്യമായിരുന്നു. വിമോചന സമരത്തിൽ കേരളത്തിലെ എല്ലാത്തരം പത്രങ്ങളും എല്ലാ മാധ്യമങ്ങളും ഒരു ഇടതുപക്ഷ വിരുദ്ധ സമൂഹത്തിൻ്റെ ഒരു മിഡിൽ ക്ലാസിൻ്റെ ഒരു ജിഹ്വയാണ് ഈ മീഡിയ എന്ന് പറയുന്നത്. അപ്പോൾ ആ കാലത്ത് മുതൽ അത് വളരെ കൃത്യമായി ഇടതുപക്ഷ വിരുദ്ധത എന്നുള്ളത് അവരുടെ ഒരു മുഖമുദ്രയാണ്. അതിപ്പോൾ ഇടതുപക്ഷത്തിനെ രാഷ്ട്രീയമായി തകർക്കാനാണോ എന്നൊക്കെയുള്ളത് ഗൂഢാലോചനയാണോ എന്നൊക്കെയുള്ളതുണ്ടെങ്കിലും എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും വളരെ കൃത്യമായി ഇടതുപക്ഷത്തിന് അതിൽ ഈ ഇടതുപക്ഷ സർക്കാർ അല്ലെങ്കിൽ അന്നത്തെ AMS സർക്കാരിനെ പരാജയപ്പെടുത്താൻ വേണ്ടി CIAയുടെയൊക്കെ പങ്കുണ്ടെന്ന് പറയുമ്പോൾ അതിലൊരു കൃത്യമായ ഒരു മാധ്യമം വളരെ കൃത്യമായ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അവിടുന്ന് പണം വാങ്ങിയാണ് കേരളത്തിൽ കേരള ടൈംസ് പോലെയുള്ളത്, കേരള ഭൂഷൺ അങ്ങനത്തെ ഒരു അറിയാവുന്നതാണല്ലോ ആ പത്രം ഇടപെട്ടത്. അപ്പോൾ അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട്. അതൊരു വശം.
മറുവശത്താണെങ്കിലോ ഇടതുപക്ഷത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സങ്കല്പം തന്നെ ഈ ബൂർഷ്വാ മീഡിയ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് എന്നും എതിരാണ്, എല്ലാ കാലത്തും എതിരാണ്. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും അതിനോട് ശത്രുതാപരമായി, തീർച്ചയായിട്ടും അതിനെ ഉപദ്രവിക്കണം എന്നല്ല പറഞ്ഞത്, പക്ഷേ വർഗപരമായി അതൊരു എതിർപക്ഷമാണ്, അത് ബൂർഷ്വാസിയുടെ ഭാഗമാണ് എന്ന് പറയുന്നത്. പക്ഷെ അത് പാർലമെന്ററി ഡെമോക്രസിയിൽ അത് പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ അത് ഫലപ്രദം ആവില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് പ്രതിപക്ഷമായിട്ട് തന്നെയാണ് വർത്തിക്കേണ്ടത്. അത്രേ ഉള്ളൂ. പാർലമെന്ററി ഡെമോക്രസി അല്ല, കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി അനുസരിച്ച് ഭരണകൂടം ഇടതുപക്ഷ വിരുദ്ധമാണ്, ഇതാണ്. കാരണം തൊഴിലാളി വർഗ ഭരണകൂടം വരുന്നത് വരെ, സർവാധിപത്യം വരുന്നവരെയുള്ള എല്ലാ ഭരണകൂടവും ഇടതുപക്ഷ വിരുദ്ധമാണ്, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണ്, കോടതി വിരുദ്ധമാണ്. ഭരണകൂടം എന്ന് പറയുന്നത് മർദ്ദകന്റെ ഉപകരണമാണ് എന്നൊക്കെയുള്ളത് സങ്കല്പങ്ങളുണ്ട്. പക്ഷെ അതനുസരിച്ച് മീഡിയയും സമീപിക്കാൻ കഴിയില്ലോ. കാരണം നമ്മൾ പാർലമെന്ററി ഡെമോക്രസിയിൽ നിങ്ങൾ അതിനോടൊക്കെ ചേർന്ന് പ്രവർത്തിക്കുകയാണ്. പക്ഷേ ഇടതുപക്ഷത്തിന് ഐഡിയോളജിക്കലായിട്ട് അങ്ങനെ ഒരു സ്വയം അവരത് എതിർപക്ഷ. അപ്പോൾ ഇത് ഈ മാധ്യമങ്ങളെല്ലാം ഇടതുപക്ഷ വിരുദ്ധമാണെന്നുള്ളത് ശരിയാണ്, ഭൂരിപക്ഷവും ഇടതുപക്ഷ വിരുദ്ധമാണ്. ഇടതുപക്ഷമാകട്ടെ അടിസ്ഥാനപരമായി വർഗപരമായ അവരുടെ വിശകലനം അനുസരിച്ച് ഇടതുപക്ഷ വിരുദ്ധം. അപ്പോൾ ഇതൊരു സ്വാഭാവികമായിട്ടുള്ളൊരു അവസ്ഥയാണ്, ഇടതുപക്ഷവും മാധ്യമങ്ങളും പരസ്പര വിരുദ്ധമായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ. പക്ഷെ ഈ സമീപകാലത്ത് കാണുന്ന ഒരു സവിശേഷത ഈ മീഡിയ ഡിസ്കോഴ്സിൽ വന്നിരിക്കുന്ന വലിയ മാറ്റമാണ്. മീഡിയ ഡിസ്കോഴ്സ് ഞങ്ങളൊക്കെ വളർന്ന രീതി, പത്രപ്രവർത്തന രീതിയിൽ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യം മാധ്യമങ്ങൾ ഒരു ബഹുസ്വര വേദിയായിരിക്കണം. നിങ്ങളെല്ലാ പക്ഷത്തിൻ്റെയും ശബ്ദം അവിടെ, അതൊരു ബൂർഷ്വാ മീഡിയ ആണെങ്കിൽ പോലും നിർബന്ധമായിട്ട് നിങ്ങൾ അടിസ്ഥാനപരമായി ആത്യന്തികമായിട്ടുള്ള ഒരു യുദ്ധത്തിൽ ഇടതുപക്ഷ വിരുദ്ധമാണെങ്കിലും ആവാമെങ്കിലും അതുവരെയുള്ള പാർലമെന്ററി വ്യവസ്ഥയിൽ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ എല്ലാ പക്ഷത്തിൻ്റെയും ശബ്ദം കേൾപ്പിക്കണം. പക്ഷെ സമീപകാലത്ത് വന്നിരിക്കുന്ന ഈ സത്യാനന്തര കാലത്തിൻ്റെ പ്രത്യേകത മീഡിയയിൽ അങ്ങനെ ഒരു ബഹുസ്വരമായിട്ടുള്ള ഒരവസ്ഥ വേണം എന്നുള്ളൊരു സങ്കല്പം തന്നെ തകർന്നിരിക്കുന്നു. അവിടെ ഏതെങ്കിലും ഒരു പക്ഷത്തെ നിരന്തരമായി ആക്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് വാസ്തവത്തിൽ എല്ലാ തരത്തിലും സാമ്പത്തികമായിട്ടും അതിൻ്റെ റേറ്റിങ്ങിൻ്റെ കാര്യത്തിലായാലും പ്രചാരത്തിൻ്റെ കാര്യത്തിലായാലും വളരെയധികം സഹായിക്കുന്നു. ഈ ഔട്ട്റേജ് ജേർണലിസം, ആരോടാണ് ഔട്ട്റേജ് കാണിക്കുന്നത് ഭരണകൂടത്തിനാണ്. അപ്പം പ്രത്യേകിച്ച് 10 വർഷമായി അധികാരത്തിലിരിക്കുന്ന ഒരു ഗവൺമെൻറ്, അതേസമയത്ത് 10 വർഷം മുമ്പുള്ള കാര്യം പലരും മറന്നാണ് എല്ലാ കാലത്തും ഇടതുപക്ഷ വിരുദ്ധമാണെന്ന് പറയുന്നത്. 10 വർഷം മുമ്പുണ്ടായിരുന്ന UDF ഭരണകാലത്ത് മാധ്യമങ്ങളിലുണ്ടായിരുന്ന, ഇപ്പോൾ ഏഷ്യാനെറ്റിൽ ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്തും മറ്റും ഏറ്റവും വലിയ ആരോപണം നിങ്ങൾ UDF വിരുദ്ധനാണ്, കോൺഗ്രസ് വിരുദ്ധനാണ്. കേസുകൾ, അന്നത്തെ കേസുകൾ ഇന്നും ഉത്തരം പറയുന്നുണ്ട്, ഉമ്മൻചാണ്ടി കൊടുത്ത കേസുകൾ, മറ്റു പല കേസുകളും ഉണ്ട്. അപ്പം ആ 5 വർഷത്തെ ഈ പൊതു ജനത്തിൻ്റെ ഓർമ്മ വളരെ ഹ്രസ്വമാണെന്നുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ആ അന്നത്തെ 5 വർഷത്തെക്കുറിച്ച് ആരും ആലോചിക്കുന്നേ ഇല്ല. അതും അതിശക്തമായി അന്ന് UDF ആയിരുന്നു ഏഷ്യാനെറ്റിൻ്റെ ഇതുപോലത്തെ മാധ്യമങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട എതിരാളി. പക്ഷെ ഇതൊക്കെ പറഞ്ഞാൽ പോലും ഈ സമീപകാലത്തെ മുഖ്യധാര മാധ്യമങ്ങളുടെ ഒരു പ്രത്യേകത ഈ ഔട്ട്റേജ് ജേർണലിസമാണ്. അത് സോഷ്യൽ മീഡിയയുടെ സ്വഭാവമാണ്. സോഷ്യൽ മീഡിയയിൽ നിന്ന് സ്വീകരിച്ചിരിക്കുന്ന ഒരു സ്വഭാവം സ്വാഭാവികമായിട്ട് അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ ഇതിൻ്റെ രീതി. മൂന്നാമത്തെ ഒരു ഘടകം, ഈ നമ്മൾ ഈ സോഷ്യൽ മീഡിയയെ ഈ അൽഗോറിതമാണ് അതിൻ്റെ സ്വഭാവം ഡ്രൈവ് ചെയ്യുന്നത്. അതിൻ്റെ സ്വഭാവം നമ്മൾ അറിയാതെ തന്നെ അൽഗോറിതം മാറ്റിമറിക്കും എന്ന് പറയുന്ന പോലെ ഇപ്പോൾ നടക്കുന്ന ഒരു പ്രത്യേകത, ഈ മുഖ്യധാര മാധ്യമങ്ങളുടെ ടെലിവിഷൻ ചാനലുകളുടെ, നിങ്ങൾ യൂട്യൂബ് ചാനലുകൾ പോയി നോക്കുകയാണെങ്കിൽ കാണുന്ന അതിൻ്റെ താഴെയുള്ള കമൻറ്റ്സ് നോക്കുകയാണെങ്കിൽ കാണാം, അത് കൃത്യമായ രാഷ്ട്രീയ നിലപാട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ ഇന്നത്തെ ഭരണകൂടത്തിന്, അത് ഇടതുപക്ഷ ഭരണകൂടം, ഇടതുപക്ഷത്തിനെ വിമർശിക്കുന്നവരാണ് ചാനലിലൊക്കെ ഏറ്റവും അധികം റേറ്റിംഗ് വരിക. അത് ഒരു അങ്ങേയറ്റത്തെ പക്ഷപാത സ്വഭാവം സ്വീകരിച്ചാൽ പോലും, ഇപ്പം നിങ്ങൾ ചർച്ചകൾ നോക്കാം, ആ ചർച്ചകളിൽ ഒരു പക്ഷം മാത്രം പറയുന്ന 5 പേരെ കൊണ്ടിരുത്തുക, ആങ്കർ അടക്കം, അത് അല്ലെങ്കിൽ 5 പേരാവും അല്ലെങ്കിൽ 6 പേരാവും. 6 പേരും ഒരേ അഭിപ്രായമാണ് ഇടതുപക്ഷത്തിനെതിരായിട്ട് പറയുന്നത്. പക്ഷേ ആ ആഴ്ചത്തെ റേറ്റിംഗ് ചിലപ്പോൾ അവർക്കായിരിക്കും കൂടുതൽ. അപ്പോൾ ഇതൊരു സത്യാനന്തര കാലത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ്. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. ഒരു പക്ഷപാതിയായിട്ടുള്ള മാധ്യമമാണെങ്കിൽ നിങ്ങൾ ആ പക്ഷപാതിയായിട്ടുള്ള മാധ്യമത്തിന് ആ സമൂഹം തിരസ്കരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പാർട്ടി പത്രങ്ങൾക്ക്, പാർട്ടിക്ക് എത്ര സ്വാധീനം ഉണ്ടെങ്കിലും പാർട്ടിയുടെ മാധ്യമങ്ങൾക്ക് ആ സ്വാധീനം ഉണ്ടാവാതിരുന്നതിൻ്റെ കാരണം പാർട്ടിക്കാർ പോലും വാർത്ത അറിയാനും വിവരം അറിയാനും നിങ്ങൾ മറ്റുള്ള മാധ്യമങ്ങളെ ആശ്രയിച്ചിരുന്ന ഒരു കാലമാണ്. സത്യാനന്തര സ്വഭാവത്തിലും ഈ എക്കോ ചേമ്പേഴ്സിൻ്റെ കാലത്തും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം മാത്രമേ വേണ്ടൂ. ലോകം മുഴുവൻ കേൾക്കുന്നവർക്ക് നിങ്ങൾ, അതുകൊണ്ടാണ് നിങ്ങളുടെ സൈലോസിൽ, നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നിങ്ങളുടെ അഭിപ്രായക്കാർ മാത്രമേ ഉള്ളൂ. അതിന് വിരുദ്ധമായിട്ടുള്ള അഭിപ്രായക്കാരുണ്ടെങ്കിൽ നിങ്ങളൊന്നെങ്കിലും ചീത്ത പറഞ്ഞ് പുറത്താക്കും, അല്ലെങ്കിൽ അയാൾ സ്വയം പിരിഞ്ഞു പോകും. അപ്പോൾ ഈ പുതിയ കാലത്തിൻ്റെ സവിശേഷത
പക്ഷപാതികളാണ് മനുഷ്യരെല്ലാവരും. അവർക്ക് അവരുടെ മാധ്യമങ്ങളും പക്ഷപാതികളാവണം എന്നുള്ളൊരു നിർബന്ധമുണ്ട്. കേരളത്തിൽ അത് സാമ്പത്തികമായിട്ടും റേറ്റിംഗ് പരമായിട്ടും അത് സഹായിക്കുന്നത് ഇടതുപക്ഷ വിരുദ്ധ നിലപാട്. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഇടതുപക്ഷ വിരുദ്ധരുടെ എണ്ണം നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇടതുപക്ഷ അതിന്റെ ഒരു കേന്ദ്രീകരണമാണ്. അപ്പോൾ ഈ ഏറ്റവും അധികം ഇടതുപക്ഷത്തിൻ്റെ യാതൊരു സ്പേസും ഇല്ലാതെ പോലെ ഇടതുപക്ഷ വിരുദ്ധർ മാത്രം നടത്തുന്ന ചർച്ചകൾക്ക് പോലും മറ്റ് സ്വല്പം കൂടെ സ്വതന്ത്രമായിട്ട് മറ്റുള്ള ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രതിനിധിയും കൂടി ഉൾപ്പെടുന്ന ചർച്ചയ്ക്ക് കിട്ടുന്നതിനെക്കാട്ടിലുമാണ് ഇടതുപക്ഷ വിരുദ്ധർ മാത്രം ഇരുന്ന് ചർച്ചയ്ക്ക് കിട്ടുന്ന റേറ്റിംഗുമാണ് അതിൻ്റെ താഴെയുള്ള. അപ്പോൾ കേരളത്തിൽ BJPയും കോൺഗ്രസും ഒരുപോലെ ഇടതുപക്ഷത്തിനെതിരാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ എണ്ണമാണ് കൂടുതൽ. അവരൊന്നിച്ച് തെരഞ്ഞെടുപ്പിൽ അത് എങ്ങനെ പ്രതിഫലിക്കുന്നുള്ള ചിലപ്പോൾ അത് മറ്റൊന്നായിരിക്കാം. അതാണ് ഈ നേരത്തെ പറഞ്ഞ തെരഞ്ഞെടുപ്പിനെ പ്രവചിക്കുന്നവർക്കുള്ള ബുദ്ധിമുട്ട് അതാണ്. അപ്പോൾ ഒരു സർവേ കണ്ട പോലെ 53% വോട്ട് UDFനുണ്ട്, 40% വോട്ടാണ് LDFന്. പക്ഷേ 53% എന്ന് പറയുന്നത് BJPയും കോൺഗ്രസും ചേരുമ്പോഴാണ്. അത് പിളരുമ്പോൾ വാസ്തവത്തിൽ മൂന്നാമത് ജയിക്കാൻ അത് ആരെയാണ് അനുകൂലിക്കാൻ? ചിലപ്പോൾ LDF ചിലപ്പോൾ ജയിച്ചു വരാം. അങ്ങനെയാണല്ലോ ഈ ട്രയാങ്കുലർ യുദ്ധം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈ അൽഗോരിതം നയിക്കുന്ന പോലെ വായനക്കാരും പ്രേക്ഷകരും അത് ശരിക്കും പല ടെലിവിഷൻ ചാനലുകളും നമ്മൾ ചോദിക്കുന്നവരുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളോട് ചോദിക്കുമ്പോൾ പറയാം, നമ്മൾ അതിശക്തമായി വിമർശിക്കുന്നവരെ മാത്രം, അതുകൊണ്ടാണ് ഏറ്റവും ശക്തമായി വിമർശിക്കുന്നവർ മാത്രം നിരന്നിരിക്കുന്ന ചർച്ച പോലും അതിനനുകൂലമാണ് റേറ്റിംഗ്. പലരും പറയൂ ഒരേ പക്ഷം കേൾക്കാൻ നമുക്ക് താല്പര്യം എന്ന് പറയുമെങ്കിലും പലപ്പോഴും നമ്മൾ ഇന്നത്തെ ഈ സത്യാനന്തര കാലത്ത് കേൾക്കാൻ താല്പര്യം നമ്മുടെ പക്ഷമാണ്. നമ്മുടെ പക്ഷം എന്ന് പറഞ്ഞാൽ അത് ഒരു പക്ഷമാണ്, ഏകപക്ഷീയമായിരിക്കാം, എന്നാലും ആ ഏകപക്ഷീയം മതി. അതുകൊണ്ട് ഈ ടെലിവിഷൻ ചാനലുകൾ, ഈ മാധ്യമങ്ങളൊക്കെ കുറച്ചും കൂടി പ്ലൂറലിസ്റ്റിക് ആവാം, കുറച്ചും കൂടി ബഹുസ്വര സ്വഭാവം സ്വീകരിക്കാം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് റേറ്റിംഗിൽ അത് അതിന് എതിർഫലമാണ്. റേറ്റിംഗ് അതിനൊപ്പം നിൽക്കില്ല. ശബരിമല ഈ പറഞ്ഞ പക്ഷപാതിത്വം ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന ഏകപക്ഷീയമായിട്ട് അങ്ങനെ ഒരു നിലപാടെടുക്കുന്നതിന് പിന്നിൽ, അങ്ങനെ ഒരു മാധ്യമ നിർമ്മിത പൊതുബോധം ഉണ്ടാക്കുന്നതിന് മുന്നിൽ ഏറ്റവും കൂടുതൽ വ്യൂസും ഏറ്റവും കൂടുതൽ റേറ്റിംഗും ഏത് നിലപാടെടുത്താലാണ് എന്നത് എഡിറ്റോറിയൽ ആകുമ്പോഴാണ്. തീർച്ചയായിട്ടും. അപ്പോൾ എനിക്ക് സാറിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ എനിക്കൊന്ന് നമ്മൾ ഒരു കുറേ കാലമായി പറയുന്നത് എഡിറ്റർ ഇല്ലാത്ത മീഡിയ, ഇപ്പൊ എഡിറ്റർ മരണപ്പെട്ട, എഡിറ്റർ അവശേഷിക്കാത്തൊരു മീഡിയ. തീർച്ചയായിട്ടും. ഇപ്പൊ അതിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പത്രങ്ങളിലേക്ക് വരുമ്പോൾ നമുക്കറിയാം അതിന്റെ 4/1 കോപ്പിയിലേക്ക് പോകുന്നു. ഇപ്പൊ കോവിഡിലേക്ക് ശേഷം നോക്കിക്കഴിഞ്ഞാൽ 5 ലക്ഷമോ 10 ലക്ഷമോ കോപ്പി കുറയുന്ന നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 പത്രങ്ങൾ ഒന്നിച്ചെടുത്താൽ പോലും 20 ലക്ഷം കോപ്പിയിൽ പോലും ആകാത്ത വിധമാവുന്നു. ടെലിവിഷന്റെ കാര്യത്തിൽ എണ്ണത്തിൽ 10 എണ്ണം ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഈ പറയുന്ന ടെലിവിഷൻ കാഴ്ചക്കാരുടെ കാര്യത്തിൽ യുവതലമുറ ഒന്നും തന്നെ ടെലിവിഷനിലേക്ക് എത്തുകയോ അവരുടെ ഒരു ദിവസത്തിൽ ഏതെങ്കിലും തരത്തിലൊരു അറ്റൻഷൻ സ്പാനിലേക്ക് എത്തുന്ന സംഗതിയായിട്ട് TV മാറുന്നുമില്ല. പക്ഷെ അതേസമയം തന്നെ ഈ പറഞ്ഞ പൊതുബോധ നിർമ്മിതിയിൽ ഇവര് ഏറ്റവും കാര്യമായിട്ട് ഈ പറയുന്ന ഒരു സെൻസേഷണലിസം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതിനെ എങ്ങനെയാണ് കാണുന്നത്? അത് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലത്തെ ഈ കാലത്തിൻ്റെ മാറ്റമായിട്ട് വെച്ച് നമുക്കിത് കാണാൻ പറ്റുള്ളൂ. ഇങ്ങനെ അല്ലാതെ ഞാനത് പലപ്പോഴും ഒരു ഉദാഹരണമായിട്ട് പറയാറുണ്ട്. ശബരിമല സമരത്തിൻ്റെ കാലത്ത്, ശബരിമലയിലെ ആ പ്രക്ഷോഭം നടക്കുന്ന സമയത്ത് വാസ്തവത്തിൽ അതിശക്തമായ പ്രക്ഷോഭം വന്നപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ് സ്വീകരിച്ചൊരു നിലപാട്, നിങ്ങൾ 2 പക്ഷവും അതിനകത്ത് അതിന് വേദി ഉണ്ടാകിയിരിക്കണം. അതിന് 2 പക്ഷത്തിൽ നിങ്ങൾ ആചാരാനുഷ്ഠാനങ്ങൾ പഴയപടിയോ അല്ലെങ്കിൽ അടുത്ത കാലത്ത് നിർമ്മിച്ചെടുത്തതാണെങ്കിലും അത് തുടരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. ആ വിഭാഗത്തിന് വിധിക്കൊപ്പവും ആചാര സംരക്ഷണക്കൊപ്പവും തിരിച്ചും. അതെ. അപ്പോൾ നമുക്ക് ചോദിക്കേണ്ടത്, ഇങ്ങനെയുള്ളവരുടെ ശബ്ദം തീർച്ചയായിട്ടും അതിനകത്ത് വരണം, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അതോടൊപ്പം തന്നെ നിങ്ങൾ മറുപക്ഷം, അപ്പോൾ ഭരണഘടനയുടെ കാര്യം എന്ത് പറയും, സുപ്രീം കോടതി വിധിയുണ്ട്, രാജ്യത്തെ പരമോന്നത കോടതിയുടെ വിധിയാണ്, ഭരണഘടനയുടെ കൃത്യമായ ലംഘനമാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും 2 നീതി എന്ന് പറയുന്നത്, കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ഉണ്ട്. ഇതൊക്കെ വളരെ സുപ്രധാനമായിട്ടുള്ള ചില വിഷയങ്ങളും കൂടെ ഇതിൻ്റെ കൂടെ ഇങ്ങനെ ആചാരാനുഷ്ഠാനം വേണം എന്ന് പറയുന്നവരോട് അത് തിരിച്ചു ചോദിക്കാനുള്ള ഒരു വേദിയും കൂടി ആയിരിക്കണം എന്ന് നിർബന്ധം പിടിച്ച നയപരമായിട്ട് തന്നെ നിർബന്ധം പിടിച്ച ഒരു മാധ്യമമായിരുന്നു അന്ന് ഏഷ്യാനെറ്റ് ന്യൂസ്. പക്ഷെ അന്നുണ്ടായ ഒരു ഏറ്റവും വലിയ വെല്ലുവിളി, അതേ സമയത്ത് ഏറ്റവും 8-മത്തെയോ 9-മത്തെയോ 10-മത്തെയോ സ്ഥാനത്ത് ഇരുന്ന ജനം TV അതിഭയങ്കരമായിട്ടാണ് അതീവ വേഗതയിലാണ് കുതിച്ചു മുന്നോട്ട്. പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുന്ന മട്ടിലൊരു. തീർച്ചയായിട്ടും അത് കൃത്യമായ രാഷ്ട്രീയമായിട്ടും മതപരമായിട്ടും അങ്ങേയറ്റത്തെ പക്ഷപാതിയാണെന്ന് സ്വയം പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു ചാനൽ. എന്നിട്ടും ആ ചാനല് കൃത്യമായ വ്യാഴാഴ്ച TRP റേറ്റിംഗ് വരുന്ന സമയത്ത്, അന്ന് TRP ആണ്, പിന്നെയാണ് ബാർക്ക്,
ആ റേറ്റിംഗ് വരുന്ന സമയത്ത് നമ്മൾ അമ്പരന്ന് പോവുകയാണ്. കാരണം അന്ന് നമ്മുടെ മുമ്പിലുണ്ട്. 10ാം സ്ഥാനത്ത് നിന്നോ 9ാം സ്ഥാനത്ത് നിന്നോ വന്നിട്ട് അത് കുതിച്ച് ഓരോ ദിവസവും കുതിച്ച് മുന്നോട്ട് വന്ന് 2ാം സ്ഥാനം വരെ എത്തി. അതായത് ഇന്നത്തെ 2, 3 സ്ഥാനത്ത് നിൽക്കുന്ന മാതൃഭൂമിയുടെയും മനോരമയുടെ ഒക്കെ മുമ്പിൽ കടന്നു. അത് വാസ്തവത്തിലൊരു വലിയ ഐ ഓപ്പണറാണ്. കാരണം നമ്മുടെ സമൂഹം ഇങ്ങനെയാണ്. അപ്പം ഞങ്ങൾ ഒരുപാട് സമ്മർദ്ദങ്ങൾ പുറത്തു നിന്നൊക്കെ എന്താ പറയുക, നേരിട്ടുകൊണ്ടാണ് ഇങ്ങനൊരു നിലപാട് സ്വീകരിച്ചത്. കാരണം നിങ്ങൾ ഇതാണ്, മഹാഭൂരിപക്ഷം ഹിന്ദുക്കളും സാധാരണക്കാരാണ്, അവർ വിശ്വാസികളാണ്, അവരെ തകർത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റേറ്റിംഗ് പോകും, നിങ്ങളുടെ പരസ്യക്കാർ പലരും ഭീഷണിപ്പെടുത്തി ഞങ്ങൾ പരസ്യം പിൻവലിക്കുന്നു. എന്നാലും ഇതൊരു വളരെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഭരണഘടനാ മൂല്യങ്ങളോടോ അല്ലെങ്കിൽ മാനുഷിക മൂല്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമായിട്ട് നിർബന്ധപൂർവ്വം ആ നിലപാട് സ്വീകരിച്ച ഒരു, പക്ഷേ ഈ പ്രക്ഷോഭം മുന്നോട്ട് പോവുകയും ജനം ടി വി അല്ലെങ്കിൽ ആ ജനം ടി വി അതിൻ്റെ സമ്മതിയും അതിൻ്റെ റേറ്റിങ്ങും ഇങ്ങനെ നിരന്തരം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലത്ത് അങ്ങനെ ചെയ്യുകയായിരുന്നെങ്കിൽ എത്ര കാലം അങ്ങനെ നിലനിൽക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളൊരു ചോദ്യം ഞങ്ങളെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നതാണ്. ഞങ്ങൾ വളരെ ഭയന്നിരുന്ന ഒരു കാലമാണ്. പക്ഷേ ഭാഗ്യവശാൽ പ്രക്ഷോഭം അതോടെ അവസാനിക്കുകയും 1ാം സ്ഥാനത്ത് തന്നെ നിലനിൽക്കുകയും ചെയ്തു. പക്ഷേ നീണ്ടുപോവുകയും ഈ മീഡിയയുടെ എക്കണോമിക്സ് മുഴുവൻ തകിടം മറിയുകയും ചെയ്തെങ്കിൽ പിന്നെ എങ്ങനെയാണ് മാർക്കറ്റിൽ നിലനിൽക്കുക? അൾട്ടിമേറ്റായിട്ട് മറ്റേ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ അധികാര രാഷ്ട്രീയം വേണമെന്ന് പറഞ്ഞ പോലെ നിലനിൽക്കണം. ഈ മാധ്യമത്തിൽ നിലനിൽക്കണമെങ്കിൽ വെള്ളം ചേർക്കേണ്ടി വരുമായിരുന്നു. പല ചാനലുകളും അന്ന് വെള്ളം ചേർത്തു എന്നുള്ളൊരു ആരോപണം നേരിടുന്നുണ്ട്. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ വാസ്തവത്തിൽ നിവൃത്തികേട് ചിലപ്പോൾ നമ്മളെ പരാജയപ്പെടുത്തി കളയാം. അങ്ങനെ ഒരു സാധ്യതയുണ്ട്. അത് പുതിയ കാലത്തിൻ്റെ സവിശേഷതയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലുകളുടെയും മീഡിയയും വാസ്തവത്തിൽ അതിനെ അൽഗോറിതംസ് നിയന്ത്രിക്കുന്ന പോലെ അതിൻ്റെ വായനക്കാരും അതിൻ്റെ പ്രേക്ഷകരുടെയും രാഷ്ട്രീയ പക്ഷപാതിത്വം ഇതൊരു പുതിയ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. അതാണ് വ്യത്യസ്ത. എന്താണെന്ന് വാട്ട് ഈസ് ന്യൂ എന്ന് ചോദിക്കുകയാണെങ്കിൽ മുമ്പ് അങ്ങനെയല്ല. മുമ്പ് പക്ഷപാതികൾ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്നവർ പോലും ഈ മീഡിയയ്ക്ക് ഒരു ഓട്ടോണമിയുടെ ഒരു സോണുണ്ടായിരുന്നു, ഒരു ചെറിയ മേഖലയുണ്ടായിരുന്നു. അവിടെ നിങ്ങൾ സ്വതന്ത്രമാണ് എന്ന് ഒരു പരിധി വരെയെങ്കിലും, എല്ലാ സ്വതന്ത്രമൊന്നും ആരുമല്ല, പക്ഷേ ഒരു പരിധി വരെയെങ്കിലും നിങ്ങൾ വ്യക്തമായ അല്ലെങ്കിൽ കടുത്ത രാഷ്ട്രീയ പക്ഷപാതിത്വം സ്വീകരിക്കാതിരിക്കുക എന്നുള്ളത് നിങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമാണ്. ഇന്ന് നേരെ തിരിച്ചാണ്. ഇന്ന് നിങ്ങൾ സ്വതന്ത്രവും നിഷ്പക്ഷമായിട്ട് നിൽക്കുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ട് നേരിടും നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട്. അതുകൊണ്ടാണ് ഈ ഒറ്റപ്പെട്ട മാധ്യമങ്ങൾ പുതിയ ഹീറോസ് ആയിട്ട് മാറുന്നത്. ഇപ്പം രവീഷ് കുമാറിന് NDTV നിൽക്കാൻ പറ്റില്ല, പക്ഷേ രവീഷ് കുമാറിൻ്റെ യൂട്യൂബ് ചാനൽ വലിയ വിജയം നേടുന്നു. ധ്രുവ അങ്ങനെയുണ്ട്. പിന്നെ ഹിന്ദിയിൽ ഇതുപോലെ ഒരുപാട് അത്ഭുതകരമാണ് നമുക്ക്. അപ്പോൾ ഇങ്ങനെ ഒറ്റപ്പെട്ട മനുഷ്യർക്ക്, അതായത് ഈ വലിയ നിക്ഷേപത്തിൻ്റെ ബുദ്ധിമുട്ടില്ല, വലിയ മുതൽ മുടക്കിൻ്റെ പ്രശ്നമില്ല, ഇല്ലാതെ നിൽക്കുന്നവർക്ക് ഒരു പക്ഷേ ഹീറോസ് ആയിട്ട് നിലനിൽക്കാം. ഈ എക്കോസിസ്റ്റത്തിൻ്റെ ഒരു മാറ്റം കാണാതെ നമുക്കതിലൊരു വാല്യൂ ജഡ്ജ്മെൻറ്റ്സ്, ഇതിൻ്റെ ഒരു വിധി പ്രസ്താവം നടത്താൻ ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഈ മുഖ്യധാര മാധ്യമ ലെഗസി മീഡിയ എന്നൊക്കെ നോക്കുകയാണ്, നമ്മളിപ്പോൾ നോക്കുന്ന സമയത്ത് ഒരേ സമയം തന്നെ ഡിജിറ്റൽ മീഡിയ ഉണ്ട്, ഇൻഡിപെൻഡൻറ്റ് മീഡിയ പ്ലാറ്റ്ഫോമുകളുണ്ട്, വ്ളോഗേഴ്സ് അടങ്ങുന്ന ആളുകളുണ്ട്. ഇപ്പം അങ്ങനെ ഒരു തരംതിരിവിൻ്റെ ഘട്ടമേ അല്ല. അപ്പോൾ പോലും നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ശബരിമല കാലത്തെ ജനം ടി വിയുടെ റേറ്റിംഗ്, ഉറപ്പായും റേറ്റിംഗ് ആണ് പരസ്യദാതാവിന് എത്രത്തോളം ഈ ചാനലിൽ പരസ്യം നൽകാമെന്ന് തീരുമാനിക്കുന്നത്. ഏഷ്യാനെറ്റ് അതിൽ അപ്രമാദിത്യം കാലങ്ങളായി കാത്തു സൂക്ഷിക്കുന്ന, ഇടയ്ക്ക് മാത്രം അതിൽ ഇടിവ് സംഭവിച്ചിട്ടുള്ളവരാണ്. ഏഷ്യാനെറ്റിനടക്കം ആ ഘട്ടത്തിൽ അങ്ങനെ ഒരു ആശങ്കയുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ജനം ടി വി പോലുള്ളൊരു പ്ലാറ്റ്ഫോം, ഒരു ഹിന്ദുത്വ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന, അല്ലെങ്കിൽ ശബരിമലയുടെ അടക്കമുള്ള കാര്യത്തിൽ ഒരു ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ചൊരു പ്ലാറ്റ്ഫോം അങ്ങനെ നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ ഹിന്ദുത്വ ആശയങ്ങളെ കൂടി ഉൾക്കൊള്ളുന്ന തരത്തിലായിരിക്കണം എഡിറ്റോറിയൽ പോളിസി, അല്ലെ അങ്ങനെ ഒരു നയ നിലപാടുകളിലേക്ക് മാധ്യമങ്ങൾ സ്വിച്ച് ചെയ്യാനുള്ളൊരു പ്രധാന സംഗതിയായിട്ട് ശബരിമല മാറിയിട്ടുണ്ടോ? ഒരു പരിധി വരെ അതുണ്ട്. കാരണം അത് പറഞ്ഞ പോലെ ഒരു ബോധപൂർവമായ ഒരു ഹിന്ദുത്വ പ്രീണനത്തിനോ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തോടുള്ള ഒരു ആഭിമുഖ്യത്തിനോ അപ്പുറത്ത് നേരത്തെ പറഞ്ഞ വെറും കണക്കുകളാണ് അവിടെ പ്രശ്നം. മെട്രിക്സ് ആണ് പ്രധാന പ്രശ്നം. അവിടെ പ്രചാരത്തിൻ്റെയും റേറ്റിങ്ങിൻ്റെയും കണക്കെടുക്കുമ്പോൾ അതിൽ നിന്നൊരിക്കലും ഈ മാധ്യമങ്ങളുടെ ഒരു മുഖ്യധാര മാധ്യമങ്ങളുടെ ഒരു ആഭിമുഖ്യം വാസ്തവത്തിൽ സമൂഹത്തിൻ്റെ രാഷ്ട്രീയവുമായിട്ടും സമൂഹത്തിൽ മേധാവിത്വം നേരിടുന്ന ഹെജിമണിയുള്ള രാഷ്ട്രീയവുമായിട്ട് ഒത്തുപോകുന്നത് സ്വാഭാവികമായിട്ടുള്ളത് എല്ലാ കാലത്തും ഉണ്ടായിരുന്ന ചരിത്രമാണ്. നമ്മൾ 50കളിലും മറ്റു മാധ്യമങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ എല്ലാം വളരെ നെഹ്റുവിയൻ
സോഷ്യലിസത്തിൻ്റെ ആരാധകരാണ്. അവർ നെഹ്റു ആ കുത്തക പത്രങ്ങൾ എന്നൊക്കെ വിളിക്കുമെങ്കിലും ഝൂട്ട് പ്രസ് എന്നാണ് നെഹ്റു വിളിച്ചിരുന്നത്. അത് JUTU ആവാം, ഹിന്ദിയിലുള്ള ഝൂട്ടും ആവാം. പക്ഷേ നമ്മൾ അത് മാധ്യമങ്ങൾ മാത്രമല്ല, അത് പോപ്പുലർ കൾച്ചറിൻ്റെ സ്വഭാവമാണ്. അതുകൊണ്ടാണല്ലോ അത് ഹെജിമണി എന്ന് വിളിക്കുന്നത്. ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം ഒരു സമൂഹത്തിൽ സർവാധിപത്യം, നെടുനായകത്വം നേടുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ കൊയേഴ്സീവായിട്ടുള്ള, അതിൻ്റെ അതിശക്തമായിട്ടുള്ള മർദ്ദന സ്വഭാവം കൊണ്ടോ അല്ലെങ്കിൽ ബലം പ്രയോഗിച്ചോ മാത്രമല്ല, അത് സാംസ്കാരികമായും കൂടെ അത് സ്വാധീനം ചെലുത്തുമ്പോഴാണ്. അതുകൊണ്ടാണ് നമ്മൾ 50കളിലും ഇപ്പോൾ രാജ് കപൂറിൻ്റെ സിനിമകൾ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഹിന്ദി സിനിമ, പ്രത്യേകിച്ച് ഹിന്ദി സിനിമ വളരെ ശക്തമായി ഒരു നെഹ്റുവിയൻ ലെഫ്റ്റ് ഓഫ് സെൻറ്റർ രാഷ്ട്രീയത്തിൻ്റെ, സോഷ്യലിസത്തിൻ്റെ 40കളിലും 50 സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പതാണ്. അന്ന് ഇന്ത്യയിലെ ജനസമൂഹത്തിൻ്റെ മേധാവിത്വം, ആ സമൂഹത്തിൽ മേധാവിത്വം വഹിച്ചിരുന്നത് ആ പ്രത്യയശാസ്ത്രമാണ്. നമ്മളത് വ്യത്യസ്തമായിട്ടാണ് കാണുന്നത്. 70കളോടുകൂടി നിങ്ങളൊരു അധികാര വ്യവസ്ഥയോട്, അമിതാധികാരത്തോട് ആഭിമുഖ്യം ഇന്ത്യൻ ജനതയ്ക്കുണ്ടാകുന്നു. അത് നമ്മൾ സിനിമകളിൽ കാണുന്നുണ്ട്, അമിതാഭ് ബച്ചൻ്റെ സിനിമകളിൽ കാണുന്നുണ്ട്. ഇത് അടിയന്തരാവസ്ഥയിൽ വന്ന് അവസാനിച്ച ഒരു അമിതാധികാര രാഷ്ട്രീയത്തിൻ്റെ, അത് ലോകം മുഴുവൻ കാണുന്നതാണ്. ഹിറ്റ്ലറിന് അനുകൂലമായി സിനിമകളുണ്ടായി, ഹിറ്റ്ലറിന് അനുകൂലമായി സംഗീതജ്ഞർ വരുന്ന ജർമ്മനിയിൽ അങ്ങനെയാണ് നാസിസം വരുന്നത്. ഇത് നമ്മൾ ഇവിടെ കാണുന്നത് 90കളുടെ 80കളുടെ അവസാനത്തോടെ ഈ വലതുപക്ഷ രാഷ്ട്രീയത്തിന് കൂടുതൽ മേധാവിത്വം വരുന്നു. കോൺഗ്രസ് പാർട്ടി അതിൻ്റെ നിലപാടുകളിൽ വലിയ തോതിൽ വലതുപക്ഷത്തേക്ക് തിരിയുന്നു. അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള അടുത്ത ഘട്ടമാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പ്രവേശം. അപ്പോൾ 90കൾ മുതൽ കാണുന്ന 2026 നിൽക്കുമ്പോൾ നമ്മൾ ഇന്ത്യൻ ജനതയിൽ ഇന്നിപ്പോൾ ആധിപത്യം വഹിക്കുന്നത് 40ന് മുമ്പ് വളരെ ദുർബലമായിരുന്ന ഒരു രാഷ്ട്രീയ ഐഡിയോളജിയാണ്. ആ ഐഡിയോളജി മേധാവിത്വം വഹിക്കുന്നത് സ്വാഭാവികമായിട്ടും അതിൻ്റെ പോപ്പുലർ ജനകീയ സംസ്കാരം എന്ന് വിളിക്കുന്ന പോപ്പുലർ കൾച്ചറിൽ അത് സ്വാധീനം ചെലുത്തുന്നു. പുസ്തകങ്ങളിൽ, സിനിമകളിൽ, മാധ്യമങ്ങളിൽ. അങ്ങനെ നോക്കുമ്പോൾ അത് കേരളം പോലും എല്ലാ പരമ്പരാഗതമായി പല രീതിയിൽ അതിന് വ്യത്യസ്തമായി ചിന്തിക്കുകയാണ്. ഇന്ന് നമ്മൾ കേരള രാഷ്ട്രീയത്തിൽ കാണുന്ന BJPയുടെ ഒരു സ്വാധീനം, ഒരു 20% വോട്ട് വോട്ടിനപ്പുറത്ത് നമ്മുടെ വീട്ടകങ്ങളിലും നമ്മുടെ കൂട്ടായ്മകളിലും സാമൂഹ്യമായിട്ടുള്ള ബന്ധങ്ങളിലും ഒക്കെ കൃത്യമായ ഒരു വലതുപക്ഷ സ്വാധീനം കാണാം. അത് മാധ്യമങ്ങളെ സ്വാഭാവികമായിട്ടും ബാധിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നത്, മാധ്യമങ്ങളുടെ നേതാക്കന്മാരോ നായകന്മാരോ ബോധപൂർവം ശ്രമിച്ചില്ലെങ്കിൽ പോലും അവരറിഞ്ഞും അറിയാതെയും ഘടനാപരമായി തന്നെ ആ മാധ്യമങ്ങളിൽ ഈ റൈറ്റ് വേർഡ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലും കേരള സമൂഹത്തിലും ഇന്ത്യൻ സമൂഹത്തിലും ബാധകമാവുന്നത് പോലെ തന്നെ, സന്നിഹിതമാവുന്ന പോലെ തന്നെ മാധ്യമങ്ങളിലും കാണാം. അതാണ് ഒരു പ്രധാനപ്പെട്ട, അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞത് ഇതെല്ലാം അങ്ങനെ വലതുപക്ഷം ആവാൻ തീരുമാനിച്ചിരുന്നത്. പക്ഷെ അത് ഈ രാഷ്ട്രീയത്തിൻ്റെ ഇപ്പോഴത്തെ ഈ വലിയ നെടുനായകത്വം നിലനിൽക്കുന്നിടത്തോളം കാലം ഇത് മാധ്യമങ്ങളിൽ വളരെ പ്രകടമാണ്. അതൊരു വശം. മറുവശത്ത് ഈ പറഞ്ഞ പോലെ വെറും മെട്രിക്സിൻ്റെ അടിസ്ഥാനത്തിൽ, റേറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ, പ്രചാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അതിന് സ്പേസ് കൊടുക്കാതിരിക്കാൻ നിവൃത്തിയില്ലാത്തൊരവസ്ഥ. അതൊരു മീഡിയയുടെ, പ്രത്യേകിച്ച് മുതലാളിത്ത വ്യവസ്ഥകളിൽ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾക്ക് അനിവാര്യമായിട്ടുള്ള അതിൻ്റെ ഒരു വഴിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് പിടിച്ചു നിൽക്കാൻ ചുരുക്കം ആർക്കെങ്കിലും വ്യക്തികൾക്ക്, ചിലപ്പോൾ ഒറ്റപ്പെട്ട വ്യക്തികൾ കഴിയും. പക്ഷേ ഇക്കോസിസ്റ്റം മറുപക്ഷത്തേക്ക് പോയി. നേരത്തെ പറഞ്ഞാണ് ഈ പറയുന്ന പെർഫോമേഴ്സിലേക്ക് കേന്ദ്രീകരിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴേക്കും, ഇപ്പോൾ നമ്മൾ എല്ലാ കാലത്തും നമ്മളൊരു അതിശക്തമായ എഡിറ്റോറിയൽ അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷത്തിനെ കവച്ചു വെക്കുന്ന തരത്തിലുള്ള ചില എഡിറ്റോറിയലിൻ്റെ പേര്. പക്ഷെ നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഈ പറയുന്ന ഒരു അന്തിച്ചർച്ചകളുടെയൊക്കെ സ്വഭാവത്തിലുള്ള ചർച്ചകളുടെ എഡിറ്റോറിയലായി പറയുന്ന, അവിടെ കൃത്യമായ ഒരു പക്ഷം എടുക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയ ആഭിമുഖ്യമുള്ള ഒരാൾക്കാണെങ്കിൽ അയാൾക്ക് അയാളുടെ പക്ഷം പറയാവുന്ന തരത്തിലുള്ള ഒരു തരത്തിലേക്ക് ചാനലുകൾ മാറുന്നു. അവിടെ ഈ പറയുന്ന നമ്മൾ ഏതെങ്കിലും തരത്തിലൊരു ആദർശാത്മക ജേർണലിസം എന്നുള്ള സംഗതികൾക്ക് അപ്പുറത്തേക്ക് ഒരു റേറ്റിംഗ് ഡ്രിവൺ എന്നുള്ളതിലേക്ക് നേരിട്ട് ചെന്നെത്തിപ്പെട്ടു എന്നാണോ തോന്നുന്നത്? തീർച്ചയായിട്ടും. അതോടെ പറഞ്ഞ എഡിറ്ററിന് ഇപ്പോൾ റോളില്ല. എഡിറ്റർ വെച്ചാൽ പല അർത്ഥത്തിൽ ഇപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് എഡിറ്റർ സ്ഥാനത്ത് നിന്ന് ഒഴിയുന്നത് എന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ, തീർച്ചയായിട്ടും ആ എഡിറ്റർക്കൊരു ധാർമ്മികമായിട്ടും നിയമപരമായിട്ടും ഉള്ള ഒരു ഉത്തരവാദിത്തമാണ് ആ എഡിറ്റർ നയിക്കുന്ന ആ മാധ്യമത്തിൽ വരുന്ന ഉള്ളടക്കത്തിൻ്റെ പൂർണ്ണമായിട്ട് ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നുള്ളത് ആവശ്യമാണ്. അത് കോടതി പോണ്ടി വരുന്നതിന് അപ്പുറത്ത് നിങ്ങൾക്ക് ധാർമ്മികമായ ഉത്തരവാദിത്വവും പ്രൊഫഷണൽ ആയിട്ടുള്ള ഉത്തരവാദിത്വമാണ്. പക്ഷേ ഈ പുതിയ കാലത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് നിങ്ങൾക്ക് അങ്ങനെ ഒരു കൺട്രോൾ, ഒരാൾ നിർവചിക്കപ്പെട്ട ഉത്തരവാദിത്വങ്ങളില്ല, ഒന്നുമില്ല. നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല. കാരണം നിങ്ങൾക്ക് ഉത്തരവാദിത്വം എടുക്കാൻ കഴിയില്ല. കാരണം ബ്രേക്ക് ചെയ്യാണ് വേണ്ടത്.
വാർത്ത ബ്രേക്ക് ചെയ്യാണ്. അപ്പോൾ ആ നിമിഷം ഒരാൾ കൊണ്ടുവരുന്നത് ചിലപ്പോൾ ഒരു പുതിയ റിപ്പോർട്ടറായിരിക്കാം. ആ റിപ്പോർട്ടർക്ക് ചിലപ്പോൾ തെറ്റിദ്ധാരണ മൂലമാവാം, അല്ലെങ്കിൽ ബോധപൂർവമുള്ള ഒരു ഏറ്റെടുത്തിരിക്കുന്ന ഒരു അസത്യ പ്രചരണം. ഇതൊക്കെ ആയാലും വളരെ ചെറുപ്പക്കാരനായ ഒരു റിപ്പോർട്ടറിന് വാർത്ത കൊണ്ടുവന്ന പാടെ അത് ജനസമക്ഷത്തിന് മുമ്പിൽ എത്തിക്കാൻ ഉള്ള ഒരു രീതിയിലേക്ക് മീഡിയ ഡിസ്കോഴ്സ് മാറിക്കഴിയുമ്പോൾ അവിടെ എന്താണ് എഡിറ്ററിൻ്റെ റോള്? ഒരു റോളുമില്ല. എഡിറ്റർ വേണമെങ്കിൽ കോടതിയിൽ പോയി ഉത്തരം പറയേണ്ടി വരിക എന്നുള്ളതല്ലാതെ വേറെ യാതൊരു ഉത്തരവാദിത്തം. അപ്പം നിങ്ങൾക്ക് കയ്യിലില്ല, നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു കാര്യത്തിൻ്റെ ബാധ്യതയും ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞൊരു എഡിറ്റർക്ക്. അതുകൊണ്ടാണ് എഡിറ്റർമാരില്ലാതാവുന്നത്. പത്രങ്ങളിൽ നേരത്തെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ കാര്യത്തിൽ മുമ്പ് ഇതൊരു 90കളിലോ 80കളിലോ വരുന്ന സമീർ ജെയിൻ പ്രഖ്യാപിച്ചതാണ്, എഡിറ്റർ ആവശ്യമില്ല ഞങ്ങൾക്ക്. ഇപ്പോൾ ടെലിവിഷൻ ചാനലുകൾ അങ്ങനെയാണ്. നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യ പറഞ്ഞ പോലെ തന്നെ അവിടെ പെർഫോമേഴ്സാണ് എല്ലാ എഡിറ്റേഴ്സ്. അവരാണ് നയിക്കുന്നത്. അവർ മാത്രം മതി. മാധ്യമങ്ങളിൽ വേറെ ആർക്കും ഗേറ്റ് കീപ്പിംഗ് ആവശ്യമില്ല. നിങ്ങൾ ചെയ്യുന്നത് തിരുത്തേണ്ട ആവശ്യമില്ല. ധാർമ്മികമായിട്ടുള്ള നിങ്ങളുടെ കറക്ഷൻസ് ആവശ്യമില്ല. ആ പെർഫോമർ അവർക്ക് ആഭിമുഖ്യമുള്ള രാഷ്ട്രീയം, അവർക്ക് ആഭിമുഖ്യമുള്ള രാഷ്ട്രീയം. പക്ഷേ നിങ്ങൾ ആ സമയത്ത് ഇന്നത്തെ ഈ വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ആധിപത്യമുള്ള സമയത്ത് നിങ്ങൾക്ക് വലതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയത്തിന് ആ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഈ അറ്റം മുതൽ റിപ്പബ്ലിക് TV മുതൽ NDTV വരെയുള്ള നാഷണൽ ചാനലുകളിൽ മുഴുവൻ അർണബ് ഗോസ്വാമി ആയാലും നവീക കുമാർ ആയാലും ശിവശങ്കർ ആയാലും രാഹുൽ ശിവശങ്കർ ആയാലും ഇപ്പുറത്ത് ഇപ്പോൾ NDTVയിൽ വന്നിരിക്കുന്ന ഒരു അവസ്ഥ നോക്കിയാൽ എല്ലായിടത്തും ഇവരെല്ലാം പെർഫോമേഴ്സാണ്. ഈ പെർഫോമേഴ്സ് എല്ലാം ഒരേ രാഷ്ട്രീയമാണ്, ഒരേ മെജോറിറ്റേറിയൻ ഭൂരിപക്ഷ മതത്തിൻ്റെ വക്താക്കളാണ്. അല്ലാത്തവർക്കൊന്നും സ്പേസേ ഇല്ല. അതുകൊണ്ടാണ് അവിടെ മാത്രം ഈ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു തുരുത്തായിട്ട് രാജ്ദീപ് സർദേശായി കുറേയെങ്കിലും വ്യത്യസ്തമായിരിക്കുന്നത്. പക്ഷേ അതെ, നാഷണൽ TVയിൽ നിങ്ങൾ കാണും. അത് ഇവരുടെ ആരുടെയെങ്കിലും ഒരു ഗൂഢാലോചന കൊണ്ടാണെന്ന് ഞാൻ കരുതുന്നില്ല. എക്കോസിസ്റ്റം അങ്ങനെ മീഡിയയുടെ എക്കോസിസ്റ്റവും പൊളിറ്റിക്കൽ സിസ്റ്റവും സാമൂഹ്യ സ്വഭാവവും ഈ പോസ്റ്റ് ട്രൂത്തിൻ്റെ സ്വഭാവം എല്ലാം കൂടെ കലർന്നപ്പോൾ അതിൻ്റെ പ്രതിനിധികളായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. അതാണ് ഇപ്പോൾ കേരളത്തിൽ ഈ പറഞ്ഞ പോലെ പ്രധാനപ്പെട്ട ചാനലുകളുടെ മുഖം എന്ന് പറയുന്നത് ഏറ്റവും ബഹളം വയ്ക്കുന്ന, ഏറ്റവും ശബ്ദത്തോടെ ഔട്ട്റേജ്ഡ് ആയിട്ടുള്ള ആ ഒരു പെർഫോമറിൻ്റെ ഒരു ആങ്കറിന് വേണ്ടി മാത്രമാണ്. ആ ആങ്കറാണ്. അതുകൊണ്ടാണ് ആംഗ്രി ആങ്കർ എന്ന് പറയുന്നല്ലേ. അപ്പം അങ്ങനെയുള്ള ആങ്കേഴ്സ് ഇപ്പോഴാണ് പുതിയ എഡിറ്റേഴ്സ്. ഇപ്പോൾ വരാൻ പോകുന്ന ടെലിവിഷൻ ചാനലിലൊക്കെ ഏറ്റവും കൂടുതൽ നിങ്ങൾ സ്ക്രീനിൽ പെർഫോം ചെയ്ത ആളാണ് അതിൻ്റെ ചീഫ് എഡിറ്റർ. അതിൻ്റെ അപ്പോൾ ഈ രീതിയിൽ പണ്ട് ഓദറിൻ്റെ മരണം എന്ന് പറഞ്ഞ ഒരു വലിയ പ്രയോഗം ഉണ്ടായിരുന്നു ആധുനിക സാഹിത്യത്തിൽ. ഇതിപ്പോൾ എഡിറ്ററിൻ്റെ മരണം എന്നുള്ളത് പണ്ട് സമീർ ജെയിൻ അന്ന് പ്രഖ്യാപിച്ചു. ഇന്ന് ഒരു മാധ്യമത്തിനും അത് ഇംഗ്ലീഷ്. പിന്നെ വരുന്നത് എന്താ? ഈ സോഷ്യൽ മീഡിയയുടെ സ്വാധീനം. സോഷ്യൽ മീഡിയയിൽ ആർക്കും എന്തും പറയാവുന്ന ഒരു ഫ്രീ ഫോർ ഓൾ ആയിട്ടുള്ള സംഗതി. അപ്പോൾ സോഷ്യൽ മീഡിയയാണ് മേധാവിത്വം നേടുന്നത്. റേറ്റിംഗിൽ അവർ മുമ്പിലാണ്. പുതിയ പ്രേക്ഷകരെല്ലാം അവർക്കാണ്. ചെറുപ്പക്കാരെല്ലാം അവരുടെ കൂടെയാണ്. അപ്പോൾ മീഡിയയിൽ അവർ മേധാവിത്വം നേടിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ മത്സരത്തിൽ പിടിച്ചു നിൽക്കാൻ ലെഗസി മീഡിയ സോഷ്യൽ മീഡിയയുടെ എല്ലാ സ്വഭാവങ്ങളും ഉൾക്കൊള്ളുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഫ്രീ ഫോർ ഓൾ എന്ന് പറഞ്ഞ സമ്പ്രദായം, പക്ഷപാതിയായിട്ടുള്ള മാധ്യമങ്ങൾ, പക്ഷപാതിയായിട്ടുള്ള ജേർണലിസം, ഇതെല്ലാമാണ് ഇന്നത്തെ ഏറ്റവും എന്താ പറയുക വിൽപ്പന ഉള്ള ചരക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ ആശ്രയിക്കുന്ന, അതിനെ അനുകരിക്കുന്ന, നിലനിൽക്കാൻ വേണ്ടി പരക്കം പായുന്ന ഒരു ലെഗസി മീഡിയയ്ക്കും അതേ സ്വഭാവം സ്വീകരിക്കേണ്ടി വരും. അപ്പോൾ ഇന്ന് കേരളത്തിൽ നിൽക്കുന്നത് ഈ പൊളിറ്റിക്കൽ ഈ സെനോറിയയിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അതാണ് നമ്മളിന്ന് കാണുന്നത്, മാധ്യമങ്ങളെ കാണുന്നത് എനിക്ക് തോന്നുന്നു. ഇപ്പം നമ്മളിപ്പോൾ പത്രത്തിൻ്റെ കാര്യമൊക്കെ സ്പെസിഫിക് എടുത്ത് ചോദിക്കാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പത്രത്തിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾക്ക് ഒരു വളരെ പ്രതാപഭരിതമായിട്ടുള്ള ഒരു തുടർച്ച, ഭൂതകാലം അങ്ങനെ ഉണ്ടല്ലോ. ഇതിപ്പം ഞാൻ പത്രം എടുത്തു വയ്ക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്രം ഒരു മലയാളത്തിൻ്റെയൊക്കെ ഒരു വളരെ പ്രധാനപ്പെട്ട പത്രങ്ങളൊക്കെ അതൊക്കെ ഒരു ജൈവിക മരണത്തിലേക്കൊക്കെ പോകുന്ന രീതി അത്രയും ഡിക്ലൈനിങ് ആണ്. എന്താണ് കേരളത്തിൽ ഇതൊക്കെ പറഞ്ഞാൽ രണ്ട് രീതിയിലുണ്ട്. കേരളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ സ്വഭാവം വന്നിരിക്കുന്ന വലിയ മാറ്റങ്ങൾ ഇപ്പോഴും ഒരു പരിധിവരെ കുറവാണ് മലയാളത്തിൽ നിന്നാണ് എൻ്റെ ഇപ്പോഴത്തെ നിലപാട്. കാരണം അതിന് പല കാരണങ്ങളുണ്ട്. കേരളം എല്ലാ കാര്യത്തിലും വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയമാണ്, വ്യത്യസ്ത രീതിയിലുള്ള സാമൂഹ്യ ചിന്തയുള്ള ഒരു രാഷ്ട്രീയമാണ്, വേറൊരു ചരിത്രമാണ്. എന്തുകൊണ്ടാവാം കേരളത്തിൽ ഇപ്പോഴും ഭരണകൂടങ്ങൾക്ക് പൂർണ്ണമായിട്ട് നിൽക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ഭരണകൂടത്തിനെ നിരന്തരമായി വിമർശിക്കുക, ആ വിമർശനത്തിൻ്റെ സ്വഭാവത്തിൽ ചില ഏകപക്ഷീയതയുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പക്ഷേ ഭരണകൂടങ്ങളെ വിമർശിക്കാൻ
ഒരു മടിയും കാണിക്കാത്ത മാധ്യമങ്ങളാണിപ്പോൾ. ഒരുപക്ഷെ അമിതമായിട്ട് തന്നെ പക്ഷേ ജനാധിപത്യ രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ അമിതമായാൽ പോലും ഭരണകൂടത്തിന് നേരെ വിരൽ ചൂണ്ടുക എന്ന് പറയുന്ന സാധാരണക്കാരന് പറ്റാത്ത കാര്യം ചെയ്യുന്നത് അത്രമാത്രം നല്ല കാര്യമായിട്ടാണ് എനിക്കിപ്പോഴും തോന്നുന്നത്. അതിൽ പക്ഷപാതിത്വം ഉണ്ടാവും, അതിനകത്ത് ഇടതുപക്ഷ വിരോധം ഉണ്ടാവും, പിണറായി വിരോധം ഉണ്ടാവും. ഇതൊക്കെയാണെങ്കിലും ഇവിടെ ഒരു ചെക്ക് ആൻഡ് ബാലൻസ് എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിൽ പ്രത്യേകിച്ച് അമിതാധികാര സ്വഭാവം കൂടുതൽ എല്ലാ പാർട്ടികളിലും കടന്നു വരുന്ന ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ ഒരു ചെക്ക് ആൻഡ് ബാലൻസ് ആയിട്ട് നിങ്ങൾ ഒരു പക്ഷേ അതിൽ കടന്ന് പണ്ട് ജവഹർലാൽ നെഹ്റു പറഞ്ഞ പോലെ ഈ സ്വാതന്ത്ര്യമേ ഇല്ലാത്ത ഒരു അവസ്ഥയെക്കാട്ടിലും അല്പം സ്വാതന്ത്ര്യം ദുരുപയോഗപ്പെടുത്തുന്ന മാധ്യമ സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യമേ ഇല്ലാത്തതിനെക്കാട്ടും അഭിപ്രായ സ്വാതന്ത്ര്യം അല്പം ദുരുപയോഗപ്പെടുത്തുന്ന ഒരു സമൂഹ വ്യവസ്ഥയാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞതുപോലെ ഇതല്പം അതുപോലെ തന്നെയാണ് മതജാതി വിഭാഗങ്ങൾക്ക് ബാക്കി എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളൊരു മതസംഘടനയുടെയോ ഒരു മതത്തിനോടോ പൂർണ്ണമായ ആഭിമുഖ്യമോ പൂർണ്ണമായ പക്ഷപാതമോ പുലർത്താൻ നാഷണൽ ചാനലുകളിൽ കഴിയുന്ന പോലെ കേരളത്തിലെ ഒരു മുഖ്യധാരാ മാധ്യമത്തിലും കഴിയില്ല, ഇപ്പോഴും ചെയ്യുന്നില്ല. നാളെ മാറുമോ എന്നുള്ളത് നമ്മൾ കണ്ടു കാണേണ്ടതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് പോലെ ഒരു ചാനലിൽ പോലും വാസ്തവത്തിൽ BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് അധികാരത്തിലിരിക്കുന്ന അല്ലെങ്കിൽ അത് ചെയർമാനായിരിക്കുന്ന കാലത്ത് പോലും ഏഷ്യാനെറ്റ് ന്യൂസിന് അതിൻ്റേതായ ഒരു സ്വതന്ത്ര മതകാര്യങ്ങളിലും മതേതരത്വം മുതലായ വിഷയങ്ങളിലും മറ്റും ഒരു പക്ഷപാതിയായിട്ടുള്ള സമീപനം സ്വീകരിക്കേണ്ടി വന്നില്ല എന്നുള്ളത് തീർച്ചയായിട്ടും അതിൽ രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള ഒരു ഇങ്ങനത്തെ കാര്യത്തിൽ മറ്റൊരു നിലപാട് സ്വീകരിക്കുന്ന എഡിറ്റോറിയൽ സ്വാതന്ത്ര്യം കൊടുക്കണം തൻ്റെ ചാനലിനും തൻ്റെ രാഷ്ട്രീയമാണെങ്കിലും എന്ന് വിശ്വസിക്കുന്ന ഒരാളുടെ സാന്നിധ്യം അതിനകത്ത് തീർച്ചയായിട്ടും ഉണ്ട്. അത് ഏഷ്യാനെറ്റിൻ്റെ പാരമ്പര്യം, കേരളത്തിലെ മാധ്യമങ്ങളുടെ പാരമ്പര്യമൊക്കെ അതിൽ പ്രധാനപ്പെട്ട ഘടകമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ചില വളരെ നിർണായകമായ ഘട്ടങ്ങളിൽ പോലും ഒരു രീതിയിൽ കണ്ടന്റിനെ അല്ലെങ്കിൽ ഉള്ളടക്കത്തെ സ്വാധീനിക്കാനോ ഉള്ളടക്കത്തിനെ ഇടപെടുകയോ ഒന്നും അദ്ദേഹം ചെയ്തിട്ടില്ല. ഞാൻ 7 വർഷം അവിടെ ഉണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചില സൂചനകൾ ലഭിക്കുന്നപ്പോഴാണ് ഞാൻ വിട്ടുപോരുന്നത്. പക്ഷേ അത് കേരളത്തിൻ്റെ ഒരു പാരമ്പര്യമാണ്. അത് ദുർബലമായി വരുന്നുണ്ട് എന്നുള്ളൊരു സത്യമാണ്. അതിന് നേരത്തെ പറഞ്ഞ പല കാരണങ്ങളുമുണ്ട്. പക്ഷേ ഇവിടെ ഈ മലയാളത്തിലെ മാധ്യമങ്ങൾക്ക് അത് തന്നെയാണ് പത്രങ്ങളുടെ കാര്യം. പത്രങ്ങൾ എങ്ങനെയൊക്കെ ഇതുണ്ടെങ്കിലും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രങ്ങൾ പോലും നിങ്ങൾ ഈ മതം ഇപ്പോൾ നാഷണൽ ലെവലിൽ കാണുന്ന പോലെ അത് കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളുടെ ഒരു പ്രത്യേകത കൂടിയാണ്. ഇവിടെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഭൂരിപക്ഷ മതത്തിനെയോ അല്ലെങ്കിൽ ന്യൂനപക്ഷ മതത്തിനെയോ മറ്റോ പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ പ്രചാരണം ഏറ്റെടുക്കാനോ മറ്റോ മാധ്യമങ്ങൾക്കിട്ടും കഴിയില്ല. അപ്പോൾ മാധ്യമങ്ങൾ എല്ലാ കുഴപ്പങ്ങളും ദൗർബല്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഈയിടെ ഞങ്ങൾ മറ്റൊരു ചർച്ചയിൽ വളരെ പ്രധാനപ്പെട്ട ജേർണലിസ്റ്റ് ആയിട്ടുള്ള ജഗ്വാൽ പറഞ്ഞത്, പക്ഷെ ഞാൻ ആ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള അഭിപ്രായം ചെയ്യുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശരിയാണ്, അദ്ദേഹം പറഞ്ഞത് കേരളത്തിൻ്റെതായ ഒരു പഴയ കാലമുണ്ട് കേരളീയ മാധ്യമങ്ങളുടെ. ആ പഴയ കാലവുമായിട്ടാണ് നമ്മൾ താരതമ്യം ചെയ്യേണ്ടത്. നമ്മൾ ഹിന്ദി ആയിട്ടോ അല്ലെങ്കിൽ മറ്റ് നാഷണൽ ചാനലുമായിട്ടല്ല, കേരളത്തിൻ്റെ സവിശേഷത. ഇപ്പോൾ കേരളത്തിൻ്റെ സോഷ്യൽ ഇൻഡിസസിനെ പറ്റി പറയുന്ന പോലെ നമ്മൾ ഉത്തർപ്രദേശത്തെക്കാളിലും ഭേദമാണെന്ന് എപ്പോഴും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ആരുമായിട്ടാണ് മത്സരിച്ചിരുന്നത്? നമ്മൾ വിദേശ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടാണെങ്കിൽ അവരുമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്. നമ്മൾ ഇപ്പോഴും ബീഹാറിനേക്കാളും UP-യെക്കാളിലും ഭേദമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് വാലിഡ് പോയിന്റാണ്. കേരളത്തിൻ്റെ പഴയകാല പത്രപ്രവർത്തനം കൂടുതൽ. പക്ഷെ കാലം മാറുമ്പോഴേക്കും എക്കോസിസ്റ്റം മാറി, സ്വഭാവം മാറി. അതുകൊണ്ട് പഴയ രീതിയിൽ തുടരാൻ കഴിയില്ല. പക്ഷേ ഇത് പറഞ്ഞു വരുന്നത് ഇതൊക്കെയാണെങ്കിലും കേരളത്തിലെ മലയാളത്തിലെ മാധ്യമങ്ങൾക്ക് പഴയ കാലത്തിൻ്റെ ചില ഗുണങ്ങൾ, ചില സദ്ഗുണങ്ങൾ ഇപ്പോഴും ബാക്കിയുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പത്രങ്ങളായാലും ടെലിവിഷനായാലും. അതേസമയത്ത് ഈ കാര്യങ്ങളെല്ലാം ട്രെൻഡ് വളരെ ക്ലിയറാണ്. കാരണം എഡിറ്റർമാരുടെ മരണം, കൂടുതൽ പക്ഷപാതികളാവുന്നു, മാർക്കറ്റിൻ്റെ തീരുമാനമനുസരിച്ച് നയങ്ങളിൽ വ്യത്യാസം, ഇതെല്ലാം തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇപ്പോഴും കുറച്ച് ഭേദപ്പെട്ട അവസ്ഥയിലാണെന്നാണ് എൻ്റെ വിശ്വാസം. ഈ ഏഷ്യാനെറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഏഷ്യാനെറ്റിലെ 7 വർഷം എഡിറ്റർഷിപ്പിനുള്ള അല്ലെങ്കിൽ അതിൻ്റെ എഡിറ്റോറിയൽ തലപ്പത്തുണ്ടായിരുന്ന 7 വർഷം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏഷ്യാനെറ്റിൻ്റെ ഒരു ദീർഘകാല ലെഗസി ഉണ്ട്. അപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ തുടക്കം മുതൽ റെജി മേനൻ, ശശികുമാർ സാർ, സക്കറി, ആ കാലത്തൊക്കെ ആളുകൾ ഇടതുപക്ഷാഖ്യം ആഭിമുഖ്യമുള്ള സോഷ്യലിസ്റ്റ് ആഭിമുഖ്യമുള്ള ഒരു പ്ലാറ്റ്ഫോം ഉള്ളത്. കേരളത്തിൽ ഏറ്റവും ഇടത് വിരുദ്ധ ടെലിവിഷൻ ചാനൽ എന്നുള്ള രീതിയിലേക്ക് ഇടതുപക്ഷവും CPM ആകത്തുകയിൽ വിശ്വസിക്കുന്ന ഘട്ടമുണ്ടായിരുന്നു. ഇടതുപക്ഷം നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ CPM കോവിഡിനിടയിൽ ബഹിഷ്കരിച്ച ഘട്ടത്തിലാണ് ഞാൻ MGR-നോട് സംസാരിക്കുന്നത്. ഈ 7 വർഷം ഉണ്ടല്ലോ, ഈ 7 വർഷ കാലയളവിൽ അന്നും BJP-യിൽ ഏറ്റവും പ്രബലനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരനാണ് അതിൻ്റെ ചെയർമാൻഷിപ്പിൽ ഉണ്ടായിരുന്നത്. ഏഷ്യാനെറ്റിന് അങ്ങനെ ഒരു സ്വതന്ത്ര വാർത്താ നയം, അങ്ങനെ ഒരു എഡിറ്റോറിയൽ പോളിസിയിൽ പോകാനായിട്ടുണ്ടായിരുന്നു ആ കാലത്ത്? തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. അതിനൊരു സംശയമില്ലാത്ത കാര്യം. എനിക്ക് യാതൊരു അസന്ദിഗ്ധമായി തന്നെ പറയാൻ കഴിയും. ഞാൻ ഈ 7 വർഷം അല്ലെങ്കിൽ 7 വർഷത്തോളം ഇരുന്ന ഒരു സമയത്ത്
ഒരു സന്ദർഭം പോലും എനിക്ക് മാനേജ്മെൻറ്റ് സൈഡിൽ നിന്നോ പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരു കൃത്യമായ രാഷ്ട്രീയം ഉണ്ടായിരുന്ന ഒരാളുടെ ഒരു തവണ പോലും അദ്ദേഹം ഇടപെടുകയോ അതിങ്ങനെ പ്രവർത്തിക്കുകയോ. ഏഷ്യാനെറ്റിൻ്റെ ഒരു ശക്തി അതിൻ്റെ സ്വതന്ത്ര എഡിറ്റോറിയൽ ടീമിൻ്റെ സ്വാതന്ത്ര്യം തന്നെയാണ്. ആ എഡിറ്റോറിയൽ ഡ്രിവൺ തന്നെയാണ്. അത് തുടക്കം മുതൽ അങ്ങനെയാണ്. ശശികുമാറും മറ്റും അതിൻ്റെ ശശികുമാർ അടക്കമുള്ള അതിൻ്റെ സ്ഥാപകരുടെ അത് ഉറപ്പിച്ച ഒരു മൂല്യബോധം അതിലുണ്ട്. ആ മൂല്യബോധത്തിൻ്റെ തുടർച്ച ഈ എഡിറ്റോറിയൽ ഡ്രിവൺ ആയിരിക്കണം. ഇപ്പോഴും എഡിറ്റോറിയൽ ഡ്രിവൺ ആണെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഈ 7 വർഷക്കാലത്ത് കൃത്യമായി പറയാവുന്ന ഒരു തവണ പോലും അദ്ദേഹം ഏറ്റവും അധികം ബി ജെ പിയുടെ പക്ഷപാതിയായ കാലത്ത് പോലും ഏഷ്യാനെറ്റിനെ സംബന്ധിച്ചുള്ള അതിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ചില വളരെ വളരെ സന്ദിഗ്ധമായ ചില ഘട്ടങ്ങളുണ്ടായിട്ടുണ്ട്. വളരെ വലിയ വെല്ലുവിളികൾ ഉയർന്ന ഡൽഹി റൈറ്റ്സ് പോലെയുള്ള കാര്യത്തിൽ. ഡൽഹി റൈറ്റ്സ് നടന്ന സമയത്താണ് പുറത്താക്കിയത്. പക്ഷേ ആ സമയത്ത് പോലും ഞങ്ങളെ പിന്തുണയ്ക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അത് വലിയൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഞാനൊരു പല സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും ആ മാനേജ്മെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഉടമയുടെയോ ഒരു അതിരുകടന്ന് മാത്രമല്ല, ഒരു മിനിമം കാര്യങ്ങളിൽ പോലും അത് എൻ്റെ നിലപാട്, എൻ്റെ സ്വാധീനം അതിൽ ഉണ്ടാവരുത് എന്ന് നിഷ്കർഷിച്ചിരുന്ന ഒരു കാലമാണ് 7 വർഷം. പിന്നെ എന്തുകൊണ്ടാണ് അവിടുന്ന് മാറുന്നത് വെച്ചാൽ ആ 7 വർഷം കഴിഞ്ഞ് ഈ കാലം അനുസരിച്ച് മാറ്റത്തിൻ്റെ സൂചനകളായിരിക്കാം. അതിൽ നിന്നൊരു മാറ്റത്തിൻ്റെ സൂചനകൾ, ചില ചെറിയ സൂചനകൾ എങ്കിലും കണ്ടതോടുകൂടിയാണ് അവിടെ ഇനിയും നിൽക്കുന്നത് പന്തിയാവില്ല എന്ന് ഞാൻ തീരുമാനിക്കുന്നതും പുറത്തേക്ക് ഇറങ്ങിപ്പോയിരുന്നതും. അപ്പോൾ അതേ സമയത്ത് ഞാൻ പറഞ്ഞ ആ ഒരു 7-8 വർഷത്തെ ഒരു പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നെന്ന് വ്യത്യാസം വരുന്നുണ്ടോ എന്ന സംശയം അത്രേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ആദ്യത്തെ സൂചന വന്നപ്പോൾ തന്നെ അതിനോട് വിട പറയാൻ തീരുമാനിക്കുന്നത്. പക്ഷേ ആ 7 വർഷം നേരത്തെ മനുഷ്യ പറഞ്ഞ പോലെ നമ്മൾ സംസാരിക്കുന്ന അന്ന് CPM ബഹിഷ്കരിക്കുന്ന കാലത്താണ്. പക്ഷേ ആ 7 വർഷത്തിൽ ഏതാണ്ട് പകുതിക്കാലവും BJP ബഹിഷ്കരിച്ചത് ഏഷ്യാനെറ്റിനെയാണ്. അത് ഞാൻ തുടങ്ങിയ കാലത്ത് UDF ആയിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ എതിരാളികൾ. അപ്പോൾ UDFൻ്റെ കേസുകളുണ്ട്, നേതാക്കന്മാർ അതിൽ നിന്ന് വാക്കൗട്ട് നടത്തുന്നുണ്ട്, ചാനൽ ചർച്ചകളിൽ നിന്ന്. പലയിടത്തും അതിശക്തമായ എനിക്കൊക്കെ എതിരായിട്ടുള്ള നിരന്തരമായ കത്തുകളും ഒക്കെ UDFൽ നിന്ന് വന്നിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് LDFൻ്റെ ഭരണകാലത്താണ്, 16 മുതലുള്ള ഭരണകാലത്താണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ സമയത്ത് ഇടതുപക്ഷം ബഹിഷ്കരിച്ചിരുന്നു. BJPയും അത് പലരും പറയുന്നത് BJP ബഹിഷ്കരിച്ചത് BJP നേതാവിന് രാജീവ് ചന്ദ്രശേഖറുമായിട്ടുള്ള അഭിപ്രായം. അതൊന്നും ആയിരുന്നില്ല. കാരണം രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ ഒരു സ്വാധീനം അതിനകത്ത് ഉണ്ടായിട്ടേ ഇല്ല. അദ്ദേഹം അത് വേണ്ടെന്ന് വെച്ചിരിക്കുന്നതാണ്. ചിലപ്പോൾ നല്ലൊരു ബിസിനസ്സുകാരനായതുകൊണ്ടാവാം അദ്ദേഹം തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ ബിസിനസ്സുകളും നല്ലതായിട്ട് പോകുക എന്നുള്ളതാണ്. അപ്പോൾ ഏഷ്യാനെറ്റ് 1-ാം സ്ഥാനത്ത് 30 വർഷമായിട്ട് 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ചാനലിനെ എൻ്റെ രാഷ്ട്രീയം കൊണ്ട് അതിനെ തകർത്ത് കളയാൻ അത് പിന്നെ എന്താ പറയുക, അതൊരു ശരിയായ കാര്യമല്ല. അതിന് പുറമേ അതൊരു ബിസിനസ് വൈസും എന്ന് മനസ്സിലാക്കുന്നവളായിരിക്കും. പക്ഷെ അതിൽ നിന്ന് ഈ പറഞ്ഞ പോലെ ആ കാലത്ത് BJPയുടെ ബഹിഷ്കരണവും പിന്നെ CPMൻ്റെ ബഹിഷ്കരണവും മാത്രമല്ല, ഞങ്ങളെ ആ സമയത്ത് ജമാഅത്ത് ഇസ്ലാമി ഗൾഫിൽ ബഹിഷ്കരിച്ചിരുന്നു. കാരണം റംസാൻ്റെ കാലത്ത് നടത്തിയ ഏതൊരു വാർത്തയ്ക്ക് എതിരായിട്ട്. അപ്പോൾ അതൊക്കെ ഒരു വാസ്തവത്തിൽ ഞങ്ങളുടെ ഒരു ബാഡ്ജ് ഓഫ് ഓണറായിട്ട് തന്നെയാണ് അന്നും കണ്ടിരുന്നത്, ഇന്നും കാണുന്നത്. അത് ഏഷ്യാനെറ്റിൻ്റെ സ്വതന്ത്ര നിലപാടുകളുടെ ഒരു സാധൂകരണമായിട്ടാണ് തോന്നുന്നത്. അതിനെ കൂടുതൽ വേണ്ട, കാരണം എല്ലാവരും വിമർശിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണെന്ന് മനസ്സിലാക്കിയത്. അത് മനസ്സിലാക്കുന്ന ഒരു മാനേജ്മെൻറ്റാണ് ആ സമയത്തുണ്ടായത്. ഇന്ന് കാലം 7-8 വർഷം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ കഴിഞ്ഞ സംഭവം എന്താ നടക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ അതിൻ്റെ ഒരു ചെറിയ സൂചന വരുന്നു എന്നെനിക്ക് തോന്നിയപ്പോൾ, ചിലപ്പോൾ എനിക്ക് തെറ്റായി തോന്നിയായിരിക്കാം, ശരിയായിട്ട് തോന്നിയായിരിക്കാം, തോന്നിയ സമയത്ത് ഇനി അത് ശരിയാവില്ല എന്ന് തീരുമാനമെടുക്കാൻ അന്ന് തീരുമാനിച്ചത് അതുകൊണ്ടായിരുന്നു. ഈ 30 വർഷക്കാലം തുടർച്ചയായിട്ട് 1-ാം സ്ഥാനം കിട്ടുക ഒരു ന്യൂസ് ടെലിവിഷൻ്റെ കാര്യത്തിൽ നിന്ന്, ഞാനിത് ശ്രീകണ്ഠൻ നായർ സാറിനോടും ഞാൻ അഭിമുഖത്തിൽ ചോദിക്കുകയാണ്. അവിടുന്ന് പുതിയൊരു ചാനൽ വന്ന് 24 2-ാം സ്ഥാനത്തേക്ക് എത്തുന്നു. ഭയങ്കര ഒരു അപൂർവതയാണ്. 2-ാം സ്ഥാനത്തുള്ള ചാനലിനെ 1-ാം സ്ഥാനത്തുള്ള ചാനൽ അനുകരിക്കുന്ന രീതി ഏറെക്കുറെ, ഞാൻ അവതരണ ശൈലി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുണ്ടായിട്ടുണ്ട്. ഇപ്പം ഇന്ത്യ വിഷന്റെ അവതരണ രീതിയെ അനുകരിക്കുന്ന രീതിയിലേക്ക് എല്ലാ ന്യൂസ് ടെലിവിഷനും പിന്നീട് മാറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു അനുകരണാത്മകതയിലേക്ക് ഏഷ്യാനെറ്റ് പോകുന്ന സാഹചര്യം വരുന്നു. നമ്മളിപ്പോൾ ഈ പറയുന്ന ഒരു എഡിറ്റർഷിപ്പ് ഇല്ലാതെ ഈ പറയുന്ന ഒറ്റ നായകരെ പോലെ ഈ പറയുന്ന ആരാണോ ചർച്ച നടത്തുന്നത് അയാൾ എഡിറ്റോറിയൽ പോളിസി പ്രഖ്യാപിക്കുന്നു, അയാളുടെ രാഷ്ട്രീയ പക്ഷം പ്രഖ്യാപിക്കുന്നു. സാധാരണ ന്യൂസ് റീഡേഴ്സ് ബുള്ളറ്റിൻ വായിക്കുന്നവർ വെറും വാർത്ത അറിയാൻ ആൾക്കാർക്ക് താല്പര്യമില്ല. നിങ്ങളൊരു വിമർശനം, പരിഹാസം പറയുന്നു.
അതപ്പോൾ അതിന് ഏത് അളവിൽ തന്നെ പോകുന്ന രീതിയിലേക്ക് ഏഷ്യാനെറ്റ് അടക്കം ആ ചേരിയിലേക്ക് മാറുന്നതിന്റെ ഒരു പ്രവണത എനിക്ക് തോന്നുന്നത് അന്ന് മുതലേ ഉണ്ടായിരുന്നല്ലോ. തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അത് വളരെ ശരിയാണ്. അതാ ഞാൻ പറയുന്നത്, ഇതൊരു ഇക്കോ സിസ്റ്റം മാറുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വ്യക്തികളും സ്ഥാപനങ്ങളും ഒക്കെ മാറുന്നതാണ്. അവിടെ പിടിച്ചു നിൽക്കാൻ പ്രയാസം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ശബരിമല സർവൈവൽ ഗെയിം പോലെ സർവൈവൽ ഗെയിമാണ്. അത് ശബരിമല സമരത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞതാണ്. ശബരിമല പ്രക്ഷോഭം നീണ്ടുപോയിരുന്നെങ്കിൽ ഒരു പക്ഷേ അന്നത്തെ സ്വതന്ത്ര നിലപാട് സ്വീകരിക്കാൻ കഴിയുമായിരുന്നോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം അതൊരു വലിയ പ്രശ്നമായിരുന്നു. ഒരു എഡിറ്റോറിയൽ മാനേജ്മെൻറ്റ് തമ്മിലുള്ള വലിയ തർക്കങ്ങൾക്ക് വഴിവെച്ചാണ്. അതുപോലെയാണ് നേരത്തെ പറഞ്ഞല്ലോ 2020 എന്ന് പറയുന്ന കോവിഡ് കാലം നമ്മുടെ ജീവിതങ്ങളെ ലോകം മുഴാകെ ജീവിതത്തിനെ മാറ്റിമറിച്ചതുപോലെയാണ് ഈ മീഡിയയുടെ രീതികളെയും പൂർണ്ണമായിട്ടും അത് തകിടം മറിച്ച് കളഞ്ഞു. അതോടുകൂടിയാണ് ഏഷ്യാനെറ്റിൽ പറഞ്ഞ പോലെ ഈ പ്രത്യേകിച്ച് ശ്രീകണ്ഠൻ നായരുടെ വരവ്. അതിൽ ശ്രീകണ്ഠൻ നായർ അതിനെ പൂർണ്ണമായിട്ടും മറ്റൊരു മാധ്യമ ഡിസ്കോഴ്സിലേക്ക് പിന്നെ ടെലിവിഷൻ തീർച്ചയായിട്ടും. അപ്പൊ അദ്ദേഹത്തിന്റെ ശക്തി മുഴുവൻ അദ്ദേഹം ജനറൽ എന്റർടൈൻമെന്റ് ചാനലിന്റെ മാസ്റ്റർ ആയിരുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ ആദ്യമായിട്ട് ഈ ന്യൂസിനെയും എന്റർടൈൻമെന്റിനെയും പൂർണ്ണമായിട്ടും പരസ്പരം ബന്ധിക്കാൻ കഴിഞ്ഞ ആളാണ് ശ്രീകണ്ഠൻ നായർ. അപ്പോൾ 24ന്റെ വരവ് അങ്ങനെയായിരുന്നു. നിങ്ങൾ പിന്നെ വളരെ ലൈറ്റായിട്ടുള്ള രീതിയിലുള്ള ഡിസ്കോഴ്സ് നടത്തുക, ആങ്കറും പ്രസൻറ്ററും പഴയ പോലെ ഒരു ഔപചാരികതയൊന്നുമില്ലാതെ സംസാരിക്കുക, സ്വകാര്യ സംഭാഷണം പോലെ, സൗഹൃദ സംഭാഷണം പോലെ പരസ്പരം. അപ്പോൾ അതിനെ രണ്ട് രീതിയിൽ കാണാം. അതൊരു കൂടുതൽ എന്താ പറയുക, ജനാധിപത്യവൽക്കരിച്ചു, അല്ലെങ്കിൽ അതിനെ കൂടുതൽ സാധാരണക്കാരുമായിട്ട് അടുപ്പിച്ചു എന്ന് പറയാം. മറ്റൊരു രീതിയിൽ അതൊരു പൈങ്കിളിവൽക്കരിച്ചു എന്നും കാണാം. ഇത് രണ്ടും ശരിയാണ് ഒരു പരിധിവരെ. പക്ഷേ ഈ അന്നത്തെ അതും ഈ പറഞ്ഞ പോലെ ഒരു ശ്രീകണ്ഠൻ നായരുടെയോ അല്ലെങ്കിൽ പുതുതായിട്ട് വന്ന ഒരു ടെലിവിഷൻ എഡിറ്ററിൻ്റെയോ തീരുമാനം മാത്രമായിരുന്നില്ല. അന്നത്തെ മാർക്കറ്റ് അല്ലെങ്കിൽ അന്നത്തെ പ്രേക്ഷക സമൂഹത്തിൻ്റെ സ്വഭാവം കോവിഡ് കാലത്താണ് ആദ്യമായിട്ട് ന്യൂസ് ചാനൽ കാണാൻ വലിയ തോതിൽ, അതുവരെ എൻ്റർടൈൻമെൻറ്റ് ചാനലുകളിലും സീരിയലുകളിലും പിന്നെ സിനിമകളിലും മാത്രം പൂർണ്ണമായിട്ടും സമയം മെനക്കെട്ടിരുന്നവർ വൻതോതിൽ വലിയ വലിയ കോവിഡ് അപ്ഡേറ്റ് ഒക്കെ ഏറ്റവും വലിയ. അപ്പോൾ ന്യൂസ് ടെലിവിഷൻ ചാനൽ പത്രങ്ങളും അതെ, അന്ന് ന്യൂസ് ടെലിവിഷനും ന്യൂസ് മീഡിയയ്ക്ക് വലിയ പ്രചാരമുണ്ടായി. അത് വ്യാധികളുടെ കാലത്തും മഹാവ്യാധികൾക്കും പിന്നെ മഹായുദ്ധങ്ങൾക്കും ഒക്കെ സ്വാഭാവികമാണ്. മാധ്യമങ്ങളുടെ ചരിത്രത്തിൽ എല്ലാ കാലത്തും അങ്ങനെയാണ്. യുദ്ധം വരുമ്പോൾ എല്ലാവർക്കും ആകാംക്ഷയുണ്ട്, എന്താണ് സംഭവം അറിയാവുന്നത്. ഈ കോവിഡ് പോലൊരു മഹാമാരി വരുമ്പോഴും എന്താണ് സംഭവം, നമ്മുടെ ജീവിതത്തിനെ ബാധിക്കാൻ പോകുന്നത്. അതുകൊണ്ട് അന്നാണ് ന്യൂസ് ടെലിവിഷനിലേക്ക് ന്യൂസ് റീഡേഴ്സ്, ന്യൂസ് പേപ്പേഴ്സിലും ഒക്കെ വലിയ തോതിൽ സർക്കുലേഷൻ വൻതോതിൽ വർദ്ധിച്ചു. പരസ്യ വരുമാനം ഉണ്ടായില്ല. അതുകൊണ്ട് അതൊരു വേറൊരു ക്രൈസിസ് ഉണ്ടായി. പക്ഷേ പ്രേക്ഷകരുടെ എണ്ണം വൻതോതിൽ 3 മടങ്ങും 10 മടങ്ങും ഒക്കെ വർദ്ധിച്ചു. അപ്പോൾ ഈ വന്നവർ ഈ എൻ്റർടൈൻമെൻറ്റ് ചാനലുകളിൽ, വിനോദ പരിപാടികളിലും സീരിയലുകളിലും സിനിമകളിലും ഒക്കെ അഭിനയിച്ചവരാണ്. ഇപ്പോൾ സ്ത്രീകളുടെ എണ്ണം വൻതോതിൽ വർദ്ധിച്ചത് ആ കാലത്താണ് ന്യൂസ് റീഡേഴ്സിൽ, ന്യൂസ് വ്യൂവർഷിപ്പിൽ. അപ്പോൾ ഈ വരുന്ന ഒരു വിഭാഗത്തിന് വാർത്തകൾ അറിയണം, അതിവേഗം അറിയണം. പക്ഷേ അതൊരു മിനിറ്റ് അറിഞ്ഞാൽ മതി, ഒരു സെക്കൻഡ് അറിഞ്ഞാൽ മതി. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിൻ്റെ എൻ്റർടൈൻമെൻറ്റ് സാധ്യതകളിലേക്കാണ് അവർ പോകുന്നത്. അവിടെയാണ് കൃത്യമായിട്ട് ശ്രീകണ്ഠൻ നായർ പോലെ ഒരു എൻ്റർടൈൻമെൻറ്റ് ചാനലിൻ്റെ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമുകളുടെ മാസ്റ്ററായിരുന്നു ശ്രീകണ്ഠൻ നായർ. ഇപ്പോൾ വാർത്തകളിലേക്ക് വരികയും ആ വാർത്ത എന്ന് പറഞ്ഞ ഈ പ്രോഡക്റ്റിനെ പിന്നെ എൻ്റർടൈൻമെൻറ്റുമായിട്ട് പരസ്പരം ബന്ധപ്പെടുത്തുകയും ന്യൂസ് എന്ന് പറയുന്നത് ന്യൂസ്റ്റെയിൻമെൻ്റ് ആയിട്ട് മാറുകയും അങ്ങനെ അത് വലിയ തോതിൽ മാറ്റി. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ പുതിയതായിട്ട് വന്ന ഒരു ചാനൽ 2ാം സ്ഥാനത്തേക്കും 1ാം സ്ഥാനത്തിൻ്റെ അടുത്തേക്കും വരുന്ന ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും വായനക്കാരുടെയും പ്രേക്ഷക സ്വഭാവം മാറി എന്നറിഞ്ഞുകൊണ്ട് ഏഷ്യാനെറ്റ് ന്യൂസും സ്വാഭാവികമായിട്ട് അദ്ദേഹം സ്വീകരിച്ച നല്ല വശങ്ങളെങ്കിലും സ്വീകരിക്കണം എന്ന് തീരുമാനമുണ്ടായി. അതൊരു എന്താ പറയുക, തീർച്ചയായിട്ടും അത് കൂടുതൽ അങ്ങനെയാണ് നമ്മൾ മോർണിംഗ് പ്രോഗ്രാം മാറ്റുന്നത്. ഈ നമസ്തേ കേരളം എന്ന് പറയുന്ന പ്രോഗ്രാം കൊണ്ടുവരുന്നത് തന്നെ ശ്രീകണ്ഠൻ നായരുടെ വമ്പിച്ച വെല്ലുവിളി, ശ്രീകണ്ഠൻ നായരുടെ സാന്നിധ്യം ഉണ്ടാക്കുന്ന, ശ്രീകണ്ഠൻ നായരുടെ വാർത്താ പരിചരണ രീതി അല്ലെങ്കിൽ ജനങ്ങളുമായിട്ട് സംഭാഷണ രീതി, അദ്ദേഹം ഈ തമ്മിൽ എന്ന് പറയുന്ന പ്രോഗ്രാമിൽ ടോട്ടൽ ഫ്ലോർ യൂസ് ചെയ്യുന്ന എല്ലാവരെയും കൊറിയോഗ്രാഫ്ഡ് ആണ്. എല്ലാവരുമായിട്ടുള്ള ഒരല്പം തമാശ കലർന്ന്, ഒരല്പം ഫലിതം ഉപയോഗിച്ച്, നർമ്മം ഉപയോഗിച്ച്, ഏറ്റവും പ്രധാനപ്പെട്ട അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ്. അവരാണല്ലോ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പിന്നെ ഇലക്ഷൻ അനാലിസിസ് എന്ന് പറയുന്നത് ഒരു വലിയ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാം ആക്കി മാറ്റിയ, തീർച്ചയായിട്ടും ഒരു വലിയൊരു മാസ്റ്റർ ഫുൾ ആയിട്ടുള്ള പരിപാടികളൊക്കെ ആയിരുന്നു. പക്ഷെ സ്വാഭാവികമായിട്ടും അത് എക്കോസിസ്റ്റം മാറുന്നതനുസരിച്ച് മാറുക എന്നുള്ളത് ഏതൊരു
വിവേകമുള്ള ഒരു പ്ലെയറിൻ്റെയും പരിപാടി ആയതുകൊണ്ട് തീർച്ചയായിട്ടും. പക്ഷേ അതേ സമയത്ത് അതൊരു കൊച്ചു വർത്തമാനത്തിൻ്റെയും പൈങ്കിളിവൽക്കരണത്തിൻ്റെയും ഘട്ടത്തിലേക്ക് മാറാൻ പാടില്ല എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി കുറേയൊക്കെ പ്രയോഗിച്ചതുകൊണ്ടാണ് ഏഷ്യാനെറ്റ് വന്ന് ചില പുതിയ പരിപാടികൾ ആവിഷ്കരിക്കുകയും പിന്നെ മാത്രമല്ല ഈ എക്സ്റ്റെൻഡഡ് പ്രോഗ്രാമുകൾ അവസാനിച്ചു തുടങ്ങുന്ന അപ്പോഴാണ്. കാരണം കറണ്ട് അഫയേഴ്സ് ഇല്ലാതെ കറണ്ട് അഫയേഴ്സ് ഇല്ലാതെ എല്ലാവർക്കും അപ്പം അറിയുന്ന അങ്ങനെയാണ് 100 ന്യൂസ്, സ്പീഡ് ന്യൂസ് മുതലായ. കാരണം എല്ലാ അതിന് വന്നിരിക്കുന്ന പുതിയ പ്രേക്ഷക സമൂഹത്തിന് ഒരു വരിയിൽ കിട്ടുന്ന വാർത്ത അറിഞ്ഞാൽ മതി. അതിൻ്റെ എക്സ്റ്റെൻഡഡ് പരിപാടികളോ അതിൻ്റെ ആഴത്തിലുള്ള വിശകലനങ്ങളോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ പ്രോഗ്രാം. അപ്പം വളരെ ഞങ്ങൾ പ്ലാറ്റിനം പ്രോഗ്രാംസ് എന്ന് വിളിച്ചിരുന്ന പ്രോഗ്രാമുകളാണ് 7:30 മണിക്ക് 8 മണി 7:30 മണി മുതൽ 8 മണി വരെ. അതെല്ലാം നിർത്തേണ്ടി വന്നത് കാരണം അതിന് പ്രേക്ഷകരില്ലാതായി മാറി. കാരണം ഒരു വശം മറ്റേതാണ്. കാരണം നിങ്ങൾ ജീവൻ മരണ യുദ്ധത്തിലാണ് കോവിഡുമായിട്ട്. ആ സമയത്ത് നിങ്ങൾക്ക് സംഗീതവും ആഴത്തിലുള്ള ചർച്ചയും വിശകലനവും ഒക്കെ ആഗ്രഹമുള്ള സ്വഭാവമുള്ള പരിപാടികൾക്ക് ആർക്കും ഇരിക്കാൻ ക്ഷമയില്ല. അറ്റൻഷൻ ഇക്കോണമിയിലേക്ക് കാര്യങ്ങളെല്ലാം ഒന്ന് ഒതുങ്ങുകയും ഒരു നിമിഷം കൊണ്ട് 100 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് 100 വാർത്ത അറിയുക. സ്പീഡ് ന്യൂസ് ഉണ്ട്. അങ്ങനെ നമ്മുടെ ന്യൂസ് ഡിസ്കോഴ്സിനെ പൂർണ്ണമായിട്ടും മാറ്റിമറിച്ച ഒരു അനുഭവമാണ് കോവിഡ് ഉണ്ടായത്. അതിപ്പോഴും തുടരുന്നു എന്നുള്ളത്. അപ്പോൾ അവിടെ കൃത്യമായി ദ റൈറ്റ് പേഴ്സൺ അറ്റ് ദ റൈറ്റ് ടൈം എന്ന് പറഞ്ഞ ആ റൈറ്റ് പേഴ്സൺ അറ്റ് ദ റൈറ്റ് ടൈം ആയിരുന്നു ശ്രീകണ്ഠനായർ. അദ്ദേഹം ടെലിവിഷൻ ഡിസ്കോഴ്സിനെ ന്യൂസ് ടെലിവിഷൻ ഡിസ്കോഴ്സിനെ മാറ്റിമറിച്ചു. അദ്ദേഹത്തിൻ്റെ പല നല്ല രീതികളും സ്വീകരിക്കാൻ ഞങ്ങൾ തീരുമാനിക്കുകയും ചെയ്തു. ഇതിൻ്റെ തന്നെ ഒരു ആപത്കരമായിട്ടുള്ളൊരു ഘട്ടം വളരെ ഡീപ്പ് ഡൈവ് ആയിട്ടുള്ള അല്ലെങ്കിൽ റൂട്ടഡ് ആയിട്ടുള്ള ഗ്രൗണ്ട് റിപ്പോർട്ടിംഗ് സ്വഭാവമായിട്ടുള്ള ഒരു പ്രധാനമായിട്ടുള്ള ഒരു ജേർണലിസം എന്നുള്ളത് മറന്നു കളഞ്ഞ് ഏറ്റവും പെരിഫറൽ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഗെയിമായിട്ട് ടെലിവിഷനെ കംപ്ലീറ്റ്ലി മാറ്റുന്ന ഘട്ടത്തിൽ നമ്മളിപ്പോൾ ഈ ടെലിവിഷൻ എന്ന് വെച്ചാൽ ഫോർ എന്റർടൈൻമെന്റിന് കാണുക എന്നുള്ള തലത്തിലേക്ക് അല്ലേ ഇനി പൂർണ്ണമായും മാറാൻ പോകുന്നത്. അതെ, തീർച്ചയായിട്ടും. അതും ഈ പറഞ്ഞ പോലെ ഒരു ആഗോള പ്രതിഭാസമാണ്. എല്ലാ കാര്യങ്ങളും പണ്ട് കൈക്കൂലി ആഗോള പ്രതിഭാസം എന്ന് പറയുന്ന പോലെ ഈ മീഡിയയിൽ വന്നിരിക്കുന്ന സ്വഭാവം മുഴുവൻ ഒരു ആഗോള തലത്തിലുള്ള മാറ്റമാണ്. അവിടെ പെർഫോമൻസ് മാത്രമേ ഉള്ളൂ. ഏറ്റവും സാധാരണ വാർത്തകൾ പോലും നിങ്ങൾ അതിൻ്റെ ഒരു നേരത്തെ അതാ പറഞ്ഞ ന്യൂസ് ബുള്ളറ്റിൻ വായിക്കുന്നവർ പോലും ഒന്നുകിൽ എൻ്റർടൈൻമെൻറ്റ് വേണം, അല്ലെങ്കിൽ നിങ്ങൾ ഇമോഷണൽ ആയിട്ടുള്ള ഔട്ട്റേജ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള പ്രസൻറ്റേഷൻ വേണം. അതുകൊണ്ട് സാധാരണ ബുള്ളറ്റിൻ റെഗുലർ ബുള്ളറ്റിനിൽ വായിക്കുന്നവർ പോലും ഒരുപാട് തമാശകളും അല്ലെങ്കിൽ പരിഹാസങ്ങളും പുച്ഛവും ഒക്കെ ചേർത്തുകൊണ്ട്, കാരണം ആൾക്കാർക്ക് സാധാരണ വസ്തുത നിങ്ങൾക്കറിയാൻ ഈ മൾട്ടിപ്ലിസിറ്റി ഓഫ് ന്യൂസ് സോഴ്സസ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. നിങ്ങൾക്ക് അതറിയാൻ ഇന്നിപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത്, ഇന്നിപ്പോൾ മോഹൻലാൽ പിണറായി വിജയനെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ അറിയാം, നിങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ അറിയാം. പിന്നെ നിങ്ങൾക്ക് എന്താ അതിനെപ്പറ്റി ഒരു കമൻറ്റ് കൂടെ പറയുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒപ്പീനിയേറ്റഡ്, പണ്ടൊക്കെ നമ്മളൊക്കെ പറഞ്ഞിരുന്നത് ഫാക്ട് ഇസ് എന്താ പറയുക സീക്രട്ട് ആണ്, കമൻറ്റ് ഇസ് ഫ്രീ എന്നാണ്. പക്ഷേ ഇന്ന് അതല്ല. ഇത് എഡിറ്റോറിയലൈസ്ഡ് ആയിട്ടുള്ള ഒപ്പീനിയനേറ്റഡ് ആയിട്ടുള്ള ജേർണലിസമാണ് ഇന്ന് ജനങ്ങൾക്കും ആവശ്യം. അതിൻ്റെ സ്വഭാവം അതുകൊണ്ടാണ് എല്ലാവരും. അതുകൊണ്ട് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ അപ്പോൾ പറയുന്ന ഈ പെർഫോമൻസിന് നേരത്തെ പറഞ്ഞ പോലെ പെർഫോമൻസിന് മാത്രം എല്ലാ ശ്രദ്ധയും കൊടുക്കുമ്പോൾ ഹാർഡ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നതില്ല, ആവശ്യമില്ല. ഇത് മാത്രമല്ല, ഇപ്പോൾ വാഷിങ്ടൺ ടൈംസ് പോലെയുള്ള ഒരു പിന്നെ പത്രം പോലും തീരുമാനിച്ചത് നിങ്ങളെല്ലാ ലോകത്തെ ബ്യൂറോകളെല്ലാം അവസാനിപ്പിക്കുക, റിപ്പോർട്ടേഴ്സിനെയൊക്കെ അവസാനിപ്പിക്കുക. നിങ്ങൾക്ക് അവിടെ വരുന്ന അത് ടെലിവിഷൻ ചാനൽ പ്രത്യേകിച്ചും അതുകൊണ്ട് റിപ്പോർട്ടിംഗ് ഇല്ല, പുതിയ വാർത്തകൾ ശേഖരിക്കുന്നില്ല, പുതിയ അറിയപ്പെടാത്ത വിവരങ്ങൾ നിങ്ങൾ തേടുന്നില്ല, ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ഇല്ല. ഇപ്പോൾ സ്വർണം കൊള്ള വളരെ കൃത്യമായ ഉദാഹരണമാണ്. ശബരിമല കഴിഞ്ഞ 3-4 മാസമായിട്ട് ടെലിവിഷൻ ചാനലുകൾ നിരന്തരമായിട്ട് 24 മണിക്കൂറും സ്വർണ്ണക്കൊള്ളയാണ് ചർച്ച ചെയ്തത്. പക്ഷേ ഏതെങ്കിലും ഒരു ടെലിവിഷൻ ചാനൽ സ്വയം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടെത്തിയ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട വസ്തുത നമുക്ക് പറയാനുണ്ട്? ഒന്നുമില്ല. ഉള്ളതെല്ലാം ഹൈക്കോടതി അതിൻ്റെ ദേവസ്വം ബെഞ്ച് അത് പറഞ്ഞു, SIT ഇത് പറഞ്ഞു, അല്ലെങ്കിൽ SITയിലെ ഉദ്യോഗസ്ഥൻ രഹസ്യമായിട്ട് ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞു. ഇങ്ങനത്തെയുള്ള പാനലിസ്റ്റുകളുടെ ബാക്കി മുഴുവൻ അത് മതി. പാനലിസ്റ്റുകളുടെ ഈ പറഞ്ഞ പോലെയാണ് പാനലിസ്റ്റുകളുടെ അതിനകത്ത് തന്നെ ഇതുവരെ ആർക്കും അറിഞ്ഞുകൂടാത്ത ചില കാര്യങ്ങൾ പുറത്ത് പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അത് ചില പാനലിസ്റ്റുകൾ ആ സമയത്ത് ഈ കൊള്ളക്കാരുടെ ഇടയിലൊക്കെ എവിടെയോ നടന്ന ഏതെങ്കിലും ചില വ്യക്തികളും മറ്റും അറിഞ്ഞിരിക്കുന്ന ചില തന്ത്രിയെപ്പറ്റി ചില കഥ, അല്ലെങ്കിൽ മറ്റേ പ്രസിഡന്റിനെ പറ്റിയ കഥ, അത് ആ പാനലിസ്റ്റുകളെന്ന് പറയുന്നതാണ്. നമ്മുടെ റിപ്പോർട്ടർമാരായാലും നമ്മുടെ പ്രശസ്തരായ ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടർമാരായാലും ഈ കഴിഞ്ഞ 3-4 മാസമായിട്ട് കേരളത്തെ
ഇളക്കി മറിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവത്തിൻ്റെ യഥാർത്ഥ വസ്തുത അന്വേഷിച്ച് കണ്ടുപിടിച്ച ഒരു മാധ്യമത്തിനെയും ഇതുവരെ നമുക്ക് കാണാം. കാരണം അതിൻ്റെ ആവശ്യം അത് മാത്രമല്ല അവർ മുഴുവൻ സമയം ലൈവിൽ അവരെ നിർത്തിയിരിക്കുക, അവർക്ക് മറ്റേതെങ്കിലും ഡോക്യുമെന്റ് പരിശോധിക്കാനും ഈ ഡാറ്റയിലേക്ക് പോകാനും സമയമില്ല. സമയമില്ല. അന്വേഷണത്തിന് ആർക്കും സമയമില്ല. കാരണം നിങ്ങൾ നിരന്തരം ഇതുപോലെയുള്ള പൊട്ടിത്തെറികൾ ഉണ്ടാക്കുക എന്നുള്ളതല്ലാതെ. അതുകൊണ്ട് അത് നമ്മുടെ റിപ്പോർട്ടിങ്ങിനുള്ള താല്പര്യം, ഹാർഡ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന, ഗ്രൗണ്ട് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന കാര്യത്തിന് അതും നേരത്തെ പറഞ്ഞ പോലെയാണ്. അത് വേണ്ടാന്ന് വെക്കുന്നത് അവരുടെ ഒരു തോന്നൽ മാത്രമല്ല. ഈ ഇക്കോ സിസ്റ്റത്തിൽ അതിനുള്ള സ്പേസ് ഇല്ലാതായി കഴിഞ്ഞു. നിങ്ങൾ എന്തെങ്കിലും, പക്ഷെ അതിൻ്റെ അർത്ഥം അതിനൊരിക്കലും ഇല്ലെന്നല്ല. ഏതെങ്കിലും ഒരു അത്ഭുതകരമായിട്ടുള്ള വിവരം ആരെങ്കിലും തേടിക്കൊണ്ട് പുറത്തു, എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്, ആരാണ് ഇതിൻ്റെ യഥാർത്ഥം, ഇപ്പോഴും നമ്മളെന്താ ജയിലിൽ കിടക്കുന്നുണ്ട് എന്നുള്ളതല്ലാതെ ഇവർ പ്രതികളാണോ, ഇവരെന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടോ, ഇതൊന്നും ആർക്കും അറിയില്ല. SITക്ക് കൊടുത്തിരിക്കുകയാണ് അത് മുഴുവൻ. അന്ന് മുമ്പ് അങ്ങനെയല്ല. ഇപ്പോൾ വാട്ടർഗേറ്റ് സ്കാൻഡൽ മുതൽ കാണുന്നത് തന്നെ മാധ്യമങ്ങളാണ് ഈ ഇതിനകത്ത് നടന്ന ഈ ഏറ്റവും വലിയ തട്ടിപ്പിൻ്റെ രഹസ്യങ്ങൾ വാസ്തവത്തിൽ എന്തുകൊണ്ട് ഒരു റിപ്പോർട്ടർ, ഒരു മീഡിയ പുറത്തു കൊണ്ടുവരുന്നില്ല എന്നുള്ളത് അതിൻ്റെ ആവശ്യമില്ലാതായി മാറിയിരിക്കുന്നു എന്നുള്ള ഒരു ധാരണ അരക്കെ വ്യാപിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അത് ഈ പ്രത്യേകിച്ച് സ്വർണ്ണം എല്ലാ ദിവസവും എല്ലാ നിമിഷവും ഇതാണ് ചർച്ച ചെയ്യുന്നത്. പക്ഷെ പുതിയൊരു കാര്യമില്ല. ഏതെങ്കിലും ഒരു SIT പറയുകയോ അല്ലെങ്കിൽ കോടതി പറയുകയോ ചെയ്താൽ മാത്രമേ ഉള്ളൂ. അത് മീഡിയയുടെ ഡിസ്കോഴ്സിൻ്റെ രീതി അത് മാറിയിരിക്കുക എന്നുള്ളതുകൊണ്ടാണ്. അതിന് റിപ്പോർട്ടിങ്ങിൻ്റെ ആവശ്യമില്ല. ഈ പാനലിൽ വന്നിട്ട് ഈ 1 മണിക്കൂർ നിങ്ങൾ ചർച്ചയിൽ വന്ന് എന്തൊക്കെ ആരൊക്കെ ചീത്ത പറയുകയാണ്, പരസ്പരം തെറി പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചീത്ത പറയുക, അതിലൂടെ അവസാനിക്കുകയാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു തൊഴിൽ മേഖല എന്നുള്ള കൂടി പരിഗണിക്കുമ്പോഴേ എനിക്കൊന്ന് വിട്ടുപോകാത്തൊരു കാര്യമാണ്. നമുക്കറിയാം പിന്നെ മാധ്യമ മംഗളത്തിൻ്റെ അകത്തെ തൊഴിലാളികൾ നടത്തുന്ന സമരം ഇത്. അതിൽ തന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ നിയന്ത്രണത്തിലുള്ള മാധ്യമത്തിനകത്തുള്ള ഈ പറയുന്ന തൊഴിൽ സമരം ഇപ്പോഴും നമ്മുടെ മുഖ്യധാരയുടെ ചർച്ചകളിലേക്ക് വരുന്നില്ല. അതേസമയം തന്നെ അതിൻ്റെ സമാന്തര സ്ഥാപനമെന്നോ അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥാപനം എന്ന് പറയാവുന്ന മീഡിയ വൺ എല്ലാ തരത്തിലുള്ള അനീതികൾക്കെതിരെ തുറന്ന് എതിർക്കുന്ന സ്ഥാപനം എന്നുള്ള രീതിയിൽ ഒരു സെൽഫ് ക്ലെയിമിലേക്കാണ് പുറത്തു വരുന്നത്. അവരും അവരുടെ ദൈനംദിന ചർച്ചകളുടെ ഭാഗമാക്കി ഇതിനെ മാറ്റിയിട്ടില്ല. അവരും അൺഅറ്റൻഡിങ് ആയിട്ടാണ് അത് നിൽക്കുന്നത്. അത്തരം വലിയൊരു ഈ പറയുന്ന വലിയൊരു അവകാശ നിഷേധത്തിൻ്റെ, തൊഴിൽ നിഷേധത്തിൻ്റെ, ആരാലും പരിഗണിക്കപ്പെടാത്തൊരു തൊഴിൽ ചൂഷണത്തിൻ്റെ മേഖലയായിട്ട് കൂടി നമ്മുടെ മാധ്യമ മേഖല മാറിയതൊരു തീർച്ചയായിട്ടും അതൊരു വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഈ മാധ്യമങ്ങൾ മാത്രമല്ല, പലതരത്തിലുള്ള വ്യവസായങ്ങളും ഈ പുതിയ കാലഘട്ടത്തിൽ കൂടുതൽ ഡിസോർഗനൈസ്ഡ് ആവുകയും കൂടുതൽ ഒരു എന്താ പറയുക, അസംഘടിത വ്യവസായത്തിൻ്റെ സ്വഭാവം സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നതാണ് നമ്മുടെ ചുറ്റിനും കാണുന്ന പ്രധാനപ്പെട്ട. അതൊരു ഇപ്പോഴത്തെ ഒരു എക്കണോമിക് പോളിസികളുടെയും എക്കണോമിക് നയങ്ങളുടെയും സ്വാഭാവികമായിട്ടുള്ള ഇത്. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ നേരിട്ട് ബാധിച്ചിരിക്കുന്ന ഒരു മേഖല മാധ്യമരംഗം തന്നെയാണ്. മാധ്യമരംഗത്തെ മാധ്യമരംഗം ഈ പറഞ്ഞ പോലെ മാധ്യമ മേഖല ഡിസോർഗനൈസ്ഡ് ആവുന്നതിൻ്റെ സ്വഭാവം കൂടെയാണ്. കാരണം അവിടെ ഒരു ഗിഗ് ഇക്കോണമിയുടെ സ്വഭാവങ്ങളാണ് കാണിക്കുന്നത്. അവിടെ കൃത്യമായ ശമ്പളമില്ല, കൃത്യമായ സ്ഥലമാറ്റ നിയമമില്ല. ഇതൊക്കെ മുമ്പൊക്കെ ഇതൊക്കെ പല രീതിയിലും ഒക്കെ നടന്നിരുന്നു എന്നുള്ളത് ശരിയാണ്. പല സ്ഥലത്ത് ഏറിയോ കുറഞ്ഞോ നടന്നിരുന്നു. പക്ഷേ ഇപ്പോഴുള്ള പോലെ ഒരു വളരെ കോമൺ ആയിട്ടുള്ളൊരു സ്വഭാവമായിട്ട് ശമ്പളം കൃത്യമായിട്ട് കിട്ടുന്നില്ല, സ്ഥലം മാറ്റമില്ല, സ്ഥാനക്കയറ്റമില്ല, ഇതൊന്നുമില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ എല്ലാവരും കോൺട്രാക്റ്റാണ്. ഈ പുതിയ ലേബർ കോഡ് എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും വരികയാണ്. കാരണം 300 പേരിൽ താഴെയുള്ളവരെ ആരെ വേണമെങ്കിലും എപ്പോഴും പിരിച്ചുവിടാം. അപ്പോൾ ഇങ്ങനെ ഒരു ഈ എന്താ പറയുക, അൺട്രാവലിംഗ് എന്ന് പറയുന്ന സംഗതി ഈ സിസ്റ്റം മുഴുവനായിട്ട്. ഈ മീഡിയ വേജ് ബോർഡ് ഇല്ല. ഇപ്പൊക്കെ ഞങ്ങളുടെയൊക്കെ കാലത്ത് വേജ് ബോർഡാണ് അതിൽ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. പല ആനുകൂല്യങ്ങളും കൃത്യമായി നേരിട്ട്. പക്ഷേ ഇതൊന്നും മാധ്യമങ്ങളെ മാത്രമല്ല, ഇന്ത്യയിലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളെല്ലാം തകർന്നിരിക്കുന്നതിൻ്റെ ഒരു അവസ്ഥയുണ്ട്. പുതിയ ഇൻഡസ്ട്രികളെല്ലാം പുതിയ രീതിയിലുള്ള മോണോപ്പൊളൈസേഷൻ്റെ സ്വഭാവമുണ്ട്, പുതിയ തരത്തിലുള്ള വ്യവസായങ്ങൾ. അപ്പോൾ മാധ്യമങ്ങൾക്ക് നേരിടാൻ പോകുന്ന ഒരു പ്രധാന പ്രശ്നം, മാധ്യമങ്ങൾ ഈ പറഞ്ഞ പോലെ നേരത്തെ ഒരു ക്രൈസിസാണ്. ഒരു വശത്ത് ഇങ്ങനെ തകർന്ന് ശമ്പളമില്ലാതെ പോകുന്ന മാധ്യമ പ്രവർത്തകരുടെ എണ്ണം കൂടി വരുന്ന സമയത്ത് പുതിയതായിട്ട് വരുന്ന ടെലിവിഷൻ ചാനലുകൾ ലക്ഷങ്ങളും അതിൻ്റെ അപ്പുറത്ത് പറയുകയാണ്. ലക്ഷങ്ങളിൽ നിന്ന് 10 ലക്ഷങ്ങളിലേക്കൊക്കെ വ്യാപിക്കുന്ന വളരെ ഒരു അയഥാർത്ഥമായിട്ടുള്ള ഒരു അയുക്തികമായിട്ടുള്ളൊരു കാഴ്ചയാണ് മുമ്പിൽ കാണുന്നത്. പക്ഷേ അത് തോന്നുന്നതായിരിക്കും, പുറത്തുനിന്ന് നോക്കുമ്പോൾ തോന്നുന്നതായിരിക്കും ചിലപ്പോൾ അതൊക്കെ വർക്കബിൾ ആണെന്നാണ് ആ ഭാഗക്കാർ പറയുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള ഒരു കുഴഞ്ഞു മറിയുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തകർന്നു പോകുന്ന ഒരു വശം, മറുവശത്ത് അതേ മാധ്യമങ്ങൾ തന്നെ ധാർമ്മികതയെക്കുറിച്ചും പിന്നെ ജനാധിപത്യത്തെക്കുറിച്ചുമൊക്കെ വലിയ ഉദീരണങ്ങൾ നടത്തുന്ന ഒരു അവസ്ഥ. ഇത് പക്ഷേ അതൊരു പുതിയ കാര്യമല്ല. മുമ്പും ഈ പറഞ്ഞ പോലെ മാധ്യമങ്ങൾ എന്തൊക്കെ അവരുടെ ജീവനക്കാരോട് മോശമായി പെരുമാറിയെങ്കിലും ആ മാധ്യമങ്ങൾ പിന്നെ സത്യത്തിൻ്റെയും നീതിയുടെയും
അധികാരത്തിനോട് സത്യം പറയണം എന്ന് നിർബന്ധിക്കുന്നതുമാണ് തങ്ങൾ എന്ന് പ്രഖ്യാപിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത് കൂടുതൽ ഈ ഡിസോർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഈ മാധ്യമ മേഖല എന്ന് പറയുന്നത് കൂടുതൽ വലിയ തകർച്ചയിലേക്ക് പോവുകയും അവിടെ നേരത്തെ പറഞ്ഞ എല്ലാ നിയമങ്ങൾക്കും തകർന്നു പോവുകയാണ്. അപ്പോൾ ഇത് അൾട്ടിമേറ്റായിട്ട് ഇത് എങ്ങനെയാണ് നമ്മുടെ ജനാധിപത്യത്തെ ബാധിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് വാസ്തവത്തിൽ ഏറ്റവും വലിയ ചോദ്യമായിട്ട് എനിക്ക് തോന്നുന്നു. മാധ്യമങ്ങൾ സ്വയം ദുർബലപ്പെട്ടു പോകുന്ന, തകർന്നു പോകുന്ന, ഡിസോർഗനൈസ്ഡ് ആയി പോകുന്ന ഒരു വ്യവസ്ഥയിൽ ജനാധിപത്യത്തിൻ്റെ മൂന്നാം തൂണ് അല്ലെങ്കിൽ നാലാം തൂണ് എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ജനാധിപത്യത്തിന് തന്നെ ഈ മാധ്യമങ്ങളുടെ സാന്നിധ്യം ആവശ്യമില്ലാത്തൊരു ഘട്ടത്തിലേക്ക്, എന്ന് വെച്ചാൽ പരമ്പരാഗത മാധ്യമങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഘട്ടങ്ങളിലേക്കാണോ പോകുന്നത് എന്നുള്ളത് ദേശീയ തലത്തിൽ നമ്മൾ കാണുന്നതാണ്. കേരളം പോലെ സ്ഥലത്ത് കുറഞ്ഞ തോതിലാവാം അതിൻ്റെ പ്രവണത, അതിൻ്റെ സൂചനകൾ ഇവിടെയും കാണുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് കൂടി തിരിച്ചെത്തി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ കേരളത്തിന് മുൻപരിചയമില്ലാത്ത രീതിയാണ് ഈ സ്ട്രാറ്റജിസ്റ്റുകൾ ഡ്രിവൺ ചെയ്ത ഒരു ഐഡിയയിലേക്കാണ് തെരഞ്ഞെടുപ്പ് പോകുന്നത്. ഇപ്പം പറയുന്നത് ഈ പറയുന്ന ഇതിൻ്റെ വാർ റൂമുകൾ ഉണ്ടെങ്കിൽ പോലും ഇപ്പം നോക്കുകയാണെങ്കിൽ പ്രതിപക്ഷമാണെങ്കിലും ഭരണപക്ഷമാണെങ്കിലും അവരുടെ ഈ പറഞ്ഞ എല്ലാതരം ആക്രമണങ്ങളെയും പ്രത്യാക്രമണങ്ങളെയും ഈ ഒറ്റ കേന്ദ്രങ്ങളിലേക്ക്, ഇതിപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ എല്ലാ പ്രത്യാരോപണങ്ങളും അത് സുനിൽ കനകോലു എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഭാഗമായ സ്ട്രാറ്റജിസ്റ്റിനെയാണ്. ഇപ്പുറത്ത് ഈ പറയുന്ന റിപ്പോർട്ടർ ടിവിയുടെ തലപ്പത്ത് നിന്ന് ഇറങ്ങിപ്പോയ MV നികേഷ് കുമാറിന്റെ സ്ട്രാറ്റജിയാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്നുള്ളത് അറിയുന്നു. അങ്ങനെ ഇപ്പം ഈ പല കാലഘട്ടങ്ങളിലായി പലതരത്തിലുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും അകത്തുനിന്നും പുറത്തുനിന്നും അറിഞ്ഞൊരാൾ എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് ഈ ഒരു പുതിയ കാലത്തിന്റെ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളെക്കുറിച്ചും ഈ പറയുന്ന PR സ്ട്രാറ്റജികളെയും കാണുന്നത്? അത് കുറെ കാലമായിട്ട് നമ്മൾ കാണുന്ന ഒരു സംഗതിയാണ്. ഒരു 10-20 വർഷമായിട്ട് ആണ് ഈ PR ഏജൻസീസ് എന്ന് പറയുന്നത്. അത് നാഷണൽ ലെവലിൽ കോൺഗ്രസും മറ്റും ആദ്യം പ്രയോഗിച്ചു. കോൺഗ്രസിൻ്റെ പരസ്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത് അവരാണ്, പരസ്യത്തിൻ്റെ കോണ്ടന്റ് ആക്കുന്നത് പിന്നെ അവരാണ്, എവിടെയൊക്കെ പബ്ലിഷ് ചെയ്യണം എന്ന് എഴുതിയിരിക്കുന്നത്. അതൊക്കെ അന്ന് എനിക്ക് തോന്നുന്നത് 90കളോടുകൂടി, അതായത് എക്കണോമിക് റിഫോംസ് വരുന്ന, സാമ്പത്തിക പരിഷ്കാരങ്ങൾ വരുന്ന 90കൾ മുതൽ, നരസിംഹറാവുവിൻ്റെ കാലം മുതൽ ഈ രാഷ്ട്രീയത്തിൽ നിന്ന് രാഷ്ട്രീയ രംഗത്ത് ഈ അരാഷ്ട്രീയ പ്രൊഫഷണൽസ്, അരാഷ്ട്രീയക്കാരായിട്ടുള്ള പ്രൊഫഷണൽസിനെ പ്രവേശം ലഭിക്കുന്നത് ആ എക്കണോമിക് റിഫോം 90കളോടെയാണ് വലിയ തോതിൽ. അതിന് മുമ്പൊക്കെ 1-2 പേരുണ്ടായിരിക്കാം, പക്ഷെ അവരൊക്കെ ചില രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിച്ചു. പിന്നീട് നമ്മൾ കാണുന്നത് ഈ BJP വന്നപ്പോൾ അതിനെ ഒരു ഫൈൻ ആർട്ടാക്കി മാറ്റിയവരാണ്. അവർ ഈ പ്ലാനിങ്ങിൻ്റെയും മാർക്കറ്റിംഗ് മെക്കാനിസത്തിൻ്റെയും അവരുടെ സ്വഭാവവും എല്ലാമായിട്ടും. അപ്പോൾ BJP വന്നപ്പോഴേക്കും സാമ്പത്തികമായിട്ടുള്ള അവരുടെ വലിയ വിഭവങ്ങളുടെ പുറത്തുള്ള കമാൻഡ് അവർക്കുണ്ട്. ഇതെല്ലാം വന്നതോടുകൂടി ഇവർ ആ കളിയിൽ തീർച്ചയായിട്ടും അവർ അപ്പോൾ തുടങ്ങി വെച്ചത് അന്നത്തെ പ്രധാനപ്പെട്ട പാർട്ടിയായ കോൺഗ്രസ് ആണെങ്കിൽ പിന്നീട് ഇവർ BJP അതിലും വലിയ സംഭവമാക്കി മാറ്റി. അപ്പോഴാണ് ഈ ഒരേ ആളിനെ തന്നെ 2 പാർട്ടിയും ഉപയോഗിക്കുന്ന അവസ്ഥയിൽ, അദ്ദേഹത്തിൻ്റെ പേരെന്താണ്, പ്രശാന്ത് കിഷോർ ആദ്യം BJPയുടെ കൂടെ നിന്നു, പിന്നെ കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്നു. പിന്നെ അദ്ദേഹം വിചാരിച്ചു എന്തിനാണ് ഇവർക്കും വേണ്ടി തദ്ദേശീയ പാർട്ടിയുടെ കൂടെ, പിന്നെ വിചാരിച്ചു ഞാൻ തന്നെ നിൽക്കാം, ഞാൻ തന്നെ ഒരു പാർട്ടി ഉണ്ടാക്കി മുന്നോട്ട് വരാം എന്ന് വിചാരിക്കുന്ന ഈ അപ്പൊളിറ്റിക്കൽ ആയിട്ടുള്ള പ്രൊഫഷണൽസ് വന്നത്. ഇടതുപക്ഷം അപ്പോൾ കേരളത്തിൽ ഈ പറഞ്ഞ പോലെ കോൺഗ്രസും BJPയും സ്വീകരിച്ച നിലപാടിൻ്റെ ഏതാണ്ട് മട്ടിൽ CPM കുറച്ച് നാൾ മുമ്പ് മുതൽ അവരും ഇതുപോലെയുള്ള പ്രൊഫഷണൽ ഏജൻസീസ്. അതെനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ജനങ്ങളുടെ ഈ പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഈ രീതികൾ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, ജനങ്ങളുമായിട്ട് ആശ്രയിച്ച് ജനകീയമായിട്ട് നടത്തിയിരുന്ന പരിപാടിയിൽ നിന്ന് കൂടുതൽ അത് പുതിയ കാലത്തിൻ്റെതായ സാമ്പത്തികമായിട്ടൊക്കെ മുന്നേറുന്ന അല്ലെങ്കിൽ മുതലാളിത്ത വ്യവസ്ഥയിലേക്ക് പോകുമ്പോൾ അതിലുള്ള പ്രൊഫഷണൽസിനെ ഉപയോഗിക്കുക എന്നുള്ളത്. അതുകൊണ്ട് മുദ്രാവാക്യം ഇപ്പോൾ ഇടതുപക്ഷം വരും എല്ലാം ശരിയാവും എന്നൊക്കെ പറയുന്ന ഇത് കൊണ്ടുവന്നു, മറ്റവർ അതിനു മുമ്പ് മറ്റൊരു രാഷ്ട്രീയം കൊണ്ടുവന്നു. ഇതൊരു സ്വാഭാവികമായിട്ടുള്ള, കാരണം രാഷ്ട്രീയവും മാർക്കറ്റ് എക്കണോമിയും തമ്മിൽ കൂടുതൽ ബന്ധപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ഇടതുപക്ഷവും അത് സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളത് എന്താ പറയുക, നാടോടുമ്പോൾ നടുവേ ഓടുക എന്നുള്ള രീതിയിലേക്ക് മാറുന്നതിൻ്റെ ലക്ഷണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് വളരെ കൂടുതൽ ശക്തമായിട്ട് വരാൻ പോവുകയാണ്. അതിലെ ഏറ്റവും ബെസ്റ്റ്, ആർക്ക് ഇൻ്റർവ്യൂ കൊടുക്കണം, ഏത് തരത്തിലാണ് ഇൻ്റർവ്യൂ പ്ലാൻ ചെയ്യേണ്ടത്, ഇതെല്ലാം അമേരിക്കയിലെ പോലെയുള്ള രാജ്യങ്ങളിൽ വളരെ മുമ്പ് തന്നെ ഇതൊക്കെ ഔട്ട്സോഴ്സ് ചെയ്തതാണ്.
ഇന്ന് ഈ രാഷ്ട്രീയ പാർട്ടികൾ തങ്ങളുടെ രാഷ്ട്രീയവും തങ്ങളുടെ നയപരിപാടികളും എല്ലാം ഔട്ട്സോഴ്സ് ചെയ്യുന്ന, അതിൻ്റെ എക്സ്പേർട്സിനെ കൊണ്ട് ഔട്ട്സോഴ്സ് ചെയ്യുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു എന്ന് വിചാരിച്ചാൽ മതി. മുൻപെങ്കും ഇല്ലാത്ത വിധത്തിലുള്ളൊരു ആശങ്ക നമ്മുടെ ഈ പറയുന്ന വർഗീയ ധ്രുവീകരണ കാര്യത്തിൽ നമ്മുടെ എല്ലാം ഒരു സാംസ്കാരിക മേഖലയിലും അല്ലെങ്കിൽ ഈ മതേതരത്വ മനസ്സുള്ളവർക്കിടയിലുണ്ട്. അപ്പം കേരളം വർഗീയമായി വിഭജിക്കപ്പെടുന്നു അല്ലെങ്കിൽ അത്തരം ആശങ്ക വരുന്നു. ഒരു ഇലക്ഷൻ സ്ട്രാറ്റജിയുടെ കാര്യത്തിൽ, ഇലക്ഷൻ പ്രചരണങ്ങളുടെ കാര്യത്തിൽ, നേതാക്കളുടെ പ്രസംഗങ്ങളുടെയും പ്രസ്താവനയും കാര്യത്തിൽ ഒരു വർഗീയത വലിയ തോതിൽ വന്നു. ഒരുപക്ഷെ ഈ പാലക്കാട് ഇലക്ഷനിലെ പ്രചരണഘട്ടം മുതലാണ് അത് വന്നത്. അത് ഒരു ഹിന്ദുത്വാഭിമുഖ്യമുള്ള രാഷ്ട്രീയത്തോട് ചേർന്ന് ഇടതുപക്ഷം പ്രചരണം നടത്തുന്നുവെന്നും അപ്പുറത്ത് ജമാഅത്ത് ഇസ്ലാമിയും SDPഐയും ചേർത്ത് നിർത്തിക്കൊണ്ടാണ് UDFന്റെ പ്രചരണം എന്തുകൊണ്ടായതെന്നുള്ള ഒരു ആരോപണ പ്രത്യാരോപണം വന്നു. അവിടുന്ന് മുതൽ സ്പെസിഫിക് ആയിട്ട് പാലക്കാട് ബൈ ഇലക്ഷൻ മുതൽ ഇപ്പം നമ്മൾ ഈ ഇലക്ഷൻ്റെ മുന്നിലെത്തുന്ന ഘട്ടങ്ങളിൽ നോക്കുകയാണെങ്കിൽ കുറേ കൂടി ഒരു ധ്രുവീകരണ രാഷ്ട്രീയം അല്ലെങ്കിൽ ഒരു വർഗീയ ചേരിതിരിവുണ്ടാക്കുന്ന രീതിയിലുള്ളൊരു പ്രചാരണ സ്വഭാവത്തിലേക്ക് ഇരുമുന്നണികളും, BJP അങ്ങനെ പറയുന്നതിൽ നമുക്ക് പുതുമയോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഗതിയോ ഇല്ല. അത് അത്തരത്തിൽ തന്നെ ഒരു ഇലക്ഷൻ സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. അങ്ങനെ അത് പുതുതായി തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും നമ്മുടെ ഈ സമൂഹത്തിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്നതാണ് ഈ രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും എല്ലാം. അപ്പോൾ ഈ സമൂഹത്തിൻ്റെ എല്ലാ പക്ഷപാതങ്ങളും, സമൂഹത്തിൽ വളർന്നു വരുന്ന നേതൃത്വം, നെടുനായകത്വം നേടുന്ന കാഴ്ചപ്പാടുകളും പ്രത്യയശാസ്ത്രങ്ങളും ഒക്കെ ഏറിയോ കുറഞ്ഞോ ഈ സമൂഹത്തിൻ്റെ ഉൽപ്പന്നങ്ങളെയൊക്കെ സ്വാധീനിക്കും. അപ്പോൾ അത് കേരളീയ സമൂഹത്തിൽ നമ്മൾ നേരത്തെ ഇപ്പോൾ മനീഷ് പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രകടമാണ്. കാരണം കൂടുതൽ ഇന്ത്യ മുഴുവൻ അങ്ങനെയാണ്, കേരളം അത്രയില്ലെങ്കിലും കൂടുതൽ ജനങ്ങൾ അവരുടെ ഐഡൻറ്റിറ്റി, അവരുടെ സ്വത്വം എന്നവർ കരുതുന്ന മതത്തിൻ്റെയും ജാതിയുടെയും ഒക്കെ കള്ളികളിലേക്ക് കൂടുതൽ ഒതുങ്ങുകയും അപരവിദ്വേഷം എന്ന് പറയുന്ന കൂടുതൽ ശക്തമായി വരികയും ചെയ്യുന്നത് എല്ലാ മതങ്ങളിലും പ്രകടമാണ്. ഒരുപക്ഷെ ഭൂരിപക്ഷ മതത്തിലായിരിക്കും അത് കൂടുതലുള്ളത്, എണ്ണത്തിലും ഒക്കെ കുറവായിട്ടുള്ള ന്യൂനപക്ഷ മതങ്ങളിൽ അത് കുറവായിരിക്കാം. പക്ഷേ അവിടെയും വളരെ കൃത്യമായി പ്രകടമാണ് ഈ സ്വത്വത്തോടുള്ള, സ്വത്വം എന്ന് പറഞ്ഞാൽ അവർ കരുതുന്ന സ്വത്വം. ഒരു മനുഷ്യൻ്റെ സ്വത്വം പലതാണ്, പക്ഷേ മതം ജാതി എന്നുള്ളത് കൂടുതൽ വരുന്നത്. അപ്പോൾ ആ സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്ന, ആ സമൂഹത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുന്ന, അതിൻ്റെ സൃഷ്ടികളായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളിലും മറ്റ് സംഘടനകളിലും ഒക്കെ സ്വാഭാവികമാണ്. അത് കേരളത്തിൽ പോലെ മതേതരത്വ രാഷ്ട്രീയത്തിൻ്റെ ഒരു ദീർഘകാലമായിട്ടുള്ള വളരെ ശക്തമായ പാരമ്പര്യമുള്ള ഒരു സമൂഹത്തിൽ പോലും അത് പ്രകടമായി, അത് കൂടുതൽ ശക്തമായി വരുന്നു എന്നുള്ളതിൻ്റെ തെളിവും കൂടെയാണ് ഈ രാഷ്ട്രീയ പാർട്ടികളും, മതേതര രാഷ്ട്രീയ പാർട്ടികൾ പോലും ഈ മതജാതി കണക്കുകൾക്ക് അപ്പുറത്ത് അവർക്ക് സ്വയം ചിന്തിക്കാനും സംസാരിക്കാനും കഴിയാത്തത്. പക്ഷേ വാസ്തവത്തിൽ അത് എത്രമാത്രം ഒരു എന്താ പറയുന്നത്, അവർ എത്രമാത്രം ശരി, കാരണം ജനങ്ങളെല്ലാം അങ്ങനെ മാറി എന്നുള്ള ഒരു ധാരണയും കൂടെ അവർക്കുണ്ടായിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം നമ്മുടെ മുമ്പിൽ ജനങ്ങളുടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യും, അതിനെ വളരെ ആത്മാർത്ഥമായിട്ട് അഭിസംബോധന ചെയ്യും, അത് നടത്തിയെടുക്കാനുള്ള പ്രാപ്തിയുണ്ട് എന്ന് കരുതുന്ന രാഷ്ട്രീയ പാർട്ടികളെ തുണച്ച, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലും പിന്തുണച്ച ഒരു പാരമ്പര്യം ഇതിൻ്റെ വശത്തുണ്ട്. പറഞ്ഞിപ്പോൾ ആം ആദ്മി പാർട്ടി ഇപ്പോൾ തീർച്ചയായിട്ടും അവർ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ വഴിയെ പോയും അഴിമതിയുടെ വഴിയിലേക്കും അമിതാധികാരത്തിൻ്റെ വഴിയിലേക്കും പോയപ്പോൾ അവർ തിരസ്കരിക്കപ്പെട്ടു. പക്ഷേ BJPയും നരേന്ദ്രമോദിയും അതിശക്തമായി നിന്ന ഒരു കാലത്താണ് ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിൽ ഈ ഇന്നലെ വരെ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത നേതാക്കൾ മുന്നോട്ട് വെച്ച ഒരു രാഷ്ട്രീയത്തോട്, ഒരു വികസന രാഷ്ട്രീയത്തോട്, സാമൂഹ്യ വികസന രാഷ്ട്രീയത്തോട്, അഴിമതി വിരുദ്ധ രാഷ്ട്രീയത്തോട് ആഭിമുഖ്യം പുലർത്താൻ ഡൽഹി പോലെ, നമ്മൾ വളരെ വർഗീയത ഒക്കെ ഉണ്ടെന്ന് കരുതുന്ന വടക്കേ ഇന്ത്യക്കാർ വസിക്കുന്ന ഡൽഹി പോലെ അധികാര രാഷ്ട്രീയത്തിൻ്റെ സ്ഥിരാകേന്ദ്രം, കോൺഗ്രസും BJPയും അല്ലാതെ ആരും ഭരിച്ചിട്ടില്ലാത്തൊരു ഡൽഹി പോലൊരു സ്ഥലത്ത് ജനങ്ങൾ അവരെ ജയിപ്പിച്ചത് ഒന്നല്ല, രണ്ടല്ല, മൂന്ന് തവണയെങ്കിലും ജയിപ്പിച്ചു. എന്നിട്ട് അവർ ആ പാർട്ടിയിലുണ്ടായ ഒരു ജീർണത, ആ പാർട്ടിയിലുണ്ടായ ഒരു മൂല്യങ്ങൾക്കുണ്ടായ ഒരു ഇടിവ്, അതിനെ തുടർന്നാണ് അവർ പരാജയപ്പെട്ടു പോയത്. അപ്പോൾ കാണിക്കുന്നത് ഇങ്ങനെ വലിയ രാഷ്ട്രീയ മാറ്റം, ഇങ്ങനെ പറഞ്ഞ പോലെ വർഗീയതയും ജാതീയതയും ഒക്കെ ഉണ്ടെങ്കിലും ഒക്കെ ഉള്ളപ്പോഴും മനുഷ്യർ അടിസ്ഥാനപരമായ അവൻ്റെ പ്രശ്നങ്ങളോട് ഒത്തു നിൽക്കാൻ തയ്യാറുള്ളവരുണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ പോയ ചരിത്രമുണ്ട്. അതും കൂടെ ഇല്ല, അതില്ലാത്തവരാണെന്ന് പറഞ്ഞാൽ അവർ തീർച്ചയായിട്ടും അവർ മതത്തിലേക്കും ജാതിയിലേക്കും പ്രദേശത്തിൻ്റെ താല്പര്യങ്ങളിലേക്കും സങ്കുചിതമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകും. പക്ഷെ അതിന് വ്യത്യസ്തമായ ഇടതുപക്ഷം വാസ്തവത്തിൽ അങ്ങനെയാണ് ആലോചിക്കേണ്ടിയിരുന്നത്. കേരളത്തിൻ്റെ പുതിയ കാലത്ത്, അതാണ് ഇപ്പോൾ കോവിഡിൻ്റെ കാലത്തായാലും ഈ 2006 തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായ വലിയ ജയത്തിലൊക്കെ വളരെ കൃത്യമായ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു, അഴിമതി വിരുദ്ധ നിലപാട്.
അതിലൊരു ശരിയായ പക്ഷങ്ങളുടെ. പക്ഷേ ഇതൊരു എളുപ്പ വഴിയാണ്. ഈ മതത്തിനെയും ജാതിയെയും ചെറിയ ജാതി സംഘടനകളെയൊക്കെ പ്രീണിപ്പിച്ചുകൊണ്ട് നമ്മുടെ നഷ്ടപ്പെട്ടു പോകുന്ന പിന്തുണ നമുക്ക് സംരക്ഷിച്ചെടുക്കാം എന്ന് കരുതുന്നത് വാസ്തവത്തിൽ ഒരു ഷോർട്ട് കട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരുപാട് അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ ഇപ്പോഴും കേരളത്തിൻ്റെ പല നേട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിലും കേരളത്തിൽ ഒരുപാട് അടിസ്ഥാനപരമായ പ്രശ്നങ്ങളുണ്ട്. ഏറ്റവും പിന്നോക്ക വിഭാഗക്കാരുടെ ഇടയിൽ അസമത്വം വളരെയധികം വർദ്ധിക്കുകയാണ്. SC ST വിഭാഗക്കാരുടെ ഒരുപാട് ആവശ്യങ്ങൾ ഇപ്പോഴും നിറവേറ്റപ്പെടാതെ കഴിയുന്നുണ്ട്. മത്സ്യത്തൊഴിലാളി വിഭാഗങ്ങളുടെ ബുദ്ധിമുട്ടുകളുണ്ട്. അല്ലെങ്കിൽ ഇപ്പോഴും തുടരുന്ന ചില ജാതിമത പിന്നെ സവർണ മേധാവിത്വമുണ്ട്. ഇപ്പോൾ ശബരിമല ഉദാഹരണത്തിന് ഇടതുപക്ഷത്തിന് വേണമെങ്കിൽ ശബരിമലയിൽ ഈ എല്ലാ ഈ ഇതുപോലെയുള്ള ഒരു പിന്നെ സ്ത്രീ പ്രവേശനം പോലുള്ള കാര്യത്തിൽ സ്ത്രീ പ്രവേശനം ഒരുപക്ഷെ പറഞ്ഞ പോലെ വലിയ എതിർപ്പുണ്ടാക്കി. പക്ഷേ അവിടെ തുടരുന്ന സവർണ മേധാവിത്വത്തിനെതിരെ ഇപ്പോൾ പൂജാരി ബ്രാഹ്മണ മേധാവിത്വം, ബ്രാഹ്മണർക്ക് മാത്രം സംവരണം, ഇടതുപക്ഷത്തിന് എന്തുകൊണ്ട് അതിന് വ്യത്യസ്തമായിട്ട് ആലോചിക്കാൻ പോലും കെൽപ്പില്ലാത്തത്? തീർച്ചയായിട്ടും ഇടതുപക്ഷം അതിന് വിരുദ്ധമായിട്ട് നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിൽ അവിടെ പൂജാരിമാർക്ക് ഹിന്ദുമതത്തിലെ സാധാരണ മറ്റ് അധകഥ വിഭാഗങ്ങൾ എന്നുള്ളവർക്ക് പോലും അവിടെ ശബരിമലയിലും ഗുരുവായൂരും രണ്ടിടത്തും ഇന്നും ബ്രാഹ്മണ സംവരണം നടപ്പായിരിക്കുന്ന ഒരു പുരോഹിത നിയമനങ്ങളിൽ ഇപ്പോഴും അത് ഇത്രയും 2026 ഇടതുപക്ഷം ഇത്ര വലിയ പാരമ്പര്യം ഉണ്ടായിട്ടും ഇടതുപക്ഷം 10 വർഷം ഭരിച്ചിട്ടും അതിൽ നിന്നൊരു മാറ്റമുണ്ടാക്കാൻ ആ മാറ്റമുണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ശ്രമം, അതിനോടൊരു ധൈര്യം മുന്നോട്ട് വെച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന് ഇന്ന് കാണുന്ന തരത്തിലുള്ള ഒരു എന്താ പറയുക, ജനങ്ങളെല്ലാം വിട്ടുപോയി എന്നുള്ള ഒരു ഭയം പോലും ഉണ്ടാകേണ്ട കാര്യമില്ലായിരുന്നു. വലിയ പിന്തുണ കേരളത്തിനുണ്ടാകുമായിരുന്നു. അതുപോലെ VS-ൻ്റെ സർക്കാരിൻ്റെ കാലത്ത് രണ്ടാം ഭൂപരിഷ്കരണം എന്നുള്ളൊരു ആശയം മുന്നോട്ട് വെച്ചിരുന്നു. ഭൂമിയില്ലാത്ത ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഇപ്പോഴും, അത് പ്രത്യേകിച്ച് SC ST വിഭാഗത്തിൽ ഭൂമിയില്ലാത്ത ഒരു വലിയ വിഭാഗം ഇപ്പോഴും ഉണ്ട്. അവർക്ക് വേണ്ടി ഒരു രണ്ടാമത്തെ പിന്നെ ഭൂപരിഷ്കരണം എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ മിഡിൽ ക്ലാസിൻ്റെ താല്പര്യങ്ങൾ, അതാണ് ഇപ്പോൾ സച്ചിദാനന്ദൻ പറഞ്ഞ ഒരു കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായിട്ടും കേരളത്തിൻ്റെ ഭൂരിപക്ഷം ഇന്ന് മിഡിൽ ക്ലാസ് ആണ്. അവരുടെ ആവശ്യങ്ങളെ അവരുടെ ഇഷ്ടങ്ങളെയും പിന്നെ ആദരിക്കാതെ അതിനെ അവഗണിക്കാൻ ആർക്കും കഴിയില്ല. പക്ഷേ അതിനോടൊപ്പം ഇതുപോലെയുള്ള ചില വിഭാഗങ്ങളുടെ വളരെ ദീർഘകാലമായ പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ട്. ആ പ്രശ്നങ്ങൾ ഭൂമിയില്ലാത്ത വിഭാഗങ്ങൾക്ക് ഭൂമി കൊടുക്കുക, അല്ലെങ്കിൽ അതൊരു മനുഷ്യത്വമുള്ള ഒരു രാഷ്ട്രീയം, മനുഷ്യത്വത്തിൻ്റെ രാഷ്ട്രീയം, ഏറ്റവും താഴേക്കിടയിലുള്ള രാഷ്ട്രീയം. ഈ രാഷ്ട്രീയമൊക്കെ പ്രയോഗിക്കാൻ പോലും ശ്രമിക്കാതെ ഈ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിലും കൂടുതലും മധ്യവർഗത്തിന് ഇഷ്ടമായിട്ടുള്ള വികസന പരിപ്രേക്ഷ്യത്തിലും മാത്രമായിട്ട് കുടുങ്ങിക്കിടക്കുന്ന ഒരവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും ഇങ്ങനത്തെ പോസിബിലിറ്റീസ്, ഇങ്ങനത്തെ ഇടതുപക്ഷത്തിൻ്റെ എന്താ പറയുക അടിസ്ഥാന സ്വഭാവം നിലനിർത്തുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന സ്വഭാവമുള്ള ചില നയപരിപാടികളും പിന്നെ പ്രോഗ്രാമുകളും അത് നടപ്പാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുക പോലും ചെയ്യാത്തത് വാസ്തവത്തിൽ അത് ഒരു ഐഡിയോളജിക്കലായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ നല്ല രാഷ്ട്രീയത്തിൻ്റെ വിഷയം മാത്രമല്ല, ഇലക്ട്രൽ പൊളിറ്റിക്സിൻ്റെ മാത്രം കണക്കെടുത്താൽ പോലും അത് ഇടതുപക്ഷത്തിന് ചിലപ്പോൾ അനുകൂലമാവുമായിരുന്നു. അങ്ങനത്തെ ധൈര്യം ഒന്നും കാണിച്ചേയില്ല. അതിന് പകരം ഈ ജാതി സമവാക്യങ്ങളുടെയും സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെയും ഇടയിൽ കുരുങ്ങിപ്പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പറയുന്ന ഇലക്ട്രൽ പൊളിറ്റിക്സിനപ്പുറത്തേക്ക് ഇടതുപക്ഷത്തെ ഈ നിലയ്ക്ക് നിർത്തിയിരുന്നത് അതിൻ്റെ ഒരു സമ്പന്നമായൊരു ദൈക്ഷണിക അടിത്തറയാണല്ലോ. അതിൻ്റെ ഒരു അഭാവം ഇടതുപക്ഷം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. വളരെ വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് ഒരു ആശയ ദാരിദ്ര്യം എന്ന് പറയുന്നത്. പലപ്പോഴും ഇടതുപക്ഷത്തിന് ഈ വേണം എന്ന് വെച്ചിട്ട് അത് ബോധപൂർവമാണെങ്കിലും അല്ലെങ്കിലും ഈ ഒരു വലിയ എന്താ പറയുക വലിയ ബിഗ് ടിക്കറ്റ് പ്രോഗ്രാമുകളുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ 57 ഇഷ്ടം പോലെ പറഞ്ഞ പോലെ ഭൂപരിഷ്കാരം, വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കാരം, അതിനുശേഷം വന്ന ഒരുപാട് ജനകീയാസൂത്രണം പോലെയുള്ള, അതായത് ഈ കേരള സമൂഹത്തിനെ തന്നെ വലിയ തോതിൽ മുന്നോട്ട് കൊണ്ടുപോയ വളരെ റാഡിക്കലായിട്ടുള്ള, എല്ലാ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള വളരെ റാഡിക്കലായിട്ടുള്ള പരീക്ഷണം, ജനകീയാസൂത്രണം പോലെയുള്ള ഒരു പരീക്ഷണം വാസ്തവത്തിൽ ലോകത്ത് തന്നെ വളരെ അത്ഭുതകരമായിട്ടുള്ള പരീക്ഷണമായിരുന്നു. അത് കഴിഞ്ഞ് സമ്പൂർണ്ണ സാക്ഷരത പോലെ ഒരു പരിപാടി, ഡീസെൻട്രലൈസേഷന് വേണ്ടിയിട്ടുള്ള മറ്റ് ശ്രമങ്ങൾ, ഇങ്ങനെയുള്ള ചില വലിയ ബിഗ് ടിക്കറ്റ് പരിപാടികളുണ്ടായിരുന്നു. വാസ്തവത്തിൽ അങ്ങനെ ഒന്ന് തീർച്ചയായിട്ടും ഇപ്പോഴും ഈ പറഞ്ഞ പോലെ ഈ വളരെ വലിയ പിന്നെ മിഡിൽ ക്ലാസ്സിന് ഇഷ്ടപ്പെട്ട നവ ലിബറൽ കാലത്തും വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും വലിയ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെ നമുക്ക് മലയാളിക്ക് അല്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷത്തിന് അഭിമാനിക്കാവുന്ന ഈ നേരത്തെ പറഞ്ഞ ഈ പരിപാടികൾ പോലെ
ഒരു പുതിയ പരിപാടി പുതിയ കാലത്തിന് അനുയോജ്യമായിട്ടുള്ളത് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വാസ്തവത്തിൽ നേരത്തെ പറഞ്ഞ പോലെ അത് വേണ്ട എന്ന് വെക്കുന്നതാണോ അതോ ആശയങ്ങൾ ദാരിദ്ര്യമാണോ, അങ്ങനെ ബൗദ്ധികമായിട്ടുള്ള ഒരു ബാങ്ക്രപ്സി, ഒരു 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 പോരായ്മ ഇടതുപക്ഷത്തിനെ ബാധിച്ചിട്ടുണ്ട്. അത് മറ്റു പല രാഷ്ട്രീയ, ഇപ്പോൾ ഇടതുപക്ഷത്തിനെ മാത്രം നമ്മൾ നിരന്തരം ഓഡിറ്റ് ചെയ്യുന്നതുകൊണ്ട് ഈ മറ്റു പക്ഷങ്ങളെ പലപ്പോഴും ഇതൊന്നും അവർ ചെയ്യുന്നേ ഇല്ല എന്നുള്ളത് ശരിയാണ്. ഇപ്പോൾ വർഗീയതയുടെ കാര്യത്തിലായാലും ജാതിയുടെ കാര്യത്തിലായാലും ഒക്കെ ഇടതുപക്ഷത്തിന് കൂടുതൽ ഓഡിറ്റിംഗ് നേരിടേണ്ടി വരുന്നുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇതൊരു സത്യമാണ്. ഇവിടെ അങ്ങനെയുള്ള അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ അമിതാധികാര കേന്ദ്രീകരണമാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ പറയാൻ കഴിയാത്ത, വിമത ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാൻ കഴിയാത്ത, വിമർശനങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലേക്ക് ഈ സിസ്റ്റം കൂടുതൽ മാറുമ്പോൾ പുതിയ ആശയങ്ങൾ അവിടെ വരില്ല. പുതിയ ആശയങ്ങൾ ആർക്കും കൊണ്ടുവരാൻ ധൈര്യവുമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു തൻ്റേതായ സുരക്ഷിതത്വത്തിനെ പറ്റി ആണ് കൂടുതൽ അവർക്ക് എല്ലാവർക്കും കരുതലുകൾ. എന്തെങ്കിലും പറഞ്ഞു പോയാൽ ഞാൻ മറുപക്ഷമായി പോകുമോ, അത് ആ വിഭാഗീയതയുടെ തുടർച്ചയാണ്. ആ വിഭാഗീയതയുടെ ഒരു നീണ്ട കാലത്തിൻ്റെ അതിൻ്റെ ട്രോമയാണ്, അതിൻ്റെ ടോളാണ്. കാരണം നമുക്ക് എന്തെങ്കിലും പറഞ്ഞു പോയാൽ നിങ്ങൾ മറുപക്ഷമായിട്ട്, അത് ആ ഒരു സംഘടനയുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു ദൗർബല്യം കൂടെയാണ് ഈ അമിത കേന്ദ്രീകരണം. അത് കോൺഗ്രസിൽ പണ്ടുണ്ടായത് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് പറഞ്ഞു. ഇന്ദിരാഗാന്ധി പറയുന്നത് മാത്രം ശരി, എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ പുറത്തായി എന്നുള്ളൊരവസ്ഥയിലേക്ക് ഈ ഈ അമിതാധികാരമൊക്കെ, അതാണ് ഈ ഓരോ വ്യക്തിയിൽ എത്ര നല്ല മനുഷ്യനാണെങ്കിലും എത്ര കാര്യപ്രാപ്തിയുള്ള ആളാണെങ്കിലും സിസ്റ്റത്തിനെ കൂടുതൽ വീക്കൻ ചെയ്യുമെന്ന് പറയുന്നത് കൊണ്ടാണ് ഈ സിസ്റ്റം, ഇടതുപക്ഷത്തിൻ്റെ സിസ്റ്റം ഇന്ന് വീക്കൻഡായിട്ട് ഉള്ള ഒരവസ്ഥയിലേക്ക് വന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. അതിന് ആരെങ്കിലും ഒരാളെ കുറ്റപ്പെടുത്താൻ ഞാൻ ഇപ്പോഴും ഇതല്ല, പക്ഷേ ആ രീതിയിലേക്ക് പോകുന്നുണ്ട്. പുതിയ ആശയങ്ങളില്ല, നിർദ്ദേശങ്ങളില്ല, സ്വതന്ത്രമായിട്ടുള്ള ആലോചനകളില്ല. അപ്പോൾ സ്വതന്ത്രമായിട്ടുള്ള ആലോചനകളും ചർച്ചകളും തർക്കങ്ങളും ഒക്കെ നടക്കാത്ത ഒരു വ്യവസ്ഥയിൽ ഉണ്ടാവുന്ന ഒരു സ്റ്റാഗ്നൻ, കെട്ടിക്കിടക്കുന്ന പോലെ, അതുകൊണ്ടാണ് ഈ ആശയങ്ങൾ, പുതിയ ആശയങ്ങൾ വരാത്തതെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഈ കോൺഗ്രസിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ അറിയാം, കഴിഞ്ഞ തവണ ദയനീയമായ പരാജയത്തിലേക്ക് പോകുമ്പോഴും കോൺഗ്രസ് അതിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ ആചാര സംരക്ഷണം എന്നുള്ളത് അവരുടെ ഒരു പ്രധാന സംഗതിയായിട്ട് മാറ്റിയിരുന്നു. ഈ അവർ തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്ന ഇതിലെത്തുമ്പോഴും ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ഐക്യപ്പെടുന്ന, അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി ഞങ്ങളുടെ ഭാഗമാണെന്ന് പരസ്യമായി പ്രഖ്യാപിക്കാൻ തയ്യാറാവുന്ന പ്രതിപക്ഷ നേതാവിനെയാണ് കാണുന്നത്. നമ്മൾ ഈ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു ധ്രുവീകരണ രാഷ്ട്രീയത്തിൻ്റെ തുടർച്ച, അത് കോൺഗ്രസ് ഒരുപക്ഷെ ഈ പറഞ്ഞൊരു ഇപ്പം മുസ്ലിം ലീഗിൻ്റെ മതേതര നിലപാടിനെ ഉയർത്തിപ്പിടിച്ചു കൊണ്ടുവന്നുള്ളൊരു മുന്നണി ഇത്തരത്തിലൊരു പരസ്യമായ നിലപാടെടുക്കാനുണ്ടാവുന്ന ഒരു സാഹചര്യം, അത് വളരെ അപകടകരം തന്നെയാണ്. പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇന്ത്യയിൽ മുസ്ലിം ജീവിതം അല്ലെങ്കിൽ മുസ്ലിം സ്വത്വം ഒരു കാലത്ത് ഇതുപോലെ ഭീഷണി നേരിട്ടുള്ള ഒരു കാലം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ മുസ്ലിം തീർച്ചയായിട്ടും ജമാഅത്ത് ഇസ്ലാമിയുടെ അത് കേരളത്തിലാണ് അതിൽ വ്യത്യസ്തമായിട്ടുള്ളത്. കേരളത്തിൽ രാഷ്ട്രീയത്തിലായാലും അതിൻ്റെ മാധ്യമരംഗത്തായാലും സാംസ്കാരിക രംഗത്തായാലും സാമൂഹ്യ രംഗത്തായാലും സാമ്പത്തിക രംഗത്തായാലും ഒരു വലിയ കഴിഞ്ഞ ഒരു 10-25 വർഷത്തിനിടയിൽ മുസ്ലിം സമുദായത്തിലുണ്ടായിട്ടുള്ള വലിയ നവോത്ഥാനം പോലെയുണ്ട്. സ്ത്രീകൾ ഒരു വലിയ വിദ്യാഭ്യാസം നേരിടുന്നു. മാത്രമല്ല ഇന്ന് കേരളത്തിൻ്റെ എല്ലാ രംഗത്തും ഒന്നാം സ്ഥാനത്ത് ആ സമുദായത്തിൻ്റെ പ്രതിനിധികളാണുള്ളത്. വിദ്യാഭ്യാസ രംഗം, അക്കാഡമിക്സ് ആയാലും സിനിമ എടുത്താലും ഇൻഡസ്ട്രി എടുത്താലും എല്ലായിടത്തും കാണാം. ഇതൊരു കേരളത്തിൻ്റെ മാത്രമായിട്ടുള്ള ഒരു പ്രത്യേകതയാണ്. അപ്പം അതിൻ്റെ അർത്ഥം ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ തീവ്രവാദ നിലപാടുകളെ തിരസ്കരിക്കണമെന്നല്ല. പക്ഷേ ജമാഅത്ത് ഇസ്ലാമിയെ സ്വീകരിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ അതിനോട് ഈ വലിയ എന്താ പറയുക, വലിയ ഒരു എതിർപ്പോ അല്ലെങ്കിൽ അതിന് ശത്രുതയോ പ്രഖ്യാപിക്കാതെ തന്നെ അവരെ വിമർശിക്കേണ്ട ഉത്തരവാദിത്വം ഇടതുപക്ഷത്തിനെന്ന പോലെ പക്ഷേ അതിനപ്പുറത്ത് UDF-നുണ്ട്. അതവർ ചെയ്യുന്നില്ല എന്നുള്ളത് സ്വാഭാവികമായിട്ടൊരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ. അപ്പോൾ ഇടതുപക്ഷം എത്രമാത്രം ഈ പറഞ്ഞ പോലെ ഒരു ശത്രുതാ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് പോലെ തന്നെ വിമർശന വിധേയമാകേണ്ടതാണ്. ഈ വിമർശനമില്ലാതെ തന്നെ ഈ ജമാഅത്ത് ഇസ്ലാമിയെ പോലെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള തീവ്രവാദ സ്വഭാവമുള്ള ഒരു രാഷ്ട്രീയത്തിനെ പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നത് UDF ചെയ്യുന്നതാണ്. പക്ഷേ കേരളത്തിൽ പലപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ ഈ ഓഡിറ്റിംഗ് നേരിടേണ്ടി വരുന്നത് കൂടുതലും ഇടതുപക്ഷമായതുകൊണ്ട് നമ്മുടെ ചർച്ചകളിൽ അത് വലുതായിട്ട് വിഷയമാകുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ ജാതിമത പ്രീണനം എന്ന് പറയുന്ന കാര്യം ഈ വലിയ അപകടത്തിലേക്കാണ് പോകുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊരു നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് മുസ്ലിം ലീഗ് അതിൽ നിന്ന് പിന്നോക്കം പോയിരിക്കുന്നു, UDF അതിനപ്പുറം പിന്നോക്കം പോയിരിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണെന്നുള്ളതിനെ പറ്റി ഒരു സംശയമില്ല. രാജഗോപാലിൻ്റെ വിജയം നിയമസഭയിൽ അക്കൗണ്ട് തുറന്നപ്പോഴും അവിടെ ഒരു വ്യക്തിപ്രഭാവത്തിൻ്റെ ഫാക്ടറാണ് ഒരുപക്ഷെ ഒരു മാധ്യമ മേഖലയും നിരീക്ഷകരുടെയൊക്കെ വിലയിരുത്തലുണ്ടായിരുന്നത്. എന്നാൽ തൃശ്ശൂർ സുരേഷ് ഗോപി MP ആവുന്നതും തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിൽ BJPക്ക് മേയറിനെ കിട്ടുന്നതൊക്കെ
BJPക്ക് കേരളത്തിൽ ഇലക്ട്രൽ പൊളിറ്റിക്സിൽ കുറച്ചുകൂടി ഈ പറയുന്ന മുന്നണികൾക്കിടയിൽ ഒരു രാഷ്ട്രീയ ബലാബലം സാധ്യമാണ്, അല്ലെങ്കിൽ സീറ്റുകളുടെ കാര്യത്തിൽ അവർക്കൊരു എണ്ണം ചെറിയ തോതിലെങ്കിലും പറയാൻ പറ്റുമെന്നുള്ള ആത്മവിശ്വാസം അവരുടെ കോണിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ വരുന്നൊരു തെരഞ്ഞെടുപ്പ് സിനാരിയയിൽ BJPയെ കൂടി, അല്ലെങ്കിൽ BJP ഇപ്പം VDJS ഉണ്ട്, മറ്റ് കക്ഷികളുണ്ട്, 2020 ഉണ്ട്, എന്നാൽ പോലും അവരുടെ ഒരു പെർഫോമൻസിന് എങ്ങനെയാണ് കാണുന്നത്? അവരുടെ പെർഫോമൻസ് ഈ പറഞ്ഞ പോലെ നമ്മൾ നിരന്തരമായിട്ട് വർദ്ധിപ്പിച്ചു വരുന്നതാണ് അവരുടെ സ്വാധീനം. നേരത്തെ 5%, അതെ 2006 അതെ മറ്റു 5%-ൽ നിന്ന് 20% എത്തി. അതൊരു സ്റ്റഡി ആയിട്ടുള്ള ഇൻക്രീസ് എന്ന് മാത്രമല്ല, കൃത്യമായ നിയമസഭാ മണ്ഡലങ്ങളിൽ അവർക്ക് പറഞ്ഞ പോലെ കഴിഞ്ഞ ലോക്സഭാ കാലത്ത് 9 നിയമസഭാ മണ്ഡലങ്ങളിലെങ്കിലും ഒന്നാം സ്ഥാനത്ത് വന്നു. ഇടതുപക്ഷം അതിശക്തമായ സാന്നിധ്യമുള്ള മണ്ഡലങ്ങളിൽ വൻപിച്ച മുന്നേറ്റമാണ് ആറ്റിങ്ങലും അതെ മറ്റും കണ്ടത്. അപ്പോൾ അത് നേരത്തെ പറഞ്ഞ പോലെ ഇടതുപക്ഷത്ത് നിന്നൊരു വലിയ വിഭാഗം, കോൺഗ്രസിൽ നേരത്തെ ഉണ്ടായതുപോലെ ഇടതുപക്ഷത്തു നിന്നുള്ള വലിയ വിഭാഗം അങ്ങോട്ട് മാറി എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ BJP ഇപ്പോൾ 20% നിന്ന് ചിലപ്പോൾ 15% അല്ലെങ്കിൽ 16%-ലേക്ക് വന്നു എന്നുള്ളത് ശരിയാണ്. അതൊരു പക്ഷേ ക്രിസ്തീയ വോട്ടുകൾ അന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ലഭിച്ചിരുന്ന 5% ക്രിസ്തീയ വോട്ടുകളാണ് അവർക്ക് ലഭിച്ചിരുന്നതാണ് CSDSൻ്റെ സ്റ്റഡിയിലൊക്കെ ഉള്ളത്. അത് തിരിച്ചു പോയതായിരിക്കാം, ചിലപ്പോൾ അങ്ങനെ ആവാം. പക്ഷേ എന്തായാലും ഈ 15-16% അവരുടെ ഒരു ശരാശരി ഇപ്പോഴത്തെ അവസ്ഥ. അത് വർദ്ധിക്കാനാണ് സാധ്യത. അതുപോലെയുള്ള രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തനങ്ങളാണ് അവർ ഏർപ്പെടുന്നത്. പല സ്ഥലത്തും രാഷ്ട്രീയമോ BJPയുടെ കാര്യമോ ഒന്നും പറയാതെ തന്നെ വലിയ വലിയ കുടുംബ സദസ്സുകളിലും കുടുംബ കൂട്ടായ്മകളിലും വളരെ കൃത്യമായ രാഷ്ട്രീയ സാമൂഹ്യ ഭൂരിപക്ഷ മതത്തിന് ആഭിമുഖ്യമുള്ള രീതിയിലേക്ക് രാഷ്ട്രീയ സാമൂഹ്യ രീതികൾ മാറ്റുന്നതിനുള്ള വലിയ വർക്ക്. അവരിവിടെ കുറച്ച് വൈകി വന്നാലും ഞങ്ങൾ പിന്നെ വരേണ്ടിടത്ത് എത്തും എന്നുള്ള ഒരു വിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ്. പക്ഷേ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ അവർ എത്രമാത്രം ജയിക്കുമോ? തീർച്ചയായിട്ടും 2-3 സീറ്റുകളിൽ അവർ വിജയിച്ചാലും അത്ഭുതപ്പെടാനില്ല. മൂന്നാമതൊരു അതിശക്തമായിട്ടുള്ള ഒരു പോരാട്ടം നടക്കാത്ത മണ്ഡലങ്ങളിൽ തീർച്ചയായിട്ടും അവർക്ക് ഭൂരിപക്ഷ സാന്നിധ്യമുള്ള മണ്ഡലങ്ങളിൽ ഒരു പക്ഷേ 1-2 സീറ്റ് ലഭിച്ചാൽ, ഇപ്പോൾ BJPയെ പറ്റി പറയുന്നത് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അവരത് ജയിക്കും എന്നൊക്കെ പലരും പറയും, പക്ഷേ അവസാനം കിട്ടാറില്ല. അതിന് കാരണം പ്രധാനമായിട്ട് വളരെ ശക്തമായ ത്രികോണ മത്സരം ഇവിടെ നടക്കുന്നതുകൊണ്ടാണ്. ഒന്നുകിൽ അത് UDFന് അനുകൂലമോ അല്ലെങ്കിൽ LDF. പക്ഷേ ആ ഘട്ടം മാറിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ തിരുവനന്തപുരത്തും മറ്റേ ഈ പറഞ്ഞ പോലെ നിയമസഭ പിന്നെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കണ്ട പോലെ, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 10-20 വർഷമായിട്ട് വലിയ ശക്തമായ സാന്നിധ്യമുള്ള പാർട്ടിയാണ് തിരുവനന്തപുരത്ത്. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, തിരുവനന്തപുരം ജില്ലയിൽ മാത്രം 1984 ആദ്യം കേരളവർമ്മ രാജ 10% വോട്ട് ലഭിച്ചത് ഹിന്ദു മുന്നണി സ്ഥാനാർത്ഥിയായിട്ടാണ്. അപ്പോൾ അതാണ് തിരുവനന്തപുരത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, പാലക്കാട് ഉള്ള പോലെ. അപ്പോൾ തിരുവനന്തപുരത്തെ ചില നിയമസഭാ മണ്ഡലങ്ങളിൽ ഇപ്പോൾ ശക്തമായ സാന്നിധ്യം അവർക്കുണ്ട്. അവിടെ അതിശക്തമായ മത്സരം UDFും LDFും ഒരുപോലെ കാഴ്ചവെച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉത്തരം പറയേണ്ടി വരും. അതിന് BJPക്കായിരിക്കും പ്രയോജനം ലഭിക്കുക. തിരുവനന്തപുരത്ത് കൃത്യമായിട്ട് അറിയാം. ഇപ്പോൾ നേമം പോലൊരു മണ്ഡലത്തിൽ CPMന് ജയിക്കാൻ കഴിഞ്ഞത്, BJPയെ തോൽപ്പിക്കാൻ കഴിഞ്ഞത് ശക്തമായിട്ടുള്ള പോരാട്ടം നടത്താൻ കോൺഗ്രസിന് തയ്യാറായപ്പോഴാണ്. അതിന് മുമ്പ് അതിന് തയ്യാറാകാതെ വന്നപ്പോഴാണ് O രാജഗോപാൽ അവിടെ ജയിച്ചത്. ചാരുവാറ രവിയെ പോലെ ഒരു ദുർബലനായ സ്ഥാനാർത്ഥിയെ നിർത്തിയപ്പോഴാണ് BJP ജയിച്ചത്. K മുരളീധരൻ വന്നപ്പോൾ V ശിവൻകുട്ടി ജയിക്കാൻ കാരണം ഈ ശക്തമായ ഒരു പോരാട്ടം ഇവർ രണ്ടുപേരും നടത്തിയിരുന്നു. ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വളരെ ക്രിട്ടിക്കലാവാൻ പോകുന്ന ഒരു മണ്ഡലമാണ് നേമം. ഇപ്പോഴത്തെ രീതിയിൽ കോൺഗ്രസ് ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇടതുപക്ഷം ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തിയില്ലെങ്കിൽ അതിന് പ്രയോജനം ലഭിക്കാൻ പോകുന്നത് BJPക്കായിരിക്കും. അത് കേരളത്തിൽ പല സ്ഥലങ്ങളിലും കാണാം. അതുകൊണ്ട് അത്ഭുതങ്ങൾ സംഭവിച്ചുകൂടായികയൊന്നുമില്ല. അവസാനത്തെ ചോദ്യമായിട്ട്, ഇപ്പം മുന്നണികളുടെ മാനിഫെസ്റ്റോ ഒക്കെ വരാനിരിക്കുന്ന ഘട്ടത്തിൽ നമുക്കറിയാം കേരളത്തിനൊരു ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ കാര്യത്തിലൊരു സവിശേഷമായ സ്ഥാനമുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും അങ്ങനെ മറ്റു പല കാര്യങ്ങളിലും കേരളത്തിൻ്റെ ഒരു മേൽക്കൈയും മുന്നേറ്റമുണ്ട്. ഇനി വരാനിരിക്കുന്ന ഒരു ഭരണകക്ഷിക്ക് അവർക്ക് കേരളത്തിന് മുന്നിൽ നടപ്പാക്കാനുള്ള, അവർക്ക് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് എന്തായിരിക്കണം? എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്ന, കേരളത്തിൽ തീർച്ചയായിട്ടും ഒരു സാമ്പത്തികമായിട്ടൊക്കെ കേരളം വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട്. കേരളത്തിൻ്റെ ഈ കാസർഗോഡ് മുതൽ ഇങ്ങ് തിരുവനന്തപുരത്തിൻ്റെ അറ്റം വരെ നോക്കുകയാണെങ്കിൽ നമ്മൾ വലിയ തോതിൽ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വികസിച്ചിട്ടുണ്ട്. റോഡുകൾ നന്നായിട്ടുണ്ട്. നഗരങ്ങൾ എല്ലാം നഗരങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ പ്രയോജനമുള്ളത്. പക്ഷേ കേരളത്തിൻ്റെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ ഇപ്പോഴും ബാക്കി നിൽക്കുന്നു. അത് തെരഞ്ഞെടുപ്പിൽ അത് പ്രയോജനകരമായിരിക്കുമോ അതിനെ അഭിസംബോധന ചെയ്യുന്നുള്ളത് തീർച്ചയായിട്ടും സംശയാസ്പദമായിട്ടുള്ള കാര്യമാണ്. കാരണം
ഈ മധ്യവർഗമാണ് നമ്മുടെ രാഷ്ട്രീയ ചർച്ചകളിലും ടെലിവിഷൻ ചർച്ചകളിലും ഒക്കെ. അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ മാത്രമാണ് വരുന്നത്. പക്ഷേ ഏതൊരു പുതിയ ഭരണവും ഏറ്റവും ആദ്യം ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിലനിൽക്കുന്നത്, കേരളം ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിച്ചതാണ് മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് നോക്കുമ്പോൾ, കേരളത്തിന് ദീർഘകാലമായ പ്രശ്നങ്ങൾ. പക്ഷേ ഇപ്പോഴും കേരള വികസന മാതൃകയിൽ ഇടം കിട്ടാതെ പോയ വിഭാഗങ്ങളുടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ ഇപ്പോഴും ബാക്കിയുണ്ട് എന്നുള്ളത് നേരത്തെ പറഞ്ഞ പോലെ രണ്ടാം ഭൂപരിഷ്കാരത്തിൻ്റെ കാര്യത്തിലായാലും പിന്നോക്ക വിഭാഗക്കാർക്ക് ക്ഷേത്രങ്ങളിൽ പ്രവേശനം, അല്ലെങ്കിൽ ക്ഷേത്രപ്രവേശനം അല്ല, പുരോഹിതന്മാരുടെ തരത്തിൽ നടക്കുന്ന സവർണ മേധാവിത്വം അല്ലെങ്കിൽ സവർണ സംവരണം അവസാനിപ്പിക്കുക, ഇങ്ങനെയുള്ള കേരളത്തിൻ്റെ അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ കേരളത്തിൻ്റെ പാരമ്പര്യവും ചരിത്രവും അങ്ങനെയല്ല. കേരളം വ്യത്യസ്തമായി ചിന്തിക്കുക. അതുകൊണ്ട് തന്നെയാണ് കേരളം വളരെ വാഴ്ത്തപ്പെടുന്നത് ലോകമാകെ. അപ്പോൾ ഇങ്ങനെയുള്ള കേരളത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും, മറ്റേ വികസനവും ഡെവലപ്മെൻറ്റും റോഡ് നിർമ്മാണവും ഒക്കെ ഇപ്പോൾ ഇടതുപക്ഷം വന്നാലും വലതുപക്ഷം കോൺഗ്രസ് വന്നാലും LDF വന്നാലും മുന്നോട്ട് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കേന്ദ്ര BJPയുടെ പോലും പ്ലാനുകൾ അതനുസരിച്ചാണ്. സ്റ്റേറ്റുകളിലും ഈ പുതിയ ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവരിക, ഒരു പുതിയ ശക്തമായിട്ടുള്ള ഒരു മുതലാളിത്ത വളർച്ച ആണ് അവരൊക്കെ സങ്കല്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ മിഡിൽ ക്ലാസ്സിന് അനുകൂലമായിട്ട്. പക്ഷേ ഈ പ്രശ്നങ്ങളാണ് കേരളത്തിൻ്റെ ചരിത്രം മുഴുവൻ നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളം മറ്റ് സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായി വഴി നടക്കുകയും വ്യത്യസ്തമായി ചിന്തിക്കുകയും ചെയ്തത് ഇങ്ങനെ ചില സവിശേഷതകളാണ്. ആ സവിശേഷതകൾ വീണ്ടും ഉയർത്തിപ്പിടിക്കണമെങ്കിൽ ഇപ്പോഴും കേരളം പിന്നിൽ നിൽക്കുന്ന ഇങ്ങനത്തെ വിഷയങ്ങൾ, മത്സ്യത്തൊഴിലാളികളുടെ വിഷയം, ആദിവാസികളുടെ വിഷയം, ഷെഡ്യൂൾ കാസ്റ്റിൻ്റെ വിഷയം, ഇതുപോലെയുള്ള അസമത്വം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അസമത്വം ഇപ്പോൾ ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അത് നമ്മൾ അസമത്വത്തിന് പടിയടച്ച് പിണ്ടം വെച്ചതാണ് നമ്മുടെ ചരിത്രത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ 20 വർഷമായിട്ട് ഈ പുതിയ ഉദാരവൽക്കരണത്തിന് ശേഷം ഉണ്ടായിരിക്കുന്നത്, നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ മനുഷ്യവിഭവ ശേഷിയിലുള്ള നേട്ടം മുൻകൈ നമ്മൾ നിലനിർത്തുന്നുണ്ടെങ്കിൽ, പക്ഷെങ്കിൽ ഈ അസമത്വം അതിരൂക്ഷമായി വികസിച്ചു. അത് പുതിയ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പഠനത്തിൽ കാണിക്കുന്നുണ്ട്, നീതി ആയോഗിൻ്റെ പഠനത്തിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ അഭിസംബോധന ചെയ്യുന്ന ഈ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെ ഇലക്ട്രലി അത് എത്രമാത്രം ഗുണകരമാണെന്ന് എനിക്കറിയില്ല. പക്ഷേ അതാണ് ഇനി വരാൻ പോകുന്ന സർക്കാരിൻ്റെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം കാണിക്കുന്നത്. മറ്റതെല്ലാം ഈ ഗവൺമെൻറ് വിചാരിച്ചാലും വിചാരിച്ചില്ലെങ്കിൽ അത് മുന്നോട്ട് പോകും. പക്ഷേ ഇത് ഗവൺമെൻറ് ബോധപൂർവം തീരുമാനിക്കണം. സ്ത്രീ പ്രവേശനം അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും സമവായം കണ്ടെത്തേണ്ടതുണ്ട്. പക്ഷേ ഇതെല്ലാം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ കോൺഗ്രസും BJPയും മുമ്പേ അതിന് എതിർപക്ഷമായി. ഇടതുപക്ഷം ഉപേക്ഷിച്ചു എന്ന് പറയാറായിട്ടില്ലെങ്കിലും പിന്നോക്കം പോയിരിക്കുന്നു. ഇതൊക്കെ കേരളത്തിൻ്റെ ഈ പുരോഗമന പാരമ്പര്യത്തിൻ്റെ നവോത്ഥാന മുന്നേറ്റത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ ഈ പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യാൻ തീർച്ചയായിട്ടും വർഗീയതയും ജാതീയതയ്ക്കും അതിനെ നിയന്ത്രിച്ചു നിർത്താനും അതിനെ ഒരുപക്ഷെ കേരളത്തിൻ്റെ പാരമ്പര്യം അനുസരിച്ച് തന്നെ അതിന് തടസ്സം സൃഷ്ടിക്കാനും കഴിയും. കാരണം കേരളത്തിലെ പ്രധാന പ്രശ്നങ്ങൾ മറ്റൊന്നാണ് എന്നുള്ളത് മുന്നോട്ട് ആ പ്രശ്നം ഇതാണ്, ഈ പ്രശ്നങ്ങളാണ് പ്രധാനം എന്ന് മുന്നോട്ട് പറയാൻ ധൈര്യപ്പെടുന്ന ഒരു രാഷ്ട്രീയ വ്യവസ്ഥ വാസ്തവത്തിൽ അതിനെ കേരളം കാത്തിരിക്കുക. താങ്ക് യു.